ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് അടുത്ത സെക്ഷനായിട്ട് കൂടി ഒരുപാട് ദൈവം സഹായിച്ചല്ലോ. അടുത്ത സ്നേഹത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് കാര്യം ചെയ്യാം. ഞാൻ ഈ കുടുംബാരോഗ്യ രംഗത്തേക്ക് എന്നെ ദൈവം സത്യത്തിൽ നമ്മുടെ സർക്കിളിൽ സാധാരണ ഇല്ലാത്ത ഒരനുഭവത്തിലേക്ക് കർത്താവ് എന്നെ വലിച്ചടിച്ചുകൊണ്ട് വന്നാണ്. അതിന് ഒരു പരിധി വരെ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഞാൻ ഇനി ഒരു കാര്യം പറയുന്നത് വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു കുടുംബ കോടതിയുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? എല്ലാ ജില്ലകളിലും ഒരു കുടുംബ കോടതിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 2 കുടുംബ കോടതിയുണ്ട്. അതുപോലെ തിരുവനന്തപുരം ജില്ല വാസ്റ്റാണ്, വൈഡാണ്, തലസ്ഥാനമാണെന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡ് ഒരു കുടുംബ കോടതി വന്നത് എവിടെയാണെന്ന് അറിയാം? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ കുടുംബ കോടതി വരുന്നെന്ന് അറിഞ്ഞപ്പോൾ പത്രത്തിൽ ആ വാർത്ത കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സ് വല്ലാതെ നിന്നു. ഞാൻ ഒത്തിരി ഞാനൊരു കത്തോലിക്ക സെമിനാറിലാണ് ഈ കുടുംബാരോഗ്യ സെമിനാർ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡീസിന് വേണ്ടി പോയി. റോമിൻ്റെ കീഴിലുള്ള ഒരു പൊന്തിഫിക്കൽ സെമിനാറിൽ അതൊക്കെ ഞാൻ ഒന്ന് അതിൻ്റെ മുഖാന്തരങ്ങളൊന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ വഴിയെ സംഘർഷങ്ങളെ ഞാനത് പറഞ്ഞോളാം. അപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിലുള്ള 1-2 ലീഡിങ് അഡ്വക്കേറ്റ്സിനെ പോയി കണ്ടു. അവരെ ഈ ഫാമിലി കേസസ് കൈകാര്യം ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ ഞെട്ടിച്ച ഒരു കാര്യം. അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം, ഒന്ന്, ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നത് ക്രൈസ്തവരുടെ ഇടയിലാണ്, ഹിന്ദുക്കളുടെ. 2, അതിലേറെ പേരും വിശ്വാസ സമൂഹം എന്ന് അഭിമാനിക്കുന്നവരുടെ ഇടത്തു നിന്നാണ് ഏറെയും വിവാഹമോചനത്തിന് കേസുകൾ ഫയൽ ചെയ്യുന്നത്. 2ാമത് ഒരു കാര്യം, ഏറ്റവും കൂടുതൽ വിദേശ മലയാളികൾ വന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഡൈവോഴ്സിന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗൾഫിൽ നിന്നല്ല, UK എന്നാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ വന്ന് കുടുംബ കോടതികളിൽ വിദേശ മലയാളികൾ വിവാഹമോചനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ കേസ് കൊടുക്കുന്നത് മ്യൂച്വൽ പെട്ടെന്ന് കിട്ടേണ്ടത് കൊണ്ട് ഒരു വിധിയുണ്ട്. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ നാൾ അടുപ്പിച്ച് ഫാമിലി കോർട്ടിൽ പോയിരുന്ന ഇങ്ങനെ ഞങ്ങളുടെ ഒരു അസൈൻമെൻ്റ് ഭാഗമായിരുന്നു. ഏറ്റവും കൂടുതൽ വിദേശ മലയാളികൾ വരുന്ന UK എന്നാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു രാജ്യത്തിൻ്റെ മേളിലും ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഉണ്ട്, ദേശാധിപതി എന്ന് പറയുന്ന ഒന്നാണ്. ആ ദേശാധിപതിയുടെ ഓരോ തിരിയിലായിരിക്കും. ഇപ്പം പക്ഷേ UKയുടെ മേലുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട്, കുടുംബങ്ങളെ തകർക്കുന്ന ഒരു പിശാചുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ശത്രുവിന് തന്ത്രങ്ങളെ തിരിച്ചറിയും, എന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പം ഈ ഒരു അലാമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, കാരണം ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് കുടുംബങ്ങളെ തകർക്കാനാണ്. കുടുംബങ്ങളെ തകർക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റോമാ സാമ്രാജ്യങ്ങൾ തകർത്തിട്ടുള്ള കുടുംബ തകർച്ച ഏറ്റവും വലിയൊരു സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യം തകരാനുള്ള കാരണം എന്ന് പറയുന്നത് കുടുംബ തകർച്ചയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ലോകത്തെ നശിപ്പിക്കാനായിട്ട് പിശാചിനെ നോട്ടമിടുന്ന ഏറ്റവും വലിയ ഒരു സമയമാണിത്, കുടുംബങ്ങളെ തകർക്കുക എന്ന് പറയുന്നത് ഒന്ന്. അപ്പോൾ ഞാൻ ലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലമായി, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കും. ദുർനടപ്പും വ്യഭിചാരവും രണ്ടർത്ഥത്തിലാണ് വേദവസ്തു ഉപയോഗിക്കുന്നത്. ദുർനടപ്പ് എന്ന് പറയുന്നത് ഫോർണിക്കേഷനാണ്. അത് മാര്യേജ് ബോണ്ടിന്റെ പുറത്തുള്ള ബന്ധത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ദുർനടപ്പെന്ന് പറയും. എന്ന് പറഞ്ഞാൽ 2 പാർട്ടിയും എന്തല്ല, വിവാഹിതരല്ല. അതിനെയാണ് ഫോർണിക്കേഷൻ എന്ന് വിളിക്കുന്നത്, ദുർനടപ്പ്. അതുകൊണ്ടൊരു ഗുണമുണ്ട്, കല്യാണം കഴിക്കാതാണ് ജീവിച്ചാൽ മതി. ഈ ലെസർ ഇവിൾ എന്നൊക്കെ പറയും വേണമെങ്കിൽ കാത്തലിക് തിയോളജിയിൽ. അഡൾട്ടറി, ഫോർണിക്കേഷൻ ഈസ് ലെസർ ഇവിൾ ദാൻ അഡൾട്ടറി. പക്ഷെ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ചില ദിവസം പറയുന്നു ദുർനടപ്പുകാരെയും വ്യഭിചാരവും അഡൾട്ടറി എന്ന് പറയുന്നത് ഐദർ ഓൺ വൺ പാർട്ടി മാരീഡ് ആയിരിക്കും. അപ്പോൾ ഈ മാരിറ്റൽ ബോണ്ടിന്റെ പുറത്തു പോകുന്ന ബന്ധങ്ങളെയാണ് വേദവസ്തു എന്തെന്ന് വിളിക്കുന്നത്, വ്യഭിചാരം. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ കല്യാണം കഴിക്കാത്ത കുട്ടികളോട് ഉള്ളത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. കഴിച്ചവരുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ എനിക്ക് ഈയിടയ്ക്ക് എൻ്റെ ചർച്ചിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചിലരൊക്കെ ഇങ്ങനെ ആത്മാവിൽ ബോധ്യപ്പെട്ടപ്പോൾ അവരോട് എന്തോ സമ്മാനിക്കണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എങ്ങനെ ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് കൈകാര്യം ചെയ്യും. അപ്പം കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ കർത്താവിൻ്റെ ഒരു ദർശനം കാണിച്ചു, ഒരു ചിന്ത മനസ്സിലേക്ക് എത്താം. ദൈവം ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഇടപെട്ട് ദൂത് വിടുക. അപ്പം ആ ദൂത് കണ്ടായിരുന്നു, ഒരു സലോട്ടേപ്പ് എടുത്ത് ഒട്ടിക്കുക, ഒട്ടിച്ചിട്ട് ഇളക്കുക, വീണ്ടും ഒട്ടിക്കുക, വീണ്ടും ഇളക്കുക, വീണ്ടും ഒട്ടിക്കുക, വീണ്ടും ഇളക്കുക. എന്താ പറ്റും?
പശ പോകും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കല്യാണത്തിന് പുറത്തൊരു ബന്ധം, പിന്നെ ഈ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചുറ്റിക്കളി, പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ചുറ്റിക്കളി, അങ്ങനെ ഒരു 5-6 ചുറ്റി കളിച്ചാൽ എന്തോ പോകും, പശ പോകും. പിന്നെ ഈ ഓട്ടേണ്ടത് എന്ത് ചെയ്യത്തില്ല, ഓട്ടത്തിൽ. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തെ ഓർത്ത് എന്തോ കളയരുത്, ദൈവത്തെ ഓർത്ത് എന്തോ കളയരുത്, പശ കളയരുത്. ഈ ഓട്ടങ്ങളത്ത് എന്ത് ചെയ്യാവും, ഓട്ടാവും. അപ്പോൾ ഈ നമ്മുടെ പിറ്റന്മാർ അതിലും വലിയ പുള്ളിയാണ്. അപ്പൊ ഈ ഒരു പ്രേമത്തിലെടുത്ത ചെറുക്കനോട് പറയാം, അച്ഛാ ഇനി ഞങ്ങൾ ഓൾറെഡി ഒട്ടിയിരിക്കുക, ഇനി ഇളക്കിയാൽ ചിലപ്പോൾ ഇനി പശ പോകും, അതുകൊണ്ട് ഇത് ഞാൻ ഒട്ടിച്ചു വിടാം. ഓൾറെഡി ഞങ്ങൾ ലൈനാ, അത് ദൈവം അല്ലെന്ന് അറിയാം. എന്നാലും അച്ഛാ ഇതിനി ഇളക്കി ഒട്ടിയാൽ ചിലപ്പോൾ പശ പോകും, അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് എന്ത് ചെയ്യും, ഒട്ടിച്ചാൽ വിടാം. ഇവന്മാരാരെ മക്കളെ എന്തോ ചെയ്യാനോ. അപ്പം ഈ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വ്യഭിചാരികളെ എന്ത് ചെയ്യും, എന്നാൽ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. ഇബ്രാഹിം 13 അധ്യായത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തി പറയും. ബി കണ്ടന്റ് ഇൻ വാട്ട് യു ഹാവ്. എന്തുണ്ടോ അതിലെന്ത് ചെയ്യണം, തൃപ്തിപ്പെടണം. ഈ വേദപുസ്തകം ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ബേസിക് ടൂൾ എന്ന് പറയുന്നത് കോണ്ടസ്റ്റിൽ ഇന്റർപ്രറ്റ് ചെയ്യണം. എന്ത് പശ്ചാത്തലത്തിലാണ് വേദപുസ്തകം എഴുതിയത്, ആ പശ്ചാത്തലത്തിൽ വേണം വചനം എന്ത് ചെയ്യാൻ, വ്യാഖ്യാനിക്കാനായിട്ട്. ചുമ്മാ എടുത്ത് വചനം വ്യാഖ്യാനിക്കരുത്, വചനം വളരെ കോണ്ടസ്റ്റിൽ വ്യാഖ്യാനിക്കണം. ഞങ്ങളുടെ ഈ പാസ്റ്റേഴ്സ് തമാശ കൊടുക്കും, പ്രസംഗം വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാന്ന് പറയും. പ്രിയമുള്ളവരെ, പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് എന്തായിരുന്നു, പനിയായിരുന്നു. പനി പിടിച്ച് കിടക്കുക. ആരുടെ അമ്മായി, പോയിന്റ് നമ്പർ 1, ആരുടെ അമ്മായിമ്മയ്ക്കാണ്, പത്രോസിന്റെയാണ്. യാക്കോബിന്റെ ആദാമായിരുന്നു, യോഹന്നാന്റെ ആദാമായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അവരുടെ ആരുടെയും അല്ല, പത്രോസിന്റെ അമ്മായിമ്മ. പോയിന്റ് നമ്പർ 2, ആർക്കാണ് പനി പിടിച്ച് കിടന്നത്, അമ്മായിമ്മയ്ക്കാണ്. അമ്മയ്ക്കാകാമായിരുന്നു, നാത്തൂന് വരാമായിരുന്നു, പക്ഷെ ആർക്കാണ്, അമ്മായിമ്മ. 3-ാമത്തെ പോയിന്റ്, എന്ത് പിടിച്ച് കിടക്കുകയായിരുന്നു, പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ഡെങ്കിപ്പനി അല്ലായിരുന്നു, ചിക്കൻ കുനിയ അല്ലായിരുന്നു, മഞ്ഞപ്പിത്തം അല്ലായിരുന്നു, എന്തായിരുന്നു, 4 പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പൊ എത്ര പോയിന്റ്, 4 പോയിന്റ്. ഇങ്ങനെ തന്നെ വേദോസം വ്യാഖ്യാനിക്കട്ടെ. വേദോസം അതിന്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കും. പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ കോണ്ടസ്റ്റ് ഭയങ്കര പ്രാധാന്യം. അപ്പൊ ഇവിടുത്തെ ഈ നിങ്ങൾ ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ കോണ്ടസ്റ്റ് എന്താ, നത്തിങ് ബട്ട് ഫാമിലി. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലമായി. പണ്ടൊരു അച്ഛന് പള്ളിയില് ട്രാൻസ്ഫറായി. അപ്പൊ വേറൊരു അച്ഛൻ അങ്ങോട്ട് വരികയും, അപ്പൊ ഈ പോകുന്ന അച്ഛന് ഇഷ്ടമില്ല, അച്ഛനെ പൊക്കി വിടുക മറ്റേ അച്ഛന് വേണ്ടി, ബിഷപ്പിനെ സ്വാധീനിച്ച്. അപ്പൊ ഈ വിടുന്ന അച്ഛനെ യാത്രയാകുമ്പോൾ വരുന്ന അച്ഛനെ സ്വീകരണം ഒന്നിച്ച് നടക്കുമ്പോൾ വിടുന്ന അച്ഛൻ ഒരു പണി വരുന്ന അച്ഛൻ കൊടുക്കണമല്ലോ. വിടുന്ന അച്ഛൻ പ്രസംഗിക്കാനെടുത്ത വചനം, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കും, ഞാൻ എവിടത്തോളം പോയി എന്ത് കഴിക്കട്ടെ. അപ്പൊ വന്ന അച്ഛൻ അതിലും വലിയ പുള്ളി എഴുന്നേറ്റു, എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും ഞാനാണ് നാടിന്റെ. കോണ്ടസ്റ്റ് ഇവിടുത്തെ കോണ്ടസ്റ്റ് എന്താ, അപ്പം ഫാമിലി. അല്ലേ, ഈ എബ്രാഹിം 13-ാം അധ്യായത്തിന്റെ വാക്യമാണ്, വീട്ടിൽ പോയി വായിച്ചാൽ. കോണ്ടസ്റ്റ് ഫാമിലിയാണ്. ഫാമിലിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബി കണ്ടന്റ് ഇൻ വാട്ട് യു ഹാവ്. നമുക്ക് എന്തുണ്ടോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, തൃപ്തി. എല്ലാവരും പറഞ്ഞു, തൃപ്തി. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്ത് വിതയ്ക്കുക, തൃപ്തിയില്ല. ആദ്യത്തെ പ്രാവശ്യം പിശാച് വന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ആരെ പോലാകും, ദൈവത്തെ പോലെ. അബദ്ധം പറ്റി മറ്റവനും അത്യുന്നതനും ഓടിക്കയറും, മൂലന്മാരും പിശാച് ബന്ധുക്കളായിപ്പോയി. അപ്പൊ എപ്പോഴും പിശാച് മനുഷ്യനെ തകർക്കുന്നത് എന്തിടുന്നറിയാം, അതിർത്തി ഇടാനായിട്ട്. ഈ അതിർത്തി നമുക്കിടുന്നത് എന്ത് വരുമ്പോഴാണ് നമുക്ക് അതിർത്തി ഉണ്ട്. സത്യത്തില് നമ്മുടെ കാറ് നമുക്ക് പോരാൻ തോന്നുന്നത് എപ്പോഴാണ്, നമ്മുടെ പള്ളിയില് മറ്റേ ഒരു ബാക്കി അതിൽ വലിയൊരു കാറും കൊണ്ട് വരുമ്പോ തൊട്ട് തുടങ്ങും നമുക്ക് ഈ കാർ എന്ത് ചെയ്യണം, പോരാ. നമുക്കിത് വേണ്ടിയിട്ടല്ല, പക്ഷെ സത്യത്തിൽ വേണം, ഇതുകൊണ്ടൊക്കെ ഒതുങ്ങി ജീവിക്കാനേ ഉള്ളൂ. എന്നാലും വേണ്ട. നമ്മളെ പലപ്പോഴും കടത്തിലാക്കുന്നത് എന്താ, അത് അത്യാഗ്രഹം. സത്യത്തില് ഈ എവിടുത്തെ ഏത് നാട്ടിലെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ഈ ബാങ്കുകാർ ഔദാര്യമായിട്ട് ലോൺ കൊടുക്കുക, പലിശയെല്ലാം കുറഞ്ഞപ്പോഴത്തേന് ഔദാര്യമായിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. ചുമ്മാ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ മതി, എന്താ വരുത്താൻ തരും, ലോൺ കൊണ്ടുതരും.
അത് ഈ SBTO, ഫെഡറൽ ബാങ്കോ നാഷണലൈസ്ഡ് ബാങ്കോ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഫോർമാറ്റാണ്. നമ്മൾ വക്കീലിനെ കാണണം, നോട്ടറിയെ കൊണ്ടുകൊണ്ട് പിടിക്കണം, അവിടെ കൊണ്ടു കൊടുക്കണം. സൊസൈറ്റി ആണ് ഗ്രഹാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം കൊണ്ടു കൊടുക്കണം, എങ്ങനെയൊക്കെയോ. എന്നാൽ ഈ ICC, മഹേന്ദ്ര ബാങ്ക് പോലൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ ഇരുന്നാൽ മതി. എവിടെ കൊണ്ടുവരും? വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ അച്ഛൻ ഗമിച്ചങ്ങ് ഇരിക്കും. എന്നിട്ട് ഒരു 50 പേപ്പർ അച്ഛാ ഇങ്ങോട്ട് ഒപ്പിട്ടുണ്ട്. ഈ ടിക്കറ്റിന്റെ പുറത്തോട്ടെല്ലാം എന്തിട്ടു ഒപ്പിട്ടു, നിരത്തി പിടിച്ചങ്ങ് ഒപ്പ. ഈ ഒപ്പെന്ന് പറയുന്നത് 3 തലമുറയ്ക്കുള്ള കെട്ടിയൊപ്പാണ്. എന്ത് ഒപ്പിട്ട് കൊടുക്കുക അല്ലേ? ഈ ലോണൊക്കെ കിട്ടും. പക്ഷെ ഇത് തിരിച്ചടക്കാൻ വയ്യാതെ വരുമ്പോൾ പിന്നെ ജപ്തിയായി രാത്രി CC-ക്കാർ വരുന്നു, കൊണ്ടുപോകുന്ന പ്രശ്നം. പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ അതൃപ്തിയാണ്. ഈ അതൃപ്തി എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മളെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യാനായിട്ട്. സത്യമല്ലേ? ഭർത്താവ് ഭാര്യയെ കമ്പയർ ചെയ്യും. ആരുമായിട്ടാണ്? ഒന്നീ പഴയ ഒരു കുറ്റിയുമായിട്ട്, അല്ലെങ്കിൽ അമ്മയായിട്ട്, അല്ലെ അപ്പുറത്തെ ചേച്ചിയുമായിട്ട്. ഇനി ഞാൻ അവിടെ പോയൊരു കറി കൂട്ടി, മോര് കറി. ഇപ്പോഴും എനിക്ക് എത്ര സോപ്പിട്ടിട്ടും ഈ കയ്യിലെ മണം പോകുന്നില്ല. നിന്റെ രംഗത്ത് കൊള്ളാൻ മതി. വീണു നമ്പർ 1 ഒരടിവര. അവിടെ മോര് കറി കൊള്ളാം. പിന്നെ ഇവക്ക് അവളെ കാണുമ്പോൾ എന്തോ കിട്ടും? മോര് കറി. ഇവരെങ്ങാണോ ഒന്ന് മിണ്ടുന്ന കണ്ടെങ്കിൽ തീർന്നു. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറാൻ തുടങ്ങി അല്ലേ? അപ്പൊ ഒരിക്കലും നമ്മളെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യരുത്? കമ്പയർ ചെയ്യും. പ്രത്യേകിച്ച് ഓർമ്മ വയ്ക്കുക, ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അത് സത്യത്തിൽ ഒരു നല്ല കൺസെപ്റ്റ് അല്ല. മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ല എന്ന് പറഞ്ഞാൽ, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ രണ്ടുപേരും ചിരിക്കാൻ പറ്റി പോലെ ഇങ്ങനെ നടക്കും. ചുമ്മാ ഈ കോംപ്ലിമെന്റിങ് ആണ്. ഒരാളുടെ കുറവ് ഒരാൾ എന്ത് ചെയ്യാം? നികത്ത്. എല്ലാവരുടെ കുറവ് ഒരാൾ നികത്ത് അല്ലേ? ഈ ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമല്ല കേട്ടോ. എൻ്റെ ഒരു പ്രശ്നമായിരുന്നു, ശരിക്കും റിയൽ ഒരു പ്രശ്നമായിരുന്നു. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തൊരു പ്രശ്നം. എൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലക്സ് ആയിരുന്നു എനിക്ക് നീളക്കുറവാണെന്നുള്ളത്. കൊച്ചിലെ നല്ല വണ്ണം വരുന്ന പൊക്കം കുറവായിരുന്നു. അപ്പൊ അപ്പയ്ക്ക് എന്നോ പൊക്കം എന്നറിയാം. എൻ്റെ അപ്പ എന്നോ നല്ല പൊക്കമുള്ളൊരു മനുഷ്യനാണ്. യുവായൊക്കെ ഇട്ട് നിന്നാൽ ഈ ഒരു തലമുടിയെല്ലാം നരച്ച് പുരിയെല്ലാം നിറച്ച് ഈ വൈറ്റ് ജുബായൊക്കെ മുണ്ടുമൊക്കെ കൊടുത്ത് ഇന്ന് ആരും നോക്കുന്ന ഒരു സൗന്ദര്യം. എൻ്റെ അമ്മയാണ് ഒരു ലുട്ടാപ്പിയത്. ഇത്രയും അപ്പോ എന്നെ കാണുന്നതെല്ലാം പറയും, എടാ നിനക്ക് അമ്മയുടെ പൊക്കം വരയ്ക്കുന്നത്. എനിക്ക് അങ്ങ് അരച്ച് കലക്കി കൊടുക്കാനുള്ള ദേഷ്യമാണ്. എൻ്റെ അപ്പ ഈ അമ്മയെ കെട്ടിയില്ലായിരുന്നെങ്കിൽ, ഒരു പൊക്കമുള്ള പെണ്ണെ കെട്ടിയായിരുന്നെങ്കിൽ എനിക്കെന്തോ കണ്ടേനെ, കേളനം കണ്ടേനെ അല്ലേ? അങ്ങനെ പലപ്പോഴും ആ കോംപ്ലക്സ് എന്നെ ഈ പിള്ളേർ ഏഷ്യയുടെ അപ്പൂന്ന് ഉണ്ടപ്പൂന്നൊക്കെ കളിക്കും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കോംപ്ലക്സാണ്. അപ്പൊ ഞാനൊരു ദിവസം പ്രീതിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പൊ അമ്മയും ഞാനും പിടിക്കുന്ന നടന്നു പോകുമ്പോൾ റോഡെ ഒരു മനുഷ്യൻ വരുന്നു. ഒരു കഷ്ടിച്ച് 4.5 അടി പൊക്കമുണ്ട്. ഇത്രയുള്ള ഒരു മനുഷ്യൻ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞാൽ നീ ആ മനുഷ്യനെ കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. എൻ്റെ ആ പുള്ളിയുടെ കൂടെ കല്യാണം ഉറച്ചിട്ട് മാറിപ്പോയി. ഞാൻ എൻ്റെ ദൈവത്തിന് ഓരോ എൻ്റെ അമ്മ ആ പുള്ളിയെ കെട്ടിയായിരുന്നെങ്കിൽ എന്ത് മാറ്റത്തില്ല അല്ലേ? നമ്മൾ എന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ വയ്ക്കില്ല. കുഞ്ഞിമാരെ പറഞ്ഞാൽ പൊക്കമില്ലായ്മയാണെന്ന് പൊക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറിയതുകൊണ്ട് കാര്യത്തിന്. അപ്പൊ തമ്പുരാൻ എപ്പോഴും നോക്കുന്നത് പറഞ്ഞാൽ കോംപ്ലിമെന്റിങ്ങാണ്. പൊക്കമുള്ള ഒരാൾക്ക് പൊക്കമില്ലാതെ എന്തിനറിയാം? തലമുറയ്ക്ക് ഒരുമാതിരിയൊക്കെ എന്ത് വേണം? പൊക്കം വേണം. ചിലപ്പോൾ നോക്കിയാൽ നല്ല വെളുത്ത ഒരു ചെറുക്കനൊരു കറുത്ത പെണ്ണിനെ കെട്ടി, അല്ലെ കറുത്ത ഒരു ചെറുക്കൻ വെളുത്ത പെണ്ണിനെ കെട്ടി, ഇരുൾ വിളിച്ചു പോകുന്നത് നമ്മൾ പറയും. പക്ഷെ ഇതിനകത്തൊരു എന്നാൽ ഈ പിള്ളേർക്ക് ഒരുമാതിരി കളറുണ്ടാകും. സത്യം. അപ്പൊ ഇതെല്ലാം ആരറിയും കേട്ടുന്നതാണ്? ദൈവം അറിയും. ചില കാരണമുണ്ട്. എപ്പോഴും നിങ്ങൾ നോക്കണം, ഒത്തിരി സംസാരിക്കുന്ന ഭാര്യയുടെ ഭർത്താവ് ഒന്നും എന്ത് ചെയ്തില്ല. സത്യമല്ലേ? അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സത്യത്തിൽ ഇത് നല്ലതാണ്. മിണ്ടാതിരുന്നാണ് എന്ത് ചെയ്തോളും. കേട്ടോ? ആദ്യമൊക്കെ നല്ല രസമായിരിക്കും. കാരണം ഈ പുള്ളി ഈ മിണ്ടാതിരിക്കുന്ന ഒരു ഗുണമുണ്ട്, ഇരുന്ന് എന്ത് ചെയ്തോളും കേട്ടോളൂ. പക്ഷെ ഒന്നും ഒരു കേൾക്കത്തില്ല. അതായത് വേറെ രസം. അത് കേട്ടിട്ടുള്ള ഈ ഈയിടയ്ക്ക് ഒരു ഫേസ്ബുക്കിലുള്ള കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് മിണ്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മൂടാൻ ടേപ്പർ കാർഡ് ഓൺ ചെയ്താൽ മതി. പക്ഷെ ഒരു കാരണവശാലും ഈ ടേപ്പർ കാർഡ് ആരും കാണരുത്. ഈ സംഭവം എനിക്ക് എന്ത് ചെയ്തോളും ഒക്കെ പറഞ്ഞോളൂ. അപ്പോ ഇതിനെന്തിനാ ഞാൻ ഒരു 10,000-1500 കുടുംബങ്ങളെങ്കിലും ഒബ്സർവ് ചെയ്തില്ല. ഞാൻ പലയിടത്ത് പോയിടത്ത് എനിക്ക് പണി കിട്ടിയത്, മിണ്ടുന്ന ഒരാളുടെ ഭർത്താവിന്റെ ഭാര്യ മിണ്ടത്തില്ലായിരിക്കും. മിണ്ടുന്ന ഭാര്യയുടെ നേരെ തിരിച്ചാൽ പലപ്പോഴും മിണ്ടുന്ന ഭാര്യയുടെ ഭർത്താവ് പലപ്പോഴും അത് എന്ത് ചെയ്തില്ല, സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തിനാ ഈ വിഷയം? അപ്പൊ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നൊരു സത്യം, ഈ 2 പേരും കൂടെ മിണ്ടിക്കൊണ്ടിരുന്ന എന്തൊരു ഗതികളായിരുന്നു. ഒരാൾ നിർത്തിയിട്ട് വേണ്ടേ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങാൻ. അപ്പൊ ഈ 2 പേരും മിണ്ടാതിരുന്ന എന്തൊരു രസമായിരുന്നു. ഒരാൾ മിണ്ടാത്ത ഒരു സ്ഥലമുണ്ട്, എവിടെന്നറിയാമോ? ശവക്കോട്ട. അവിടെ നിശബ്ദം. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞില്ലേ ശ്മശാന
അപ്പൊ ഈ രണ്ടുപേരും മിണ്ടിയില്ലെങ്കിൽ ഇതെന്തായിപ്പോ ശ്മശാനമുണ്ട്. അപ്പൊ തമ്പുരാൻ മിണ്ടുന്ന ഒരാൾക്ക് എന്ത് കൊടുക്കും? മിണ്ടാത്ത. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് വെറുതെ പറയുക. എൻ്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ മരിച്ചുപോയി, എൻ്റെ അമ്മയ്ക്ക് തന്നെ അറിയാത്തൊരു തിരിഞ്ഞിട്ടുണ്ട്. ഇതിന് ചുറ്റും നാവാണ്. അതിങ്ങനെ നിന്നാൽ ഇവിടെ ഇന്നോട് തന്നെ 5 പേർ വർത്താനം പറയും. അത് എന്തിനൊക്കെ പറയും നമുക്ക് തന്നെ അറിയത്തില്ല. എന്ന് പറഞ്ഞത് എൻ്റെ പെങ്ങളാണെങ്കിൽ സംസാരത്തോടെ, അവള് ഈ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ആണ്. ഈ വരുന്നവരോടൊക്കെ അങ്ങ് സംസാരിക്കുക. അപ്പോൾ അവിടെ ഡോക്ടർ ഈ തീരെ അങ്ങ് ക്ഷീണിച്ച് വരുന്ന രോഗികളൊക്കെ പറയാം, ഈ റിസൾട്ട് കിട്ടും, മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് ചത്തുപോയി ചിന്തിക്കുന്നവരോട് പറയും, നിങ്ങൾ കാര്യം ചേട്ടാ PA ഒന്ന് പോയി കാണും, പകുതി അസുഖം മാറും. അപ്പം ഈ ചായ ഇരിക്കുന്നവരൊക്കെ അവളെ എടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ചിരിച്ച് കളഞ്ഞ് ഭയങ്കര തമാശയും ബഹളമൊക്കെയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ എൻ്റെ പ്രിയ സഹിച്ചാൽ നാട്ടിൽ ചെന്നപ്പോൾ പുള്ളി ഒരു ബെർമുഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു, എനിക്ക് ആ ബെർമുഡ വേണം. എന്തിനാ ആവുന്നില്ല ബെർമുഡ ശുക്രമായ ബെർമുഡ കൈ കിട്ടി അവളത് ഇട്ടുകൊണ്ട് നടക്കും. ഒരു രസമാണ്, അവളാളൊക്കെ ജോലിയാണ്. അപ്പം ഇതെല്ലാം കണ്ട് വളർന്ന എനിക്ക് കല്യാണം കഴിച്ചപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. എന്താ ചോദിച്ചാൽ എൻ്റെ ഭാര്യ മിണ്ടത്തില്ല. ഇപ്പൊ ഒത്തിരി വ്യത്യാസം വന്നു, പക്ഷെ മിണ്ടത്തില്ല. എന്റെ കാര്യം അറിയാം, അവള് വളർന്ന വീട് എന്ന് പറയുന്നത് വളരെ യാഥാസ്ഥികമായ ഒരു കുടുംബമാണ്. അപ്പ പെൺപിള്ളേർ വർത്തമാനം, പെണ്ണുങ്ങൾ അധികം എന്ത് ചെയ്യണ്ട, അവളെ ഒത്തിരി ചിരിച്ച എന്ത് ചെയ്യണ്ടത്, ആരെങ്കിലും വന്നാൽ കണ്ണ് കാണിക്കും എന്ന് പറഞ്ഞ പെണ്ണ് ഇവിടെ പൊക്കോണം. ആണുങ്ങള് വർത്താനം പറയുന്നത് നിനക്കൊക്കെ എന്താടി, മറ്റേ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവരും വർത്താനം. അപ്പൊ ഈ ചുരുക്കത്തിൽ ഈ കല്യാണം കഴിഞ്ഞപ്പോ എനിക്കൊന്ന് സ്ട്രഗിളായി. ഞാൻ ഒരിടത്തൊരു ഇവിടെ പട്ടി പെണ്ണടി. അപ്പൊ ഇവിടെ മിണ്ടാൻ വേണ്ടി വല്ല മിണ്ടു, ആന മണ്ണത്തിലുമായി. ഈ പാർശ്വ ഭാര്യയല്ലേ എന്ത് ചെയ്തേ വെക്കത്തുള്ളൂ, മിണ്ടാനാവും. ചുരുക്കത്തിൽ ഈ പലയിടത്തും മിണ്ടിക്കാൻ നോക്കിയിട്ട് പിന്നെ എവിടെ പോയിട്ട് വന്നാൽ അടിയും. നീ എന്താണെന്നാ ഓർക്ക, നീ അങ്ങ് എന്ത് ചെയ്താൽ മതി. അപ്പൊ അവിടെ അച്ഛൻ ഞാൻ മിണ്ടണ്ടേ, ചാടി കയറി അത് ചാടി കയറി മിണ്ടണം. പക്ഷെ മിണ്ടത്തില്ല. ചുരുക്കത്തിൽ എൻ്റെ മനസ്സ് വ്യാകുലപ്പെടാണ്. അങ്ങനെ ഒരു രാത്രി, കല്യാണം കഴിഞ്ഞ 6 മാസത്തിനകത്ത് ഒരു രാത്രി എനിക്ക് നിരാശ കയറിയിട്ട്, അപ്പോഴത്തേനെ ഈ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേനെ അമ്മ ഇടിപാടി മോളെ നീ ഇവിടെ ഇരിക്കടി വർത്താനം പറയും. അവർക്ക് ഇരിക്കാൻ പേടിയാണ്, കാരണം അവളെ മിണ്ടത്തില്ല. മിണ്ടി ഇരുന്ന എന്തോ ചെയ്യേണ്ടി വരും, വർത്താനം പറയും. പക്ഷെ എല്ലാവർക്കും ഒരു സ്പേസ് കൊടുക്കണം. സ്പേസ് കൊടുത്താലേ മനുഷ്യൻ ആരാകത്തുള്ളൂ, മനുഷ്യരാകത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ ഭാര്യ മിണ്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ഫാനെ കയറിട്ട് കുരുക്കെടുത്ത് കയറിട്ട് ഇടുമ്പോൾ അപ്പുറത്ത് മോൻ പ്രതിസന്ധിയിലാണ്. അപ്പോൾ അന്ന് അവിടെ ഏതോ ഒരു ബന്ധു കല്യാണത്തിന് വീട്ടിലോട്ട് പോയി, അവിടെ ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ അമ്മ വന്നപ്പോൾ വാതിൽ ഇടിച്ചു, തുറക്കടാകത്. അപ്പം ഞാൻ മിണ്ടായിരിക്കാം. പക്ഷെ അമ്മയ്ക്കൊരു ഉൾവിളി ഉണ്ടായിട്ട് വന്നു. അമ്മ വന്നപ്പോൾ ഞാൻ കയറി ഇറങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം, അന്ന് പാസ്റ്ററാണ്, എന്തിനാ ഈ പച്ചയ്ക്ക് പറയണത്, മനുഷ്യനാണ്. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം പിടി, പിശാച് ഇതുപോലെ മനുഷ്യനെ നിരാശപ്പെടുത്തുന്ന ഒരു മേഖലയുണ്ട്. എവിടെ? കുടുംബം. അവിടെ എന്ത് ഏറ്റവും വലിയ അവൻ്റെ ആയുധം എന്തിടാൻ തുടങ്ങും? അതിർത്തിയിടാൻ. അപ്പോൾ അതിർത്തിയിടാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നന്മകൾ കണ്ടു നോക്കി. പിന്നെ എനിക്ക് അങ്ങോട്ട് സന്തോഷം കുറഞ്ഞു. ഞാൻ പിന്നെ പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ഭാഷമാർ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഭാഷ എൻ്റെ പൊന്ന ഭാഷ ആ സഭയിലൊന്നും എനിക്ക് സഭാചാര്യ വേണ്ട. ഞാൻ ചെന്ന കാര്യം അവിടെ മനുഷ്യൻ അങ്ങനെ നമുക്ക് വേണ്ട ഭാഷ, എൻ്റെ പൊന്ന ഭാഷ സഭാചാര്യ വേണമെന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യാൻ ഇവിടെ കൊണ്ട് ഒക്കത്തില്ല ഭാഷ, 1000 നാമം ഇല്ലാത്ത വർഷത്തിൽ ഉള്ളു. അപ്പോഴാണ് ഞാൻ ഓർത്തതാണ് ഒരു കുഴപ്പമില്ല. മറ്റേ ഓടുന്ന വർഷം ഇവിടെ കയ്യിൽ ഇവിടെ നാമം ശരിയല്ല, പറയാൻ നമുക്ക് പിന്നെ കിട്ടിപ്പോയില്ല, കളയാനാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞു ഭാഷ എനിക്കൊക്കെ വേണം. അപ്പൊ ഞാൻ അവർക്ക് മിന്നിയിലേലും കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാക്കത്തില്ല. അവിടെ അപ്പൊ പ്രിയപ്പെട്ടവരെ അതുപോലെ സംസാരിക്കും കേട്ടോ. അതൊക്കെ ഈ മനുഷ്യന് സ്പേസ് ആകുമ്പോൾ ആരാ മാറ്റം വരുത്തുന്നത്? ദൈവം മാറ്റം വരുന്നത്. ദൈവം ഈ കർത്താവായ യേശു ജനിച്ചത് രാജകൊട്ടാരത്തിലാണ് അല്ല. യേശു ജനിച്ചത് എവിടാ? യേശു ജനിച്ചത് ഒരു തച്ചന്റെ മകനായിട്ട്. തച്ചന്റെ ജോലി എന്താ? എത്ര തച്ചുളഞ്ഞ സാധനത്തെയും രൂപമില്ലാത്തതിനെയും ഈ മുഴകളുള്ളതിനെയും ഒരു രൂപമില്ലാത്ത തടി തച്ചന്റെ കയ്യിൽ കിട്ടിയാൽ തച്ചൻ അതിനെ മനോഹര ശില്പമായിട്ട് മാറ്റും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം, അതൃപ്തിയുടെ ആത്മാവ് നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എന്തിൽ അതൃപ്തിപ്പെടുന്നോ അതിനെ തമ്പുരാന്റെ കരങ്ങളിൽ കൊടുത്ത പണിതെടുത്ത് തരുന്ന ഒരുവനെ എനിക്കറിയാം. അവന്റെ പേരാണ് നസറത്തിലെ തച്ചനായ യേശു. യേശു എന്ത് ചെയ്യുന്നവനാ? പണിയുന്നവനാ.
പിശാച് പൊളിക്കും എന്ന എൻ്റെ യേശു എന്ത് ചെയ്യും? കർത്താവിന് സ്തോത്രം ചെയ്താണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ ഈ ചില സ്റ്റിക്കർ കണ്ടില്ലേ, മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പൻ്റർ. ഞങ്ങളെ എത്തിക്സ് പഠിപ്പിച്ചൊരു അച്ഛനുണ്ടായിരുന്നു, ജേക്കബ് തോമസ്. പുള്ളിയുടെ ഒരു എപ്പോഴും പറയുന്നൊരു വാക്ക്, ജഡ്ജൻ പറയുന്നൊരു വാക്കുണ്ട്, മൈ ബോസ് ഹീസ് എ ജൂയിഷ് കാർപ്പൻ്റർ. പുള്ളിയുടെ ക്ലാസ് എപ്പോഴും വരുന്നത് ശരിയാണ്. നമ്മുടെ ബോസ് ആരാ? ഒരു തച്ചനാണ്. തച്ചൻ നമ്മളെ എന്ത് ചെയ്യാൻ തുടങ്ങും? പണിയാൻ തുടങ്ങും അല്ലേ? പ്രിയപ്പെട്ട ഒരു തച്ചൻ മരത്തെ പണിയും, എന്നാൽ മനുഷ്യനെ പണിയുന്ന, കുടുംബത്തെ പണിയുന്ന ഒരു തച്ചനെ ഞാൻ എനിക്ക് പരിചയപ്പെടുത്താം. ആ തച്ചന്റെ പേരാണ് നാസറേനായ യേശു എന്ന തച്ചൻ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത. അപ്പൊ ഈ പിശാച് ഏറ്റവും വലിയ അവന്റെ മേഖല എന്ന് പറയുന്നത് എന്തുകൊണ്ടിടാൻ നോക്കും? അതിർത്തി കൊണ്ടിടാൻ നോക്കും അല്ലെ? അതിർത്തി കൊണ്ടിടാൻ. അപ്പൊ ഈ മിണ്ടുന്ന ഭാര്യയുടെ മിണ്ടാന്ന് പറയും. പക്ഷെ ഇതിനെ രസകരമായിട്ട് നോക്കിയോ, നല്ല രസകരം. ഇത് നോക്കിയോ, ഭയങ്കര ദേഷ്യമുള്ള ഭർത്താവിന്റെ ഭാര്യയ്ക്ക് എന്ത് കാണത്തില്ല? ദേഷ്യം കാണത്തില്ല. ദേഷ്യമുള്ള ഭാര്യമാർക്ക് ദേഷ്യം കയറുന്ന കണ്ടവണ്ടല്ലോ ഈ ഇവളുമാർ. അതുകൊണ്ടല്ല ഈ ഭദ്രനായി ഭദ്രനായെ പോലെ സത്യമാണ്. മുടിയൊക്കെ അഴിച്ചിട്ട് ഒരു മനുഷ്യനെ അവനെ നിയന്ത്രിക്കാൻ നോക്കത്തില്ല. അവർക്ക് അത് പിന്നെ പറയും 5 മിനിറ്റ് നേരത്തേക്ക് ഉള്ളെന്ന് പറയും. സത്യമാണ്. ഈ അങ്ങനെ അണുവും പൊട്ടിയാൽ എത്ര നേരത്തെ ഉള്ളു? പിന്നെ ഒരു കുഴപ്പം, ഇതുണ്ടാക്കിയ എഫക്റ്റ് ഇങ്ങനെ എന്ത് ചെയ്തോണ്ടേയിരിക്കും, പൊട്ടിക്കൊണ്ടേ അല്ലേ? അപ്പം ഭയങ്കര ദേഷ്യമുള്ള ഭാര്യമാരുടെ ഭർത്താക്കന്മാർക്ക് എന്തോ കാണുന്നില്ല? ദേഷ്യം കാണുന്നത്. എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റിക്ക് എന്നോട് ദേഷ്യം എന്നറിയോ? ദേഷ്യം എന്ന് പറഞ്ഞാൽ അവര് ചലപില കൊരങ്ങ മരത്തലയ ഒന്ന് വിളിക്കുക. അപ്പൊ ഞാൻ ഈ എൻ്റെ ഒരു അങ്കിളാണ്, ഞാൻ ഈ അങ്കിളിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു അവാർഡ് തരണം. എന്തൊരു ക്ഷമയാണ്. അപ്പം അങ്ങനെയാണ് ചോദിച്ചത്, എന്തിനാ നിങ്ങൾക്ക് അവാർഡ്? അല്ല, ഈ ആൻറ്റി ഇത്രയും ദേഷ്യപ്പെട്ട് ഒന്നും വേണ്ട. എടാ പോടാ മോനെ, ആര് കേട്ടോ? അവളെന്താ വിളിച്ചേ? ഞാൻ ശ്രദ്ധിച്ചു പോയില്ല. അതവിടെ കിടക്കൂടാ, ആരും ശ്രദ്ധിക്കുന്നടാ. അപ്പൊ നോക്കി, വലിയ കോപമുള്ളവർക്ക് ദൈവം എന്ത് കൊടുത്തു? ഭൂമിക്കകത്ത് ഒരു തന്നെ കൊടുക്കുക അല്ലേ? അപ്പൊ ഇതെല്ലാം ദൈവം നമ്മളെ ഇന്ന് എന്ത് കാണുന്നു എന്നുള്ളതല്ല, നാളെ നമ്മൾ എന്താകുമെന്ന് അറിഞ്ഞ് നമുക്ക് തരുന്ന നമ്മുടെ പങ്കാളിയെ ഓർത്ത് എന്നും ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. വ്യത്യാസപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം വ്യക്തിയെ ഓർത്ത് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവ് യേശു പറഞ്ഞില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കണം. നമ്മൾ ഈ പങ്കാളി ഞാൻ ഒരു ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യില്ല. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവെ, എനിക്ക് തന്നെ ഈ കുരിശ്, എനിക്ക് തന്നെ, നമ്മളിങ്ങനെ കുരിശെടുത്ത് പറയും, തന്നെ താൻ ധരിച്ചു തന്റെ കുരിശ്. എന്റെ കുരിശ് ആരാ? അല്ലേ? അതല്ലാതെ നമ്മുടെ ഭാര്യയെ നമുക്ക് തന്നതിനോർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം. എന്നെ ജീവിതം പഠിപ്പിച്ചത് ഒരു സത്യമാണ്. ഭാര്യയെ ഓർത്ത്, പങ്കാളിയെ ഓർത്ത് നീ എന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുന്നു, അന്ന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വ്യത്യാസം വരാൻ. ഞാനീ പറയുന്നത് കർത്താവേ, അച്ഛൻ വഴിയെ പോയേക്കാണെ കാറെ സൂക്ഷിച്ചോണെ, അപകടമൊന്നും ഉണ്ടാകരുത്, ദൂതന്മാരെ കാവൽ ചെയ്യണമേ. അതല്ല, അത് കാവൽ ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. കാരണം അങ്ങനെ പോയാൽ പിന്നെ നമ്മളെ ആരാ കൊണ്ടുപോകുന്നത്? ടാക്സിക്കാരൻ എന്ത് കാശ് കൊടുക്കണം, മറ്റേ ആവുമ്പോൾ അത് ലാഭമല്ലേ അല്ലേ? ഈ കാര്യമല്ലേ പറയും. നമ്മുടെ ഉള്ളീന്നൊരു സ്തോത്രം ഞാൻ ചങ്കി തൊട്ടെന്ന് പറയാമോ? ഇങ്ങനെ തന്നെ കർത്താവേ എനിക്ക് തന്നല്ലോ, അതിനായിട്ട് സ്തോത്രമെന്ന് പറയാൻ തൻ്റെ ഉള്ളവരെന്ന് സ്തോത്രം ചെയ്യാം. പൊന്തിയോസ് പിലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ചവനും മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിപ്പാൻ കടന്നു വരുന്നവരുമായ കർത്താവായ യേശുവിനെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ചോദിക്കുക, അങ്ങനെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം, ഈ ആളല്ലായിരുന്നു നിങ്ങളുടെതെങ്കിലും നിങ്ങളുടെ ജീവിതം കട്ടപ്പോയായിരുന്നു. ഞാനത് മനസ്സിലാക്കിയൊരു സത്യം. ഞാനൊരു ദിവസം ഇതെന്നെ ദൈവം ഇങ്ങനെ പലപ്പോഴും ഈ ആത്മാവ് പല രീതിയിൽ ഇടപെടുകയും, ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത്, അന്നും അത്യാവശ്യം ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ചെയ്യും. എനിക്ക് സംസാരിക്കാൻ കേൾക്കാൻ ഒരു നല്ല ക്ഷമയുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നും ഇങ്ങനെ ആൾക്കാർ എന്നെ തേടി വരുന്ന സമയം. അപ്പൊ ഞാൻ പക്ഷെ അസംതൃപ്തനാണ് ഉള്ളിൽ. അങ്ങനെയൊക്കെ ഒരു ദിവസം റാന്നിയിൽ കൂടി ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ബൈക്കിൽ ഒരു പയ്യനൊരു പെണ്ണുമായിട്ട് പോകും. പുത്തൻ പുതുക്കടി കല്യാണമൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഈ പെണ്ണ് നല്ല സുന്ദരി, സിനിമാ നടി ഒരു മോനിക്ക മരിച്ചു പോയിരുന്നു. അവളുടെ ആക്സിഡന്റ് മരിച്ചു പോയി. ഇവിടെ എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട, ഈ ഡിവൈഡറിലേക്ക് ഒരു മരിച്ചൊരു സിനിമാനില്ലേ, മോനിക്ക അല്ലേ, മോനിഷ. ഓക്കെ, മോനിഷയെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പൊ ഇവള് പോയപ്പോ എന്റെ അടുത്ത് ഇന്നൊരു കൊച്ചുദ്ദേശിയുണ്ട്, പഠിക്കുന്നേ ഉള്ളൂ. സത്യത്തില് ഇവൻ അറിയാമെന്ന് പറഞ്ഞു. എന്റെ അച്ഛാ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നതാണല്ലോ, ഇവൻ ഇവിടെ അടിച്ചോണ്ട് പോയത്, അറിയാതെ പറഞ്ഞു പോയത്, ഭാഗ്യവാൻ. അപ്പൊ പിന്നെ ഉപദേശിക്കാതെ പറഞ്ഞത് മനുഷ്യനല്ലേ.
ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തോട്ട് ഭാഗ്യവാൻ, ഇവനൊരു മന്നൂത്തി ടൈപ്പാണ്. ഇവൻ ഈ പെണ്ണെ കിട്ടിയില്ല, എന്തൊരു ഭാഗ്യം, എന്തോ സുന്ദരിയാ കൊച്ചിനെ കാണാൻ. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ അടുക്കാന്ന് പറഞ്ഞാൽ അവൻ പിന്നെ പെന്തക്കോസ്ത് വിശ്വാസിയുമല്ല, പള്ളിയിൽ കൂടുന്നത്. ഇവനെ പ്രിൻസിപ്പൽ നിങ്ങൾ ഇങ്ങനെ കുടുംബ കൗൺസിലിംഗൊക്കെ ചെയ്യുമെന്നൊക്കെ ഞാൻ കേട്ടു. എന്നോട് ഒരാൾ പറഞ്ഞു നിന്നെ വന്ന് കാണാൻ. അവനെന്നെ ഇച്ചിരി യൂറായിട്ട് പഠിച്ചു. ഞാൻ ചെന്നാടാ. അപ്പം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായില്ല, ഒരു സ്വസ്ഥത ജീവിതത്തെ അനുഭവിച്ചു. അപ്പാനും അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് മാറി ആകെ പ്രശ്നമാണ്, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചു എന്നെ പറ്റിയത്. ആണെന്ന് പറയാ, എടാ അവിടെ വായിന്ന് തെറിയല്ലോന്ന് വരത്തില്ല, പൂരപ്പാട്ട സന്ധ്യയായ. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ കർത്താവ് ഏതാണ്ട് ഒരുത്തി കിടക്കുന്നു, മിണ്ടത്തില്ല, എന്തോ. അപ്പൊ നമ്മൾ ഈ ഭാഗ്യവതി എന്ന് കാണുന്ന പലതും എന്തല്ല, ഭാഗ്യവതി അല്ലെന്നേ. നമ്മളെ പോലെ ഭാഗ്യവം വേറെ ആരുമില്ല. ആ പാവം അവിടെ കിടന്നോളൂ, ഒന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. അപ്പൊ നമ്മുടെ പങ്കാളിയെ ഓർത്ത് എന്ത് ചെയ്യണം? സ്വതന്ത്രം ചെയ്യണം, ഉള്ളതിൽ തൃപ്തിപ്പെടണം. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. ഞാൻ വേഗത്തിൽ ഒരു 2 കുടുംബങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് വേദപുസ്തകത്തിലെ ഒരു 2 കുടുംബങ്ങളെ നമുക്ക് നോക്കിയിട്ട് മുമ്പോട്ട്. ഒന്ന്, ഈ യാക്കോബിന്റെ കുടുംബം. ഈ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള 2 കുടുംബങ്ങളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇഷ്ടപ്പെടുക. എന്നിട്ട് അടുത്ത ഒരു തലത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം, ചിന്തകളെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഈ യാക്കോബിന്റെ ചരിത്രം നിങ്ങൾക്ക് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബ്, ഈ ഇസഹാക്കിന്റെ കുടുംബ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിലാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തില് ശ്രദ്ധിക്കണേ, ഈ കുടുംബം ഭയങ്കരമായിട്ട്, ഈ നമ്മുടെ പിതാക്കന്മാരുടെ കുടുംബമാണെങ്കിൽ പോലും, വിശ്വാസ പിതാക്കന്മാരുടെ കുടുംബമാണെങ്കിൽ പോലും അവരുടെ വീഴ്ചകളിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഇസ്ഹാക്കിന്റെ കുടുംബജീവിതത്തിന്റെ ഒരു പ്രശ്നം നോക്കിയും, ഇസ്ഹാക്ക് കണ്ണ് കാണാതെ വൃദ്ധനായി. അപ്പൊ വൃദ്ധനായപ്പോൾ അന്നത്തെ ഇസ്രായേലിയ പാരമ്പര്യം അനുസരിച്ചിട്ട് അപ്പന് മൂത്ത മോൻ എന്ത് കൊടുക്കണം? അനുഗ്രഹം കൊടുക്കണം. അപ്പൊ ഈ അപ്പന് മൂത്ത മോൻ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ യേശാവിനെ വിളിച്ചിട്ട് പറയണം, ഈ അനുഗ്രഹിക്കണമെങ്കിൽ വയറ് നിറയണം, വേണ്ടേ? വയറ് നിറഞ്ഞ് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അപ്പൊ അപ്പന് മോനോട് പറഞ്ഞു, നീ പോയിട്ട് എന്തോ കൊണ്ടുവരണോ? വേട്ടയിറച്ചി കൊണ്ടുവരണം, വേട്ടയിറച്ചി കൊണ്ടുവരണം. അവിടെ ഏതായാലും ഈ മറ്റേ വനപരിപാലന നിയമമൊന്നും ഇല്ലായിരുന്നു, എന്തോ കൊണ്ടുവരാ, ഇറച്ചി പിടിക്കാം. അപ്പൊ അങ്ങനെ വേട്ടയ്ക്ക് പോയി. ഈ വേട്ടയ്ക്ക് ഈ അപ്പൻ ഈ മോനോട് പറയുന്നത് ആര് കേട്ടു? അമ്മ കേട്ടു. അമ്മ എങ്ങനെ കേട്ടു? ഒളിച്ചിരുന്ന് കേട്ടു. എന്നിട്ടാണ് യാക്കോബിനോട് ഒന്ന് പറയുന്നു, എടാ നിന്റെ അപ്പൻ ഏശാവിനോട് ഇങ്ങനെ പറയുന്നത് ഞാൻ എന്ത് ചെയ്തു? കേട്ടത് പറഞ്ഞു. അപ്പൊ ഈ അമ്മ കേൾക്കാതാണ് അപ്പൻ ആരോട് പറഞ്ഞത്? ഏശാവിനോട് പറഞ്ഞു. അപ്പൊ അപ്പനും അമ്മയും തമ്മിൽ അവിടെ എന്തോ ഇല്ലായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഇല്ല. അത് തന്നെയല്ല, ഈ അമ്മ കേൾക്കാതാണ് അപ്പൻ ആരോട് പറഞ്ഞത്? ഏശാന്ന് പറഞ്ഞത്. ഈ അമ്മ ഇത് എങ്ങനെ കേട്ടു? പാത്തിരുന്ന് കേട്ടു. ഈ പാത്തിരുന്ന് കേട്ടിട്ട് അമ്മ ഇത് ആരോട് പറഞ്ഞു? ഇളയമോനോട്. അപ്പൊ ആ വീട്ടിലെ ഒരു പ്രശ്നം എന്നാ ചോദിച്ചാൽ, ഈ ഇസഹാക്ക് അപ്പനും മൂത്ത മോനും എന്തായിരുന്നു? ഒന്നായിരുന്നു. അമ്മയെ ഇളയ മോനും ആരായിരുന്നു? ഒരു കൈയായിരുന്നു. നമ്മുടെ വീട്ടിൽ പലപ്പോഴും ഒക്കെ പറ്റും. നമ്മളെ മിക്ക വീട്ടിൽ നോക്കിയോ അപ്പനും മോളും എന്തായിരിക്കും? ഒറ്റ കൈയായിരിക്കും. അമ്മയും മോനും എന്തായിരിക്കും? ഒരു കൈയായിരിക്കും. സത്യം നമ്മുടെയൊക്കെ വീടുകൾ നോക്കിയോ അപ്പനും മോളും കൂടെ എന്തായിരിക്കും? ഒരു കൈയായിരിക്കും. അമ്മയും മോനും ഒരു കൈയായിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ അമ്മയും മക്കളും ഒരു കൈയായിരിക്കും, അപ്പൻ ഒറ്റയായിരിക്കും. അപ്പൊ ഇവിടെ അതാണ് പ്രശ്നം. അപ്പൊ ഈ അപ്പന് അവിശ്വാസം ആരെ? അമ്മേ. അപ്പോഴേ അപ്പൻ അറിയാം ഈ അമ്മയും മോനും കൂടെ കൊപ്പര ഒപ്പിക്കുന്നു. അതുകൊണ്ട് ഈ അമ്മ ഉടനെ യാക്കോബിനോട് പറയുന്നു, നീ എന്ത് ചെയ്യണം? നീ പോയിട്ട് ആട്ടിനെ കൊണ്ടുപോവാ. അവൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ചുമ്മാ എന്താ ഈ പറയുന്നേ? അപ്പൻ ഈ പണി കാണുമെന്ന് അറിയാം. അപ്പൻ എന്നെ ഞാൻ അതുകൊണ്ട് ഞങ്ങൾ തപ്പി നോക്കിയിട്ട് അപ്പൻ എന്ത് ചെയ്തു? കഴിക്കത്തു. ഈ തപ്പി നോക്കണമെങ്കിൽ അപ്പൻ എന്തോ ഇല്ല, വിശ്വാസം ഇല്ല. വിശ്വാസം ഉണ്ടെങ്കിൽ തപ്പി നോക്കണം, കഴിച്ചാൽ പോലെ. അപ്പൊ ഇവരെന്തെങ്കിലും പണി കപ്പിക്കുമെന്ന് ആർക്കറിയാം? അപ്പനറിയാം. അതിന് ഈ അമ്മ എന്താ ചെയ്യുന്ന അറിയാമോ? ഇവനെ ആട്ടിനോമൊക്കെ ധരിപ്പിച്ച് ആരൊക്കെ പറഞ്ഞു വിട്ടു? അപ്പൻ. ഈ അപ്പൻ ആദ്യം ചെയ്തത്, മോനെ കേശവ എന്ന് പറഞ്ഞപ്പോ നീ വന്നേടാ, ഞാൻ നിന്നെ എന്ത് നോക്കട്ടെ, തപ്പി നോക്കട്ടെ. അപ്പൊ ഈ കുടുംബത്തിന്റെ പ്രശ്നം അവിടെ എന്തോ ഇല്ലായിരുന്നു, വിശ്വാസം ഇല്ലായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ഒന്ന്. രണ്ട്, അപ്പനും അമ്മയും രണ്ട് കൈയായിരുന്നു. അപ്പനും മോനും ഒരു കൈ, അമ്മയും മോനും ഒരു കൈ. അമ്മ ഇളയത് ഒരു കൈ, അപ്പനും മൂത്തവനും ഒരു കൈ. അങ്ങനെ പാടില്ല. അപ്പനും അമ്മയും ഒറ്റ കൈയായിരിക്കണം. മക്കള് സത്യമായിരിക്കണം.
മക്കളടിക്കുന്ന ഒരൊറ്റ ഗോള് ഈ കോട്ടിൽ കയറരുത്. പക്ഷെ ഈ ഗോളിൽ നിന്ന് അടിക്കുന്ന മുഴുവൻ പന്തും എവിടെ ചെല്ലണം? അവിടെ ചെല്ലണം. അതിന് അപ്പനും അമ്മ എന്തായിരിക്കണം? ഒറ്റക്ക്. ഇപ്പൊ ടി വി കാണണ്ട, ടി വി കാണാം. ഈ അപ്പം മഹാമണ്ഡലത്തില ഈ പിള്ളേർ ടി വി കാണട്ടെ. പക്ഷെ അപ്പം പറഞ്ഞു എന്തോ കാണണ്ട, ടി വി കാണും. അമ്മ പറഞ്ഞു, ഇടാ ഞാനാടാ മേടിച്ചത്, ആയുടെ അല്ലടാ ഞാനാടാ, എന്റെ ഞാൻ മേടിച്ച ടി വി അത് കാണണ്ട പിള്ളേർ, കാണണം കാണാം. അപ്പൊ പിള്ളേർക്ക് ഡബിൾ മെസ്സേജ് കിട്ടി, കാണണം കാണണ്ട. നിങ്ങൾ കണ്ടു സ്കിസോഫേനിയ? മഞ്ജു അസുഖത്തിന് വരുന്നു സ്കിസോഫേനിയ അല്ലേ? അല്ലേ? സ്കിസോഫേനിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിന്റെ പ്രശ്നം അറിയാമോ? ഒരേ സമയം ഡബിൾ മെസ്സേജ് വരും. ആണോ? ആണോ? ഈ ഇങ്ങനെയുള്ള പിള്ളേരാണ് നാളുകളിൽ സ്കിസോഫേനിക്കാണെന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് രണ്ട് മെസ്സേജ് ഒരുപോലെ കിട്ടുന്നു, കാണണം കാണണം. ടൂറ് പോകണമെന്ന് അച്ഛൻ അമ്മ പറഞ്ഞു, പോട്ടെ എല്ലാ പിള്ളേരും പോകത്തില്ലേ, അത് ടൂർ പോയാലും കുഴപ്പം, ഈ പൊടി അമ്മ പൈസ ഈ പൊടി. അപ്പം പറഞ്ഞു എന്ത് ചെയ്യണ്ട, പിന്നെ അധികം വരെ പട്ടം വരികയാണ്. അപ്പം പറഞ്ഞ് ജയിക്കണോ അമ്മ വയ്ക്കണം. ചുരുക്കത്തിൽ മിക്കവാറും അപ്പനാണ് നാട്. കാരണം സാമ്പത്തിക ശേഷി ആക്കാൻ ആണല്ലേ ഒക്കത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ UK ഒരു വീട്ടിൽ പോയി. എന്നെ ഒരു ഭാഷ കൊണ്ടുപോയതാണ്. ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു പോട്ടെ. ആ വീട്ടിൽ ചെന്നപ്പോൾ ഇവിടെ അല്ല, അവിടുത്തെ ഒരു സിസ്റ്റത്തിൽ ഇച്ചിരി ദൂരെയാണ്, ഞാൻ സ്ഥലം പറയുന്നില്ല. ഞാൻ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ തണുപ്പിന്റെ സമയമാണ്, നവംബർ മാസത്താണ്, സെപ്റ്റംബർ ഒക്ടോബർ ആ സമയം, നല്ല തണുപ്പാണ്. ശ്രദ്ധിച്ചു കേൾക്കണ കാര്യം, വിറച്ചോണ്ടിരിക്കുക. അപ്പൊ ഈ പിള്ളേരങ്ങ് വിറയ്ക്കുന്നു, എന്നെ നല്ല വെള്ളടിക്കുന്ന ഒരുമാതിരി വിറച്ചിരിക്കും. അപ്പൊ ഞാൻ കയറി ചെന്നിട്ട് പറഞ്ഞു ഹീറ്റർ ഒന്ന് ഓൺ ചെയ്യാം, എന്നെ തണുക്കുന്നു. ഞാൻ ഹീറ്റർ ഓൺ ചെയ്യാം. സത്യം എനിക്ക് തണുപ്പ് പാടാം. ഞാൻ പറഞ്ഞു എന്നെ തണുക്കുന്ന ഹീറ്റർ ഓൺ ചെയ്യും. അപ്പം പുള്ളിക്കാരത്തി പതുക്കെ അയച്ചിടാൻ തുടങ്ങി, ഹീറ്റർ ഇല്ല. അപ്പൊ അവിടുത്തെ ഒരു വിഷയം, ഈ ആ സ്ഥലത്ത് ഇത് പിന്നെ ടോപ്പപ്പ് ചെയ്യുക, മന്ത്ലി പേയ്മെന്റ് അല്ല, ടോപ്പപ്പ് ചെയ്യും. അപ്പൊ ടോപ്പപ്പ് ചെയ്തപ്പം ഇത് തീർന്നു കഴിഞ്ഞപ്പം ഇനി ആരാണ് ഇത് എന്ത് ചെയ്യുന്നത്? ടോപ്പപ്പ് ചെയ്യണ്ടേ? അച്ഛൻ ചെയ്യണോ അമ്മാമ ചെയ്യണം? രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് ഈ 3 ദിവസമായിട്ട് ഇത് എന്ത് ചെയ്യാതിരിക്കുക? ടോപ്പപ്പ് ചെയ്യാതിരിക്കുക. ഈ പിള്ളേരെ കിടന്ന് പറയ്ക്കുക. 3 ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഒന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടി ഒന്നുകൂടെ ഓ ഏതാ 3ന്റെ പുറത്ത് ഈ കൊച്ചിന്റെ പുറത്തോട്ട് എന്തോ ഇടാൻ ഒരു ജാക്കറ്റ് ഇടാൻ. എന്നാ പിന്നെ ഹീറ്റർ പോലെ പോരാ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ അന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാതെ ഞാൻ ചോദിച്ചാൽ ഞാൻ മേടിച്ചിട്ട് ഇനി കഴിക്കണ്ട. ആര് പറഞ്ഞു? ഭാര്യ പറഞ്ഞു. തത്ത പറഞ്ഞു ഞാനും മേടിച്ചിട്ട് എന്ത് ചെയ്യണ്ട, കഴിക്കണം. അപ്പൊ അയാൾ കണക്ക് പറഞ്ഞു, മിനിഞ്ഞാന്ന് ഞാൻ കൊണ്ടുവന്ന ഇതെന്താ കൊണ്ടുവന്ന് അറിയാമോ? ഈ സെയിലിൽ വെച്ച വിസാര ഓഫർ ഇടുമല്ലോ, അതാ കൊണ്ടുവന്നു. പിള്ളേർ വിറയ്ക്കുക. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് പിടി കിട്ടിയത്, ഭാര്യയുടെ കയ്യിലെ പൈസയുണ്ട്, ഭർത്താവിന്റെ കയ്യിലെ പൈസയുണ്ട്. വീട്ടിൽ ഈ ഭർത്താവിന്റെ വീട്ടിൽ ഇച്ചിരി പൈസ അയച്ചു കൊടുക്കണമായിരുന്നു, കൊടുത്തു. ചുരുക്കത്തിൽ അവരുടെ ചൊല്ലി ഉണ്ടായ പ്രശ്നമാണ്. ഭാര്യ തീരുമാനിച്ചു എന്തോ ഇടത്തില്ല, ടോപ്പപ്പ് ചെയ്യത്തില്ല. അയാളും പറഞ്ഞു ഞാനും ടോപ്പ്. ചുരുക്കത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ല, പിന്നെ ഗ്യാസ് ഇല്ല, വിറയ്ക്കുക, ഭക്ഷണമില്ല, പിള്ളേർ നിൽക്കുക. 2 പിള്ളേർ, 52 പിള്ളേർ, എന്നുള്ള സൗകര്യമുള്ള 2 പിള്ളേർ. ഞാൻ പതുക്കെ അവരോടൊന്ന് സംസാരിക്കാൻ പറയും. എനിക്കിവരെ കുറച്ച് പശ്ചാത്തലം കിട്ടി. ഞാനൊരു കാര്യം അവിടെ ചോദിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നീ എന്തോ ചെയ്തേനെ? എടാ ഒരു 10 വർഷം മുമ്പോ 12 വർഷം മുമ്പോ UK ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിട്ട് നിങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ബഹുഭൂരിപക്ഷം പേരും എന്തോ ചെയ്തേനെ? ഓട്ടോ ഓടിച്ചു, അല്ല ട്രക്ക് ഓടിച്ചു, അല്ല AC വയറിങ് നടത്തിക്കോളെ, ഒന്നുമില്ല കപ്പയ്ക്ക് കളച്ചേന് ടാപ്പ് ചെയ്ത്. അല്ല നിങ്ങൾ ഡോക്ടർ ഒന്നും MBBS ഡോക്ടറായി ഒന്നും എന്തെങ്കിലും ഒന്ന് ചെയ്തേ. സത്യല്ലേ? ഇവിടെ വന്ന് 4 കുത്തം കിട്ടിയപ്പോ അപ്പൊ എനിക്കത് കലിക്. കാരണം എനിക്ക് പിള്ളേരുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് 4 പുത്തം കിട്ടിയപ്പോ ഈ പിള്ളേരെ വെച്ച് നിങ്ങൾ വിറപ്പിച്ചേര്. നിങ്ങളോട് എന്റെ ദൈവം കണക്ക് ചോദിച്ചില്ലെങ്കിൽ, നിങ്ങളെ ഇഞ്ഞാറാന്ന് ഇതുവഴി ഇന്നെണ്ണ നടത്തിയില്ലെങ്കിൽ എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമല്ലടി. എനിക്കൊന്നും ആയിരിക്കും ഈ എന്തോ ഈ ഫിനഹാസ് വാളെടുത്ത് വെട്ടി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എന്നോട് ഭാഷ ബന്ധുക്കെ പിടിച്ചിട്ട് പറഞ്ഞു അവളെ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ പൈസ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഇവിടെ പൈസ മേടിച്ചെങ്കിൽ ഞാൻ അരിയസ് കൂടും. എനിക്ക് വേണ്ട ഇവിടെ പൈസ, എനിക്കിതിന്റെ പൈസ വേണ്ട, ഞാൻ ചോര പോയി ചത്തു. എനിക്കിതിന്റെ പൈസ വേണ്ട, ഈ പന്ന പൈസ വേണ്ട. ഞാൻ കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, സത്യല്ലേ? ഞാനവിടെ പറഞ്ഞു നിന്നെയൊക്കെ ദൈവം നാളെ ഇപ്പോൾ ഞാൻ വന്നോണ്ടേ ഇറങ്ങി ആളെ ഭാഷ വിളിച്ച് ഇറക്കി എങ്ങനെ ഉണ്ടെന്ന്. കൊച്ചുകൂടെ വഴക്കുണ്ടാക്കി. ചുരുക്കത്തിൽ ആരാണ്ട് അയലകത്തെ സായിപ്പ് പോലീസിനെ വിളിച്ചു. പിള്ളേരെ ആരും കൊണ്ടുപോയി
സോഷ്യൽ വർക്കേഴ്സ് കൊണ്ടുപോയി പിള്ളേർ രണ്ടുപേരും ഇല്ല, അയാളെ ഇവിടുന്ന് ഡീപ്പോർട്ടും ചെയ്തു. ചുരുക്കത്തിൽ തന്നെ കിടപ്പുണ്ട്, പിള്ളേരും ഇല്ല, ഭർത്താവും ഇല്ല. എന്താ? പൗണ്ടിന്റെ പേര് വശപ്പെട്ടാക്കിയതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തമ്പുരാൻ തന്ന പൈസയുടെ പേരിൽ ഒരു ദിവസം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ 1 മിനിറ്റ് മതി. ഒരേ ഞാൻ ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് 2 മിസ്റ്റേക്ക് അടുപ്പിച്ച് വന്ന ഈ നാട്ടിൽ നിങ്ങളുടെ നേഴ്സിംഗ് നിങ്ങളുടെ ജോലി ക്യാൻസൽ ചെയ്യും, ലൈസൻസ് പോകും. ഇല്ലെന്ന് പറയാമോ? 2 അബദ്ധം 3 വട്ടം കാണിച്ച നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ മാർക്ക് വീഴും. വീഴുമോ? തമ്പുരാൻ തരുന്നത് ദൈവസന്ധി വാരിയിട്ടിട്ട് തന്നതിന് സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ പങ്കുവയ്ക്കാൻ തുടങ്ങണം. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം ചെയ്ത ഇത് ഞാൻ എവിടെയൊക്കെ ആത്മാവിൽ ചൂട് പിടിച്ച് പറയുക. ദൈവം തന്ന പൈസയുടെ പേര് വഴക്കുണ്ടാക്കരുത് പ്രിയപ്പെട്ടവരെ. അത് മാറിയിടണം. എവിടെ? ആളുടെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ. 2 പേരും കൂടെ വന്നിട്ട് അത് കയ്യിലെടുത്ത് വെച്ച് കണ്ണുനീരോടെ നന്ദി പറയണം. ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇല്ലായ്മ പറയാൻ നിൽക്കുകയല്ല. ഞാൻ നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന കുടുംബത്തിൽ ജനിച്ചത്. അന്ന് എന്താണെന്ന് അറിയാം, അന്ന് 40 ഏക്കർ തോട്ടമുണ്ടായി. ഞാൻ ജനിച്ചപ്പോൾ എല്ലാം പോയി. പിന്നെ പറയാവുന്നുള്ളൂ, എന്റെ ഉപ്പാപ്പയ്ക്കൊരു അനിയുണ്ടായിരുന്നു. എന്നാല് എന്നാലും ഗതകാല പ്രതാപം ഭയങ്കരമല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുക. പക്ഷെ വളർന്നു വന്ന സാഹചര്യത്തിൽ അതൊന്നും അല്ല. ഇന്ന് എന്നെ കർത്താവ് ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒന്നിനും ഒരു കുറവില്ല. ഇല്ലായ്മ പറയാൻ നിൽക്കാറില്ല. എനിക്ക് ഉള്ള ദൈവനെ നടത്തുന്നില്ലെങ്കിൽ തന്നെ 1000 സ്തോത്രം ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇന്ന് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയൊക്കെ വന്ന് കയറുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എനിക്കൊരു ഷർട്ടും പാൻറ്റും വേണം. മേടിച്ചു തരാൻ എൻ്റെ ഉപദേശി അപ്പാടെ കയ്യിൽ പുതിയത് മേടിക്കാൻ കാശില്ല. ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കും. രണ്ടുപേര് വിദേശത്ത് നിന്ന് വന്നാൽ ആ ഒരു വർഷം അന്ന് മാനേജ് ചെയ്ത് പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ആൻറ്റി എന്നോട്, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് എത്ര ഉടുപ്പ് വേണേലും ഞാൻ എന്തോ വേണം ഞാൻ തരാം, നീ എനിക്കൊരു എഴുത്തെത്തിയാൽ മതി ആവശ്യം. ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്റ്റൻഷൻ എടുത്ത് മാർക്കോടെ SSC പാസ്സായപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്കൊരു സന്തോഷം. ഞാൻ കത്തെഴുതി, ആൻറ്റി എനിക്കൊരു പാൻറ് ഷർട്ടും വേണം. എൻ്റെ ആൻറ്റി എനിക്ക് തിരിച്ച് റിട്ടേൺ റിപ്ലൈ കിട്ടി. എന്താണെന്നറിയാമോ? മോനെ ഇവിടെ പൈസ ഉടുത്തുവല്ല. അന്ന് എനിക്കൊരു കാര്യം കിട്ടി, ഒരു മനുഷ്യരോട് എന്തോ ചോദിക്കരുത്, പൈസ ചോദിക്കുക. ഞാനത് കഴിഞ്ഞ് 2007 ദുബൈ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ സീനിയറായിട്ട് പഠിച്ചൊരു പയ്യൻ അന്ന് അവിടെ ഒരു റെഡിമെയ്ഡ് വ്യാപാരം നടത്തുകയാണ്. അപ്പൊ അന്ന് അവനൊരു SFIയുടെ നേതാവായിരുന്നു. പിന്നെ അവന് വിശ്വാസത്തിലാണ്. അപ്പൊ ഞാൻ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ എന്നെ വന്ന് വിളിച്ചോണ്ട് പോയി. ഞാനവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു വലിയ സന്തോഷം, വിടുതൽ എന്തൊക്കെ കിട്ടി. അവനെനിക്ക് 5 കണക്കിന് ഒരു കാട്ടൺ, 2-3 കാട്ടണിൽ കൊള്ളാവുന്ന പോലെ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തു തന്നു. എന്നോട് പറഞ്ഞാൽ, നീ നാട്ടിൽ പോകല്ലേ, ഒത്തിരി വിദേശമാരുടെ കൂടെ അല്ലേ, നീ ഒരു കാര്യം ചെല്ലുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കണ്ട, നീ ഇതും കൊണ്ട് പോക്കോ. ഞാനവിടെ കുവൈറ്റ് പോയി, എനിക്ക് കൊണ്ടുപോകാനും പോയി. അപ്പൊ എന്റെ കൂടെ സഹോദരന്മാർ പറഞ്ഞ്, സാരമില്ല, നമുക്കിതൊരു കാര്യം ഞാൻ കാട്ടണിൽ കയറ്റിയിട്ട് ഞാനത് കാർഗോ അയച്ചോളാം, അച്ഛൻ കുവൈറ്റിൽ നിന്ന് അവിടെ വരുമ്പോഴത്തേക്ക് സാധനം വരുമല്ലോ. അങ്ങനെ ഇവർ ഈ പിള്ളേർ, നമ്മുടെ സഹോദരന്മാരെല്ലാം വന്നിട്ട് ഇത് കാട്ടൺ ഇങ്ങനെ അടിക്കടിക്ക് പായ്ക്ക് ചെയ്യുക. ഇവരിത് പായ്ക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തമ്പുരാൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാനിങ്ങനെ വളരെ കാശിയായിട്ടിരിക്കുക. ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു, മോനെ നിനക്ക് ഓർമ്മയുണ്ടോ, എന്താണ് ഒരു ആന്റിക്ക് കത്തെഴുതിയത്, എനിക്ക് എന്തോ വേണം, ഒരു പാൻറ് ഷർട്ടും വേണം. പ്രിയപ്പെട്ടവരെ, അന്ന് ആന്റി എനിക്ക് മറുപടി തന്നു, ഇവിടെ പൈസ ഉലുത്തുവല്ലെന്ന്. എന്നാൽ എൻ്റെ തമ്പുരാൻ ഉടുത്തിപ്പം കണ്ടോ, കുട്ടുകണക്കിനാണ് വീഴുന്നത്. ഒരു കാര്യം, ഇല്ലായ്മകളിൽ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഓരോ ദിവസം മുമ്പോട്ട് പോകുക. മനസ്സിലായവർ ഇന്ന് പകരം ദൈവത്തിന് സ്തോത്രം ചെയ്തതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, 13-ാം അധ്യായത്തിൽ സ്നേഹത്തെ കുറിച്ച് പറയുന്നു, സ്നേഹം ദോഷം എന്ത് ചെയ്യുന്നില്ല, കണക്കിടുന്നില്ല. എപ്പോഴും ദൈവത്തിന് എന്താ ചെയ്യാൻ തുടങ്ങണം, സ്തോത്രം. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കള് ഇസ്രായേലിൽ ചെന്നില്ല. അവർക്ക് പറ്റിയത് വലിയ തിന്മയൊന്നുമല്ല. ഏറ്റവും വലിയ തിന്മ, അവര് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ചിറ്റുള്ളി ഉണ്ടായിരുന്നു, ഇവിടെ എന്തോ ഇല്ല, അവിടെ ചതുകുപ്പ ഉണ്ടായിരുന്നു, ചിറ്റുള്ളി ഉണ്ടായിരുന്നു, ഇവിടെ ഞങ്ങൾക്ക് ഇറച്ചിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പായിൽ അത് ഇറച്ചിയിരിക്കുമ്പോൾ തന്നെ അവർ പിറുപിറുത്തു. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ജനിച്ചു. ഇന്ന് പറയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് പിറുപിറുക്കരുത്. ദൈവം ധരിക്കുന്ന നന്മകൾ പറഞ്ഞ് അന്യോന്യം ചന്തയിടരുത്. അത് വാരിയെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീരോട് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയണം. മനസ്സിലായവർ ഒരു നിമിഷം ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്യണം. അപ്പൊ നോക്കുക, ഉള്ളതിൽ എന്ത് ചെയ്യണം, തൃപ്തിപ്പെടണം. അപ്പൊ ഈ യാക്കോബിന്റെ പ്രശ്നം അതായിരുന്നു. അവരുടെ വീട്ടിൽ സംശയം വന്നിട്ട് ഇവർ രണ്ട് ധ്രുവായിട്ട് മക്കൾ ഒരു കയ്യ്, അപ്പനും ഒരു മോനും ഒരു. അപ്പൊ ഒരിക്കലും വീട്ടില് മക്കൾ എന്താകരുത്, അപ്പനും അമ്മയും ഒരു കൈയായിരിക്കണം, മക്കൾ എന്തായിരിക്കണം, സബ്റ്റീമായിരിക്കണം. ആ മക്കൾ ഏത് വോട്ടടിച്ചാലും അമ്മ ഡിഫെൻഡ് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, പിള്ളേരിക്കും പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും, അപ്പൻ മണ്ടത്തരമാണ് പറഞ്ഞെങ്കിൽ പോലും പിള്ളേരുടെ മുമ്പിൽ വെച്ച് അതെന്ത് ചെയ്യരുത്,
കറക്റ്റ് ചെയ്യുക. പറഞ്ഞതാരാ? അപ്പനാ. ഇച്ചിരി കഴിയുമ്പോൾ അപ്പനോട് എന്ന് പറയണം, അച്ഛാ മോശമല്ലേ, ദോഷമല്ലേ, ആ പിള്ളേർ എന്ത് കാണട്ടെ, തീ കാണും. എന്നിട്ട് അപ്പൻ തന്നെ എന്ന് പറയണം, ശരി അമ്മ വേണ്ട തെറ്റ, പിന്നെ അമ്മ പറഞ്ഞൊന്ന് കണ്ടോട്ടെ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യത്തേക്ക് എന്ത് ചെയ്തു, കണ്ടോ. അത് ആരുടെ വായിൽ നിന്ന് വരണം? മനസ്സിലായില്ല? ആരുടെ വായിൽ നിന്ന് വരണം? അപ്പൻ്റെ വായിൽ. അമ്മയാണ് പറഞ്ഞെങ്കിൽ അത് ആരുടെ വായിൽ തന്നെ തിരിച്ചു വരണം? അമ്മയുടെ വായിൽ തന്നെ തിരിച്ചു വരണം. അമ്മ പറഞ്ഞു കാണണ്ട, അപ്പം പറയില്ല എന്ത് ചെയ്യണം, കാണും. ഇനി കാണണമെന്ന് അപ്പന് തോന്നിയാലും മാറ്റി നിർത്തി, ദോഷമായി അല്ലെ ആ പിള്ളേരെ അപ്പുറത്ത് പോയിരുന്ന് കാണും, ഒരു ശകലം തന്നെ കാണട്ടെ എന്ന് ആരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം? അമ്മയെ കൊണ്ട്. അപ്പൊ അവർക്ക് ഒരേ മെസ്സേജ് കിട്ടുക. ഡബിൾ മെസ്സേജ് കിട്ടി എന്ത് പറ്റുന്ന അറിയാമോ? ഈ പറഞ്ഞ പ്രശ്നമാണ് അല്ലേ? അപ്പൊ യാക്കോബിന്റെ കുടുംബത്തിലെ പ്രശ്നമായിരുന്നു. എന്നാൽ നമുക്ക് അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടായി? യാക്കോബ് ഓടിപ്പോകുന്നു, ലാബാന്റെ വീട്ടിൽ പോകുന്നു, എന്നോ ഈ പിള്ളേർ തമ്മിൽ എന്തോ ഉണ്ടായി? ശത്രുതയാണ്. ഏശാവും യാക്കോബും തമ്മിൽ ശത്രുതയാണ്. എന്നാൽ നല്ലൊരു കുടുംബത്തെ ഞാൻ ഇത് അവരിന്ന് നമുക്ക് എന്ത് ഗുണമുണ്ടെങ്കിലും പഠിക്കാൻ പറ്റിയ ഒരു തിന്മയാണ്. എന്നാൽ ഈ മറിയത്തിന്റെ യോസഫിന്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ രസകരമായ മറ്റൊരു ചിന്തകളെ നമുക്ക് കാണാൻ കഴിയും. ഈ മറിയം ഗർഭിണിയായി, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ യോസഫിന് ആരെ ഉപേക്ഷിക്കണം? മറിയത്തെ ഉപേക്ഷിക്കണം. മറിയത്തെ ഉപേക്ഷിക്കുമ്പോൾ മത്തായി സുവിശേഷം 1-ാം തീയതി കാണുന്നുണ്ട്, അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ ഭാവിച്ചിരിക്കുന്ന രാത്രിയിൽ ദൂതൻ വന്ന് പറഞ്ഞു, അവളെ ചേർത്ത് കൊള്ളുവാൻ നീ എന്ത് ചെയ്യേണ്ട, മണ്ടിക്കേണ്ട. പക്ഷെ എങ്ങനെയാണ് യോസഫ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്? ഗൂഢമായിട്ട്. എന്തിനാ? അവർക്ക് ലോകാപവാദം വരാതിരിക്കും. അപ്പൊ ഭാര്യയ്ക്ക് അപവാദം വരുന്നത് ആർക്ക് ഇഷ്ടമല്ല? ഭർത്താവിന് ഇഷ്ടമല്ല. അപ്പൊ ഭർത്താവ് ആടെ വെൽബീങ് ഇഷ്ടപ്പെട്ടു. അന്നത്തെ കാലം നോക്കണം. അന്ന് ഒരു സ്ത്രീ ഗർഭിണിയായാൽ, പുരുഷൻ അറിയാതെ ഗർഭിണിയായാൽ, അല്ലെങ്കിൽ ഭർത്താവിന് പുറത്ത് ഗർഭിണിയായാൽ അവളെ എങ്ങനെ കൊല്ലണം? കല്ലെറിഞ്ഞു കൊല്ലണം. യേശുവിന്റെ അടുക്ക കല്ലെറിഞ്ഞ് കൊല്ലാൻ ഒരു സ്ത്രീയെ വന്നപ്പോ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പാപം ചെയ്യാത്തവൻ ഇവരെ എന്ത് ചെയ്യട്ടെ? കല്ലെറിയട്ടെ. ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ ചിന്തിച്ച്, യേശുവിന് ഈ സ്വഭാവം എവിടുന്ന വന്നത്? യേശുവിന് ഈ സ്വഭാവം എവിടുന്ന കിട്ടിയത്? യേശുവിന് ഈ സ്വഭാവം കിട്ടിയ ഒന്നുമല്ല, യോസഫിന്ന. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ അപ്പം തീരുമാനിച്ചു, ഇവളെ പാപം ഗർഭിണിയായ ഇവളെ എന്ത് ചെയ്യരുത്? കല്ലെറിഞ്ഞ് കൊല്ലരുത്. കല്ലെറിഞ്ഞ് കൊല്ലരുത് എന്നുള്ള സ്വഭാവം യേശുവിന് എവിടുന്ന് കിട്ടി? അപ്പനിന്ന് കിട്ടി. വയറ്റിൽ കിടക്കുമ്പോ ആഹരിച്ച അപ്പന്റെ ഒരു സ്വഭാവം, പാപം ചെയ്തവളെ എന്ത് ചെയ്യരുത്? കല്ലെറിയരുത്. ആഹരിക്കുവോ? വയറ്റിൽ കിടക്കുമ്പോ ഉണ്ടാകുന്ന എല്ലാ മുറിവും കുഞ്ഞാഹരിക്കോ? തെളിവ് ഞാൻ പറയാം. യോഹന്നാൻ സ്നാപകൻ എവിടുന്ന് വിളിച്ചു പറഞ്ഞു? യോഹന്നാൻ സ്നാപകന്റെ വാസം ഇവിടെ മരുഭൂമിയിൽ ആളുണ്ടോ, അനക്കമുണ്ടോ, മിണ്ടാട്ടമുണ്ടോ? ഇല്ല. സെക്കരിയാവിന് പിന്നെ ഈ ദൂതം വന്ന് പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭിണിയാകും. അതെങ്ങനെ സംഭവിക്കും? അതുകൊണ്ട് ദൂതം പറഞ്ഞു, ഇനി നീ എന്ത് ചെയ്യണ്ട, മിണ്ടാണ്ട്. അപ്പൊ വയറ്റിൽ കിടന്നപ്പോ ആരുടെ സൗണ്ട് കേട്ടില്ല? അപ്പന്റെ സൗണ്ട് കേട്ടില്ല. അമ്മ പേടിച്ച് എവിടെ പോയിരുന്നു? ഒളിച്ചും പാകം. അപ്പൊ ചുരുക്കത്തിൽ ഈ കൊച്ചെന്തോ കേട്ടില്ല, സൗണ്ട് കിട്ടി. ജനിച്ചു കഴിഞ്ഞപ്പോ അവൻ ഒറ്റ ഓട്ടം. അയ്യോ സൗണ്ട് കേട്ടു, പേടി. യോഹന്നാന് പേടി. എവിടെ താമസിച്ചു? മരുഭൂമി. കാരണം അവൻ വയറ്റിൽ കിടന്നില്ല. അപ്പൊ അനക്കമായിരുന്നു മുഴുവൻ ആദ്യം. അതുകൊണ്ട് യോസഫ് ജ്ഞാപകം. അപ്പൊ നമ്മൾ എന്താണോ അത് ആർക്കാവും? മകൾക്ക് കിട്ടും. സത്യല്ലേ? മകൾക്ക് കിട്ടും. അപ്പൊ ഈ യേശുവിന് ആ സ്വഭാവം കിട്ടുക. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോ യേശുവിനോട്, മറിയത്തോട് ദൂതം വന്ന് പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ദൂത് പറയുകയാണ്. ഈ ദൂത് പറഞ്ഞപ്പോ ഈ മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് എന്ത് ചെയ്യട്ടെ? ഭവിക്കേണ്ടത് അല്ലേ? അപ്പൊ ഈ മറിയം ആർക്ക് തന്നെ കീഴ്പ്പെടുത്തുക? ദൈവഹിതത്തിന്. അവിടെയാണ് യേശു കുഞ്ഞുണ്ടാകുന്നത്. ദൈവഹിതത്തിന് തന്നെ കീഴ്പ്പെടുത്തുന്ന മറിയം. അവൾക്ക് യാതൊരു സംശയമില്ല. ഉണ്ടോ? നമ്മളാണെങ്കിൽ പറഞ്ഞേനെ എന്തും അന്നരമാണ്, എന്താണ് കാര്യം, വല്ലാതെ സംഘിക്കേണ്ട സമയത്ത് ഈ മറിയം ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുക. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിനെ അവിടെ ആ കുടുംബത്തിൽ ചിന്തിപ്പിച്ച ചില 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തില് ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഇടയന്മാര് വരുന്നുണ്ട്. ഇടയന്മാര് വന്നിട്ട് യേശുവിനെ കുറിച്ചൊക്കെ പറയുന്നു. അതിന്റെ 19-ാം വാക്യത്തില് കാണുകയാണ്, ഈ വാർത്തയൊക്കെയും മറിയം ഹൃദയത്തിൽ ധ്യാനിച്ച് സംഗ്രഹിച്ച് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ധ്യാനിച്ചുകൊണ്ട്. അപ്പൊ യേശു ഉണ്ടായ വീട്ടില് ദൈവം ഈ മറിയത്തെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം, വചനം കേട്ടിട്ട് അത് എന്ത് ചെയ്യായിരുന്നു? ഹൃദയത്തില് സംഗ്രഹിക്കുകയും അത് എന്ത് ചെയ്യുകയും ചെയ്യായിരുന്നു? ധ്യാനിക്കുകയും ചെയ്യായിരുന്നു. അപ്പം നോക്കുക, ധ്യാനിക്കുകയും ചെയ്യുന്നപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മറ്റൊരു പ്രത്യേകത ഈ മറിയത്തോട് പറയുന്നുണ്ട്, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന് ഇത് 6-ാം മാസം, മച്ച എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം എന്തല്ലല്ലോ, അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഈ മറിയം എഴുന്നേറ്റിട്ട് 1-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിലുണ്ട്, യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് എന്നിട്ട് സെക്കര്യാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ എന്ത് ചെയ്തു?
വന്നിച്ചു. എന്നിട്ട് 36 വാക്യം, മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തു, അല്ലെ? അപ്പൊ ഈ മറിയത്തിന്റെ ഒരു യേശു ഉണ്ടായ മറിയ ദമ്പതികളുടെ പ്രത്യേകം നോക്കി. യോസഫിന് പ്രത്യേക നിഷ്ഠയുണ്ടായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് ഒരു പേരുദോഷം എന്ത് ചെയ്യരുത് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യമാർക്കോ ഭർത്താവിനോ ഒരു പോറലേക്കാതെ സൂക്ഷിക്കുന്ന വീട്ടിലെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. അവർ പരസ്പരം ആദരിക്കപ്പെടാൻ വേണ്ടി വെപ്രാളപ്പെടുക. ഈ മറിയ ഈ വചനമല്ല ഇവിടെ സംഗ്രഹിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 3 നമ്മൾ കാണുന്ന പ്രത്യേകത, ഈ മറിയം താന് ഗർഭത്തിന്റെ ആദ്യാവസ്ഥയിൽ എന്തെല്ലാം മോർണിംഗ് സിക്നസ് ഉണ്ടാകാം, പിന്നെ അവർക്ക് എന്തെല്ലാം വെപ്രാളങ്ങൾ ഉണ്ടാകാം. ആ സമയത്ത് മറിയ ശുശ്രൂഷിക്കപ്പെടേണ്ട മറിയ ഇപ്പൊ ആരെ ശുശ്രൂഷിക്കാൻ പോയേക്കുക? ഏത് സമയത്തിന്? എത്ര നാള്? 3 മാസം. കെയർ ചെയ്യുക. ആരെയാ? അവനെ കെയർ ചെയ്യുക. നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ ക്വാളിറ്റി ഉണ്ടാകണം. അതുകൊണ്ടായിരിക്കും യേശു അവിടെ തന്നെ തെരഞ്ഞെടുത്തത്. 3 മാസം ആരെ ശുശ്രൂഷിച്ചു? എലിസബത്തിനെ ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ യേശുവിന് 12 വയസ്സായി. അതെന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഈ 12 വയസ്സായി കഴിഞ്ഞപ്പോൾ യേശുവിനെ കൊണ്ട് ഇവർ പതിവ് പോലെ എവിടെ പോയി? ദേവാലയത്തിൽ പോയി. അന്നത്തെ കാര്യമാണ്. 3-ാം ദിവസമാണ് യേശുവിനെ പിന്നെ കാണുന്നത്. അപ്പൊ എന്തുമാത്രം യാത്ര ചെയ്തായിരിക്കണം ആര് പോയത്? എന്നിട്ടും അപ്പനും വാസപ്പും മറിയും കൂടെ ആരെ കൊണ്ട് പോവുക? യേശുവിനെ കൊണ്ട് പോവുക. ഈ ദമ്പതികൾ യേശുവിനെ കൊണ്ട് പോകും. അപ്പൊ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബത്തിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടാനായിട്ട്. എന്തുമാത്രം യെരൂശലേം വരെ മറിയോ യോസഫും കൂടെ ആരെ കൊണ്ട് പോവാ? യേശുവിനെ കൊണ്ട് പോവാ. യേശുവിനെ കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ യേശു തിരിച്ചു വരിക. തിരിച്ചു പോന്നപ്പോൾ ഒരു ദിവസത്തെ വഴിദൂരം പോന്നപ്പോൾ ആരെ കണ്ടില്ല? യേശുവിനെ കണ്ടില്ല. അപ്പൊ ഓർത്തു സഹയാത്രിക്കാരുടെ കൂടെ കൂട്ടത്തിൽ ആര് കാണും? യേശു കാണും. യേശുവിന് വയസ്സ് എത്ര ഉണ്ട്? 12 വയസ്സ്. അപ്പൊ ഈ ഒരു കാര്യം എന്നെ പഠിപ്പിച്ചത്, ഇവർക്ക് ഭയങ്കര ബന്ധങ്ങളാണ്. അപ്പൊ യേശു ഇവിടെ ഇല്ലെങ്കിലും ആ വീട്ടുകാരുടെ കയ്യിൽ ആര് കാണുമെന്നറിയാം. അപ്പൊ ഈ മറിയത്തിന്റെ യോസഫിന്റെ പ്രത്യേകത, അവരോട് ബന്ധമുള്ളതുപോലെ ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടായിരുന്നു ഈ ആൾക്കാരുമായിട്ട്. അതുകൊണ്ട് യേശു ആരുടെ കൂടെ ഉണ്ടാവും അറിയായിരുന്നു. ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ യേശുവിനെ കാണാനിട്ട് ഇവർ തിരിച്ചുപോയി. അതാണ് എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. തിരിച്ചു പോയിട്ട് 2-ാം അധ്യായത്തിലാണ്, അല്ലെ? 2-ാം അധ്യായത്തിന്റെ 3 ദിവസം തിരിച്ചു പോകുമ്പോൾ യേശു എവിടെ ഇരിക്കുന്നത് കണ്ടു? ഉപദേശം കേൾക്കുകയും ഉപദേശക്കാരന്മാരുടെ നടുവിൽ ഇരിക്കുന്നത് കണ്ടു. വിസ്മയം. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, ശ്രദ്ധിക്കണേ, അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. അടുത്ത വാചകം ശ്രദ്ധിക്കണം. നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തെരഞ്ഞെടുക്കുക. നമ്മളാണെങ്കിൽ പറഞ്ഞ എങ്ങനെ പറയും? ഹലോ, ഇവിടെ എങ്ങനെ ഉണ്ടോ? ഹലോ, ഉണ്ടല്ലോ. നിങ്ങൾ 3 ദിവസം കഴിഞ്ഞ് കൊച്ചിനെ കാണാൻ തപ്പി പിടിക്കുന്നു. തെല്ലി വരുമ്പോ എന്തോ പറയും? ആദ്യം അങ്ങ് തുടങ്ങും, അല്ലേ? പക്ഷെ ഇവര് പറഞ്ഞത് ഞാനും നിന്റെ അപ്പനെന്ന് പറയുമോ, നിന്റെ അപ്പനും ഞാനെന്ന് പറയുമോ? അല്ല, ഒന്ന് പറഞ്ഞു നോക്കിക്കോ. നിങ്ങൾ കൊച്ചിനെ കാണുന്നില്ല, അങ്ങനെ പറയും. ഞാനും നിന്റെ മാപ്പിളയും കൂടെ ഒന്നും പറയത്തില്ല. പക്ഷെ മറിയം ആരാ പറഞ്ഞത്? നിന്റെ അപ്പനും ഞാനും. അപ്പൊ ഈ മറിയ ആർക്ക് പ്രാധാന്യം കൊടുത്തു? നമ്മളാണ് എങ്ങനെ പറഞ്ഞത്? ആ സിമ്പിൾ ഒരു വാക്ക് നോക്കി. ഈ വേദവസത്തില് ഒരു വാക്കും എങ്ങനെ എഴുതുന്നില്ല, ചുമ്മാ പറയുന്നില്ല. ഒരു വെള്ളിയും പൊന്നും എനിക്കില്ല, ഐശ്വര്യവും സമ്പത്തും ഏതാ വലുത്? ഐശ്വര്യമാണ്. അങ്ങനെ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതിയാൽ സമ്പത്തും ഐശ്വര്യം. നിന്റെ അപ്പനും ഞാനും, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നാലേ വേദശൈലിയ. അപ്പൊ ഈ മറിയം മത്സരിക്കുകയാണ് ആർക്ക് പ്രാധാന്യം കൊടുക്കാൻ? അപ്പന് പ്രാധാന്യം കൊടുക്കാൻ. ഇനി അപ്പനും അങ്ങോട്ട് ചെന്നാൽ, നമ്മുടെ കേസ് കേട്ടിലാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ പൊക്കച്ചനെ കാണുന്നില്ല, നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞ് ചെല്ലുന്നു, ആദ്യം ആര് തന്നു? അമ്മ, നീ തല്ലടി കേൾക്കത്തില്ല, ഞാൻ കൊടുക്കാന്ന് പറയാം. ആരാദ്യം തല്ലു? അപ്പൻ. അപ്പൊ ഈ യോസഫ് എന്ത് ചെയ്തു? അന്നത്തെ കാലം ഓർക്കണം. അന്നത്തെ കാലത്ത് ഉപദേഷ്ടാക്കന്മാരുടെ ഇടയിൽ ആരും സംസാരിക്കാൻ പാടില്ല, സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല. യേശു ഇവിടെ ഇരിക്കുന്നത് നടുവിലാണ്, അല്ലെ? ശ്രീകുതന്മാരുടെ ഒരു പ്രാർത്ഥനയാണ്, നീ എന്നെ ഭക്തിയായിട്ടും ജാതിയായിട്ടും സ്ത്രീയായിട്ടും ജനിപ്പിക്കാനും ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പൊ ഈ യേശു, ഈ മറിയം, യോസഫ് ആർക്ക് ചാൻസ് കൊടുത്തു? അപ്പന് ചാൻസ് അല്ല, അമ്മയ്ക്ക് ചാൻസ് കൊടുത്തു. യോസഫ് പറയാണ്, മറിയം നീ എന്ത് ചെയ്യടി? സംസാരിക്കുക. നമ്മളാണ് പറയുന്നത്, നീ മിണ്ടരുത്. ആണുങ്ങളെ മിണ്ടുന്നിടത്ത് നീ മിണ്ടണ്ട. പക്ഷെ യോസഫ് പറഞ്ഞു, മറിയം നീ സംസാരിച്ചു, ഞാൻ പറഞ്ഞാൽ കൂടി പോകുമ്പോളെ നീ പറയൂ.
അപ്പൊ ഈ മറിയം എന്താ പറയുന്നത്? നിന്റെ അപ്പനും ഞാനും. എനിക്ക് മനസ്സിലാക്കിയത് ഇവർ മത്സരിക്കുക പരസ്പരം എന്ത് കൊടുക്കാൻ? ബഹുമാനം കൊടുക്കാൻ. എവിടെ പരസ്പരം ബഹുമാനം കൊടുക്കുന്നതിൽ മത്സരിക്കുമോ അവിടെ യേശു കുഞ്ഞ് ജനിക്കാനായിട്ട് മനസ്സിലായ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അപ്പൊ ഈ രണ്ട് കുടുംബങ്ങളെ, അതുകൊണ്ട് അവിടെ എന്ത് പറ്റി? പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ദൈവത്തിന്റെ കൃപ അവരുടെ മേല് ചേർന്ന് സ്തോത്രം ചെയ്താണ്. അപ്പോൾ ഇങ്ങനെ ധന്യമായ കുടുംബം കൊണ്ടുപോകുമ്പോൾ ഞാൻ നമ്മുടെ സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ എന്റെ ആ ചിന്തകളുടെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരട്ടെ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒന്ന് കൈകൊള്ളി കാണിച്ചു ഉണ്ടെങ്കിൽ ഓക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ആവശ്യം എന്താണെന്നറിയാം? സ്നേഹം. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടി. സ്നേഹം സത്യത്തില് ഒർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വാക്കാണ് എന്ത്? സ്നേഹം. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പോലും എന്താ? സ്നേഹം. 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 സത്യത്തിൽ സ്നേഹത്തെ നമുക്ക് നിർവചിക്കാം. ഒരു സ്ത്രീയും പുരുഷനും വിവാഹത്തിന് പുറത്ത് ഒരു ബന്ധം തേടിപ്പോയി വ്യഭിചാരത്തിൽ ഏർപ്പെട്ട അവരും പറയും ഞങ്ങൾ തമ്മിൽ എന്താണ്? സ്നേഹം. നമ്മുടെ ഉപദേശിമാർ അതിനെ എന്തെന്ന് വിളിക്കും? സ്നേഹം എന്നല്ല, വ്യഭിചാരം, പാപിയും. ശരി, അവരുടെ ദൃഷ്ടിയിൽ ഇതെന്താ? അല്ല, നമ്മുടെ ദൃഷ്ടി പാപം, അവരുടെ ദൃഷ്ടി സ്നേഹം. ഒരു മദ്യപാനിയായ ഭർത്താവ് കുടിച്ചിട്ട് വന്നിട്ട് ഛർദ്ദിച്ച് വെക്കുന്നത് ഭാര്യ ഊരിക്കളഞ്ഞാൽ സൈക്കോളജിസ്റ്റ് അവരെ വിളിക്കും എന്ന് പറയുക കോഡിപ്പെൻഡൻസി. തൻ്റെ ഇടമില്ലാതെ കോഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് അങ്ങ് ചെയ്തു കൊടുക്കുന്നതാണ്. ഇപ്പൊ പിള്ളേരുടെ ആവശ്യമല്ല, മാതാപിതാക്കൾ നടത്തി കൊടുത്താൽ അപ്പം പറയും ഞങ്ങൾക്ക് അങ്ങ് സ്നേഹമാണ്, എന്ത് ചെയ്യുക? ചെയ്തു കൊടുക്കുക. അതേസമയം പാരന്റിങ് പഠിപ്പിക്കുന്നവർ വിളിച്ച് പറയും അത് ഇറസ്പോൺസിബിൾ പാരന്റിംഗ് ഉണ്ടാകും. അപ്പൊ ഇവരെല്ലാം ഇതിനെ വിളിക്കുന്നത് എന്തെന്നാണ്? സ്നേഹം. അപ്പൊ ആക്ച്വലി എന്താ സ്നേഹം? മനുഷ്യന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യമാണ് എന്ത്? സ്നേഹം എന്ന് പറയും അല്ലേ? നമ്മൾ സത്യത്തില് ശ്രദ്ധിക്കണേ, ഇതിനകത്ത് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ബേസിക് നീഡ് എന്ന് പറയുന്നത് എന്താ? സ്നേഹം. സത്യമാണോ? ആണ്. ശരിയല്ലേ? ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് കുടുംബത്തിൽ കേൾക്കുന്നത് എന്ത് കുറവാണോ? എനിക്ക് ആദ്യമൊക്കെ വലിയ ഇട്ടാണ്, ഇങ്ങനെ ഇപ്പൊ എന്നോട് എന്തോ ഇല്ല. സ്നേഹം. അപ്പൊ സ്നേഹം, ഈ സ്നേഹം സത്യത്തില് ഭയങ്കര ഒരു സംഭവം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ലാടവൈദ്യന്മാർ ഒറ്റമൂല്യം കൊണ്ട് വരത്തില്ലേ? ഹലോ, ഒറ്റമൂല്യം കൊണ്ട്. ഈ ഒറ്റമൂലി ഒരു ലാടവൈദ്യം കൊണ്ടുവരികയാണ്. ആ ഒറ്റമൂലി തിന്നാൽ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹം എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് സ്നേഹമാണ്. ആ ഒറ്റമൂലി കഴിച്ചാൽ അങ്ങ് സ്നേഹം വരും, അങ്ങ് സ്നേഹം അങ്ങ് വരും, പിന്നെ അങ്ങ് സ്നേഹിക്കാൻ നോക്കുക. അങ്ങനെ ഒരു ഒറ്റമൂലി നിങ്ങളുടെ കൈ കൊടുക്കും, അത് നിന്നാൽ പിന്നെ എന്തോ വരും? സ്നേഹം വരും. അങ്ങനെ ഒരു ഒറ്റമൂലി നിങ്ങളുടെ കൈ കിട്ടിയാൽ നിങ്ങൾ എന്തോ വരും? സത്യമായിട്ട് പറയും. അങ്ങനെ ഒറ്റമൂലി ഞാൻ കൈകൊണ്ട് കൊടുത്തില്ല, അത് കഴിച്ചാൽ പിന്നെ എന്തോ? അങ്ങനെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങ് സ്നേഹമാണ്. അങ്ങനെ ഒരു സാധനം കൈ കിട്ടി എന്തോ വീതിച്ചെടുക്കത്തൊന്നുമില്ല, ചുമ്മാ വിധിക്കത്തില്ല, ആരും അറിയാതെ കാപ്പിക്കാത്തിട്ട് മൊത്തം പുള്ളിയെ പിടിപ്പിക്കുക. കാരണം നമ്മളെ ചിന്ത നമ്മളെ എന്ത് ചെയ്തോണം? സത്യല്ലേ? വിധിക്കാനൊന്നും നിൽക്കത്തില്ല. നമ്മുടെ ചിന്ത നമ്മളെ എന്ത് ചെയ്തോണം? സ്നേഹിച്ചോ. സത്യമാണോ? അപ്പം നമ്മുടെ എല്ലാ ആഗ്രഹവും നമ്മളെ സ്നേഹിക്കും. അപ്പൊ ഈ ലോകം ഓടുന്നത് സ്നേഹമാണ്. ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്താ? സ്നേഹം. സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഒന്നും വിളിക്കേണ്ട, വെറും വേശ്യാവൃത്തി. കാരണം വേശ്യാവൃത്തിയിൽ എന്തോ ഇല്ല? സ്നേഹമില്ല, ശരീരവും. അപ്പൊ സ്നേഹിക്കപ്പെടാത്ത ദമ്പതികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ദൈവദൃഷ്ടിയിൽ അത് മറ്റൊന്നുമല്ല, നത്തിങ് ബട്ട് അഡൾട്ടറി. കാരണം വേശ്യയെടുக்க പോകുന്നവരുള്ള സ്നേഹിക്കുകയില്ലാത്ത ദമ്പതികൾ തമ്മിൽ ഒരു കർമ്മം പോലെ ശാരീരിക ആവശ്യത്തിന് വേണ്ടി ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടും. അതുകൊണ്ടാണ് ഇത് പാപമെന്ന് പറയുന്നത്. എന്താ കാര്യം? കുടുംബത്തിനകത്ത് പോലും വ്യക്തി ഒരിക്കലും വസ്തുവാകാനായിട്ട് പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യം. അപ്പൊ ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഇപ്പൊ സ്നേഹമാണ്. അപ്പൊ ഈ സ്നേഹം എന്ത് ചെയ്യണം? സ്നേഹം നമ്മുടെയൊക്കെ അച്ഛാമ്മയുടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാ അച്ഛാമ്മയുടെ അകത്ത് ഒരു ഭൂതം ഇരിപ്പുണ്ട്. നമ്മുടെ ഒരു അച്ഛന്റെ ഭൂതം നമ്മുടെ അച്ഛാമ്മയുടെ എല്ലാം പണ്ട് കാലത്ത് എവിടെ കിടക്കുമെന്ന് ചോദിച്ചാൽ ചാല് കസാരം തിന്നേ കിടക്കും. അപ്പൊ അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ പിള്ളേരും അമ്മമാരും ഒക്കെ എതുവഴിയാ പോന്നേ? അതുവഴി വരും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആര് വഴിയാ പറയിക്കുന്നത്? അമ്മ എന്ന് പറയാം. ശരി, അപ്പൊ അച്ഛന് തോന്നുന്ന അച്ഛനായ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. പണ്ടൊരിക്കലും ഒരു വീട്ടിലൊരു താമക്കാരൻ കയറി വന്നിട്ട് അമ്മമ്മ പറഞ്ഞു ഇവിടെ ഒന്നുമില്ലെന്നോ. അപ്പൊ ഇറങ്ങി വന്നപ്പോ അച്ഛൻ ഇങ്ങോട്ട് കയറിയില്ല. അപ്പൊ അച്ഛൻ ചോദിച്ചു തന്നെ ഇറങ്ങി വരുന്നേ, ഇതിന് എന്നാടാ ഒന്നും കിട്ടിയില്ലേ? ഇല്ല, അച്ഛമ്മ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല. ആ അച്ഛമ്മ പറഞ്ഞോളാം അങ്ങനെ ഒന്നും വേണം നീ വാ. ഈ അച്ഛനാളെ വിളിച്ചോണ്ട് ഈ തമ്മക്കാരനെ വിളിച്ചോണ്ട് തിരിച്ചു പോകും. എന്നിട്ട് ഉമ്മറത്തോട്ട് കയറി എന്നിട്ട് പറയാം,
ഇവിടെ ഒന്നും ഇല്ല, നീ പോക്കോ. അപ്പൊ അവൻ ചോദിച്ചു, ഇതെന്നാ മറ്റേ വർത്തമാനം പറയുന്നത്? പോയ എന്നെ വിളിച്ചിട്ടു അണ്ണാ ഈ അച്ചായൻ പറയും. അതെ, ഞാനാണ് ഇവിടുത്തെ അച്ചായൻ, അവിടെ പറയേണ്ടത്, ഞാനാ പറയേണ്ടത്. അതുകൊണ്ടാണ് പുള്ളി എന്ത് ചെയ്തത്, രണ്ടാമത് വിളിച്ചു. അപ്പൊ നാം ചില സമയത്ത് ഈ പണി പൊളിയുകയും ചെയ്യും. പൊളിയതില്ലേ ഈ അച്ചായന്മാർക്ക് ഭയങ്കര യുവയാണ്. ഈ ഒരു നടന്ന സംഭവം കേട്ടുണ്ട്, ഇത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ നടത്തിച്ചിട്ടുണ്ട് ഒരിടത്ത്. പിന്നെ ഈ എന്നും കുടിച്ചിട്ട് വന്നിട്ട് ഈ അടിക്കുന്ന ഭർത്താക്കന്മാർ, അവർ ഒരിടത്ത് ഞാൻ ഒരു പണി ചോദിച്ചു കൊടുത്തു. അന്ന് ഞാനൊരു സംഭവം കേട്ടാണ്. ആ സംഭവം സത്യമായിരുന്നു. ഈ അടി കിട്ടി മടുത്ത ഒരു സ്ത്രീ ഈ ഒരു ദിവസം ഇവക്ക് എന്തോ കയറി. ഞാൻ ഒരിടത്തോട് പറഞ്ഞു കൊടുത്താണ്, നിങ്ങളാരും ചെയ്യരുത്, എന്നും വന്ന് അടിക്കും. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തു, നീ ഒരു ദിവസം കയറും, ഇവൻ അങ്ങ് നിന്നെ അടിക്കുകയാണെങ്കിൽ നീ ഇപ്പം നല്ല ആരോഗ്യമുള്ളൊരു പെണ്ണ, അവൻ അത്ര ആരോഗ്യമില്ല, ഇപ്പം നല്ല തടിയാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞു, നീ ഒരു വിറകും കൂട്ടി എടുക്കണം. അപ്പം നിനക്ക് നീ അങ്ങ് പൂതം കയറണം, ഭ്രാന്താണ്. അപ്പം നിനക്കെന്തോ ഭ്രാന്ത, നീ അങ്ങ് അറിഞ്ഞോ. അപ്പൊ ഇവൻ അലയ്ക്കുമ്പോൾ ഇവൻ അമ്മായിപ്പനെല്ലാം പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു വാടാ വാടാ. അപ്പൊ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും. അപ്പൊ ഞാൻ വന്നു യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ നീ അങ്ങ് താഴെ വിടാൻ മതി. പക്ഷെ അടി കിട്ടിയാൽ മേലെ ഇവൻ നിന്നെ എന്ത് ചെയ്തില്ല, സംഭവം ക്ലിക്ക് ചെയ്ത് കേട്ടോ. ഇവളങ്ങ് അറിഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ അവൻ അവളെ അടിച്ചിട്ടില്ല. കാരണം അവൾക്ക് എന്താ വരും, അവളല്ല അടിച്ചത് സത്യത്തിൽ. ഇറക്കരുത്, ഇവിടെ ഇറക്കരുത്, പോലീസ് വരും. നാട്ടിലാണ് ധൈര്യമായിട്ട് ഇറക്കാം. ഇവിടെ ആരെങ്കിലും അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഈ ഭർത്താവൊന്നും വന്ന് അടിക്കുക, അടി കൊണ്ടപ്പോ ഇവക്കങ്ങ് നോന്നു, ഇവക്കങ്ങ് കലി കയറി. ഒരു വിറക് മുട്ടി കൈ കയറി ഓരോറ്റ അടി വെച്ചു കൊടുക്കും. അടി കൊണ്ട് ഇവിടെ നാട് വേണ്ടി ഉരുണ്ടാണ് കട്ടിലടിക്കുക. പിന്നെ അടിച്ചിട്ട് ഈ അന്ന് വരെ എന്ത് ചെയ്യുന്നില്ല, ചെല്ലുന്നില്ല. അപ്പൊ അവിടെ ധൈര്യമുണ്ട്, മോണ മോണ നീ വേണ. അപ്പൊ എന്ന് ഇവിടെ ഇയാളെ ഒച്ച കേൾക്കുന്നിടത്ത് ഇന്ന് ഇവിടെ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ആൾക്കാരെല്ലാം ഓടി വന്നു, നമ്മുടെ നാടല്ലേ, ഓടി വന്ന് ഞെല്ലിക്കൂടി ഇങ്ങനെ നോക്കിയപ്പോ ഇവിടെ കറക്കുകയാണ്. വാടാ ഉടനെ സഹകുടിയൻ പറഞ്ഞു, എടാ നമ്മുടെ സമൂഹത്തിന് നാണക്കേടാ, നീ ധൈര്യമായിട്ട് എന്ത് ചെയ്യാ, ഇറങ്ങി വരാൻ. അപ്പൊ അവൻ അവിടെ കിടന്നിട്ട് പറഞ്ഞു, ഇവള് പറയുമ്പോൾ കയറാനും ഇവള് പറയുമ്പോൾ ഇറങ്ങാനും എന്നെ കിട്ടത്തില്ല, ഞാൻ ആണാടാ. എവിടെ കിടക്കുക. അപ്പൊ നമ്മുടെ അകത്തെന്താ കിടപ്പുണ്ട്, ഒരു അച്ഛൻ കിടപ്പുണ്ട്. അപ്പൊ ഈ അച്ഛന്റെ പ്രശ്നം എന്താ വിടത്തില്ല, ഈ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, പ്രകടിപ്പിക്കാൻ ഒക്കത്തില്ല. നമ്മള് എന്നിട്ട് അവർ നമ്മൾ പറയുന്നുണ്ട്, ഈ സ്നേഹം അങ്ങ് ഒത്തിരി സ്നേഹിച്ചാലേ ഇവളുമാരൊക്കെ തലക്കറി തരാൻ വഷളായി പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡോസ് കൊടുത്തു മര്യാദ ചെറിയ പാവം എന്നാൽ അങ്ങനെ അല്ലതേ. ഇത് ആരാ പറഞ്ഞു, എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്നേഹം കൊടുത്താൽ ശരിയാകത്തില്ല, ഡോസ് കൊടുത്താൽ ശരിയാകും? അത് ഏത് സുവിശേഷത്തിൽ പറഞ്ഞേക്കുന്ന? നമ്മുടെ അകത്തൊരു ഭൂതം കിടപ്പുണ്ട്, അച്ഛൻ്റെ ഭൂതം, അത് പറയുന്നു അങ്ങനെ കിളത്തരുത്, തന്നെ കിളന്ന് പോകും. അതുകൊണ്ട് അപ്പം സ്നേഹം നമ്മുടെ അകത്തിരിപ്പുണ്ട്, പക്ഷെ എന്തോ കൊടുക്കത്തില്ല. അത് നമ്മൾ പറയും, നിങ്ങളത് വിചാരിക്കുന്ന പോലെ എന്റെ ചങ്ക നിറച്ചെന്താണ് സ്നേഹം എന്നാ പറയുന്നു, ഇതിനകത്ത് എന്തോ ഇരിക്കുക സ്നേഹം. അപ്പൊ സ്നേഹം അതിനകത്ത് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ സ്നേഹം എന്ത് ചെയ്യണം, പുറത്തേക്ക് തരാം. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണേ. ഒരു ചെറിയ ഡിസ്റ്റർബൻസ് പോലും എന്റെ ഫ്ലോയെ തടയും. അതുകൊണ്ട് നിങ്ങൾ ചെറുതായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഈ സ്നേഹം ഇങ്ങനെ എന്ത് ചെയ്യണം, ഇറങ്ങി വരണം. അപ്പൊ ഈ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഒരു നല്ല മാർഗങ്ങളുണ്ട്. ചുരുക്കത്തില് നമ്മളൊരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? ഭാഷ ഉപയോഗിക്കാം. സത്യല്ലേ? നമ്മൾക്ക് ഭാഷ പ്രശ്നമായ കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? ഇല്ല. അത് പിന്നെ ഒരൊറ്റ ആഗ്രഹമുള്ളൂ. ആശയവിദേശമൊക്കെ അമേരിക്കയിൽ ഇറങ്ങിയപ്പോൾ ഒരു ബോർഡ് എടുത്താലേ എഴുതി വെച്ചു, ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഈ ഇറങ്ങി വന്നപ്പോൾ ഇവര് കുറെ ചോദ്യം ചോദിച്ചു. അപ്പൊ പുള്ളിക്ക് അറിയാൻ ഇത് പ്രശ്നമാണ്. പുള്ളി പറഞ്ഞു നോ ഇംഗ്ലീഷ്. അപ്പൊ അവസാനം എന്തോ ചെയ്യാനാ, അപ്പൊ ഒന്നി പൊട്ടം കളിക്കണം, അല്ലെങ്കിൽ ഭാഷ വേണം. അപ്പൊ നമ്മൾ ഭാഷയാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ സ്നേഹം കൊടുക്കാൻ, അത് സ്വീകരിക്കാൻ ഭാഷയുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള 5 മാർഗങ്ങളുണ്ട്. 5 ലവ് ലാംഗ്വേജസ്. ശ്രദ്ധിക്കണം, എത്ര ലാംഗ്വേജ്? 5. അത് യേശുവിന്റെ ജീവിതത്തിൽ നമുക്ക് അടർത്തിയെടുക്കാൻ നോക്കുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഞാനത് 5 സാകളായിട്ട് പറയാം. സംഭാഷണം, സമയം, സമ്മാനം, സേവനം, സ്പർശനം. സംഭാഷണം, സമയം, സമ്മാനം, സേവനം, സ്പർശനം. നിങ്ങൾ പറഞ്ഞു കുറിച്ച്. ഹലോ. സംഭാഷണം, സമയം, സേവനം, സമ്മാനം,
ഒന്നാമത്തെ ലവ് ലാംഗ്വേജ് സംഭാഷണം. ഈ സംഭാഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യം ഒരു എൻകറേജിങ്, അപ്രീസിയേഷനും എൻകറേജ്മെന്റ് വേഴ്സും. എൻകറേജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? എൻകറേജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇൻസ്പയർ കറേജ് എന്നാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ആവശ്യം നല്ല ഒരു അഭിനന്ദനമാണ്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ത് പറയുക? വാക്കാണ്. ചിലത് പറഞ്ഞു സംഭാഷണം. ഈ സംഭാഷണം എന്ന് പറയുമ്പോൾ സംഭാഷണം രണ്ട് രീതിയിലാകാം. കൺസ്ട്രക്റ്റീവ് ആകാം, ഡിസ്ട്രക്റ്റീവ് ആകാം. നമ്മുടെ പല വാക്കുകളും കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ? എടി നിന്നെ കൊണ്ടിത് അപ്പൊ ഒരു പുള്ളിക്കാരത്തി KM മാത്യു സാറിന്റെ മിസ്സസ് KM മാത്യുവിന്റെ പാചക വിധി എടുത്ത് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവാ. എടി എന്തിനാണ് നടക്കാത്ത കാര്യത്തിൽ ഏറ്റവും പൊന്നു പോലെ നമ്മുടെ അങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മരിച്ചു മോളെ. ഇനി ഈ ജന്മത്തിലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ലടി. അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണോ ഡിസ്ട്രക്ട് ചെയ്യുകയാണോ? ഡിസ്ട്രക്ട് ചെയ്യുക. കൊച്ചു വന്ന് പറഞ്ഞു, പപ്പ എനിക്ക് പഠിക്കേണ്ട കലക്ടറാണ്, ആകെ ടിക്കറ്റ് കളക്ടറായിരിക്കും. അപ്പം അതെ, കൊച്ച് പറയാണ് +2 കഴിഞ്ഞു, നാട്ടിൽ പോയി എൻട്രൻസ് ഇല്ല, ചുമ്മാ എഴുതുക മോളെ, വെറുതെ ഒരു കാര്യവുമില്ല, അവനെ പോയി എഴുതിക്കോ, എഴുതിച്ചില്ലെന്ന് വേണ്ട, കിട്ടാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. കൺസ്ട്രക്റ്റോ ഡിസ്ട്രക്റ്റോ? ഈ കൺസ്ട്രക്റ്റീവ് ലാംഗ്വേജ് ഒരു വാക്ക്, അതുകൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു നല്ല അപ്രീസിയേഷൻ കൊണ്ട് 2 മാസം ജീവിക്കാം. അങ്ങനെ ആ വാക്ക് ശരിയാണെങ്കിൽ, നല്ല അഭിനന്ദനം ഉണ്ടെങ്കിൽ 1 വർഷത്തിൽ ജീവിച്ചു അല്ലേ? അപ്പൊ ഒരു എല്ലാ മനുഷ്യന്റെ അകത്തും ഒരു ഇമോഷണൽ ടാങ്ക് ഉണ്ട്, വൈകാരികമായ ഒരു ടാങ്ക് എല്ലാ മനുഷ്യന്റെ അകത്തുണ്ട്. എന്തുകൊണ്ട്? ഇമോഷണൽ ടാങ്ക്. ഈ ഇമോഷണൽ ടാങ്ക് ഫില്ല് ചെയ്യപ്പെടേണ്ടത് സ്നേഹം കൊണ്ടാണ്. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വാക്ക് എന്താണ്? വാക്കുകൾ, നല്ല വേർഡ്സ് ഓഫ് അഫർമേഷൻ അല്ലെങ്കിൽ അപ്രീസിയേഷൻ. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം, ഭയങ്കര ശക്തിയാണ് ഈ വാക്കുകൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്ന സമയം ഞാൻ ഈ പറയുന്ന ഒരു കാര്യത്തെ ക്ഷമിക്കണേ. അപ്പോൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഒരു സാംബാസ്, അദ്ദേഹം ഒരു പക്ഷേ IPCയിലെ ആർക്കെങ്കിലും ഉണ്ടായി അറിയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം കുമ്പനാട്ടിൽ ഇപ്പോൾ തട്ടക്കടക്കി ഇരുന്നിട്ട് ഇപ്പോൾ അദ്ദേഹം കുവൈറ്റ് IPCയിലെ ഭാഷയായിട്ട് സാമിച്ചു. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഒരു കൺവെൻഷൻ വെച്ചാണ് മല്ലപ്പള്ളി. എനിക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ എനിക്ക് നിന്റെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു മോനെ, നീ അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ്, ഞാൻ കൺവെൻഷൻ നീ വരണമെന്ന്. അങ്ങനെ കുമ്പനാണ് എന്നെ കൺവെൻഷൻ പ്രസംഗിക്കാൻ. അപ്പം ഞാൻ സത്യത്തിൽ നല്ല അർത്ഥത്തിൽ എടുക്കണം ഞാൻ വാക്കുകൾ. ഞാൻ എങ്ങാണ്ടൊക്കെ പോയിട്ട് ഒരു ആക്കൈ ഷർട്ടൊക്കെ ഇട്ട് പ്രസംഗിക്കാൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ അപ്പച്ചന്മാരെല്ലാം രൂപയെ കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ചിന്ത ഇവരെല്ലാം എന്നെ നോക്കുക. എനിക്കൊന്ന് വെപ്രാളം കയറി, കർത്താവ് എന്തോ ചെയ്യും. അപ്പം ഞാൻ പ്രസംഗിക്കാൻ കയറി എന്നിട്ട് എനിക്കൊരു വാക്കും വരുന്നില്ല. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ജനം കേൾക്കുന്നുണ്ട്. എൻ്റെ ചിന്ത ഈ സംഭവം ഇരിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ പറ്റി നിങ്ങളൊക്കെ പറയാം ആത്മാവെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ അകത്തൊരു മനുഷ്യനില്ലേ. അപ്പോൾ ഇവരെല്ലാം എന്നെ ഒന്ന് നോക്കുക, എൻ്റെ ചിന്ത. ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് തിരിച്ചു നോക്കാൻ പേടി, ഇവരെ നോക്കാം. പിന്നെ കണ്ണടച്ച് പ്രസംഗിക്കുക. എന്നിട്ട് എന്നെ അങ്ങ് ഊരുപോലും വേർത്തു, എന്നിട്ട് എന്നെ അങ്ങ് വിറയ്ക്കുക. പക്ഷെ ഞാനത് എൻ്റെ കാലൊക്കെ അങ്ങ് കൂട്ടിയിടിക്കുന്നു, തൊണ്ട ഇടറുന്നു. ഞാൻ ഈ പുൽപ്പറ്റയിൽ ഇങ്ങനെ മുറുകെ പിടിച്ചേക്കുക. 2002 സമയങ്ങളും എന്നെ ശരിക്കും വിറയ്ക്കുക. പക്ഷെ ഞാൻ നല്ല മെസ്സേജാണ് പറയുന്നത്, ജനം കേൾക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ചിന്ത ഇതൊന്നും ചെല്ലുന്നില്ലെന്ന്. ഞാനിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ബോധ്യപ്പെട്ടിട്ടായിരിക്കും സാമ്പാഷ് ഇങ്ങോട്ട് കയറി വന്നിട്ട് എൻ്റെ നേരെ ഇങ്ങനെ നടന്നു ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. എന്നിട്ട് ഈ പുള്ളി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനൊരിക്കലും മറക്കത്തില്ല. പുള്ളി ഇത് കൊണ്ടുവന്നിട്ട് ഈ മേശപ്പുറത്തോട്ട് ഈ വെള്ളം വെച്ചു. എന്നിട്ട് ഇദ്ദേഹം ആർക്ക് തിരിഞ്ഞു നിൽക്കുക, ഓഡിയൻസ് തിരിഞ്ഞു നിൽക്കുക, എൻ്റെ നേരെ നിൽക്കുക. 1 മിനിറ്റ് അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. എടാ മോനെ, എന്തോ ഒരു നല്ല പ്രസംഗമാണ്, ആടിച്ച് കലക്കടാ, കേറി വാടാ എന്ന് തിരിച്ചു. അയ്യോ, പിന്നെ ഞാൻ എന്താണെന്ന് അറിയാമോ, ആകെ കലകിയില്ലേ. ഒരു മനുഷ്യൻ കയറിയെന്ന് പറയാ ആടിച്ച് കലക്കണം. ഒറ്റ വാക്കുകൊണ്ട് എന്തോ ഒരു വ്യത്യാസം ഉണ്ടായി. അപ്പം ഭാര്യ ഡ്രൈവ് നിന്നെ കൊണ്ട് വെള്ളത്തിൽ ഈ തൊണ്ട പിടിച്ചത് ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പുറത്തിരുന്ന് ഒരു കാര്യം പറയും, ഭർത്താവ് ഇരുന്ന് പഠിക്കത്തില്ല. അതിനൊരു കാര്യമുണ്ട്, നമ്മൾ ചത്തുപോയി നമുക്കല്ലേ പോകുന്നേ. അതുകൊണ്ട് സത്യം പറയാൻ വയ്ക്കും, നമ്മൾ ഈ ഭർത്താക്കന്മാരെ അടികൊണ്ട് ദൂരം പിന്നെ അതിന് വെപ്രാളമായിരിക്കും. കാരണം ഈ പുള്ളിയുടെ വെപ്രാളമല്ലേ എങ്ങോട്ടിടും, നമുക്ക് കൊണ്ടിടും. പിന്നെ പോയാൽ നമുക്ക് എല്ലാം പോകുന്നുള്ള തരത്തിൽ നമുക്ക്. എന്നാലും ഒരു കാര്യം സത്യമാണ്, ഈ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ വാക്കുകൾ, വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ, സ്നേഹം പ്രകടിപ്പിക്കാനാണ്. ഇതുപോലെ നല്ലതായിരിക്കും. ഒരു നല്ല പ്രസന്റ് സുന്ദരിയായി എന്നു പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് അങ്ങ് തോന്നുന്നത് എന്താണ്? സുന്ദരിയാണ്.
ഈ ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യ എത്ര പുണ്യാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയണം ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും. ചുമ്മാ പറഞ്ഞുകൊണ്ട് നമുക്ക് നട്ടൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇരിക്കേണ്ടത്. കാരണം അവരെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ക്ഷീണിച്ചൊന്ന് കേൾക്കാനാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞോളൂ, നീ എല്ലാം മെലിഞ്ഞ് സുന്ദരിയായാലും വല്ല നട്ടം ഉണ്ടോന്നേ. ഇല്ല, നമുക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അപ്പം ഈ നല്ല വാക്കുകൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് കാര്യം. ഈ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ കൈൻഡ് വേർഡ്സ് ആണ്. ലവ് ഈസ് കൈൻഡ് എന്നുള്ളതാണ് അല്ലേ? സ്നേഹം ദയം ചെയ്യുന്നു, ദയമാണ്, വാക്കുകൾ ദയവുമാണ്. അപ്പൊ തന്നെ നമ്മൾ ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഡിമാൻഡ് ചെയ്യുന്നു. ഈ റിക്വസ്റ്റും ഡിമാൻഡും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അതായത് ചായ കൊണ്ടുതരാം, അത് റിക്വസ്റ്റ് ആണോ ഡിമാൻഡാണോ? ഡിമാൻഡ്. ഈ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഞാൻ അപ്പനും നീ ആരുമായി, അവരപ്പനും മോളും കളിക്കുക. ഇടി നീ എന്താ കൊണ്ടുപാടി ചായ കൊണ്ടു. അവിടെ ശരിക്കും പാർട്ട്നേഴ്സ് ആണോ അപ്പനും മോളും ആണോ? ചിന്തിച്ച്. അവിടെ പാർട്ട്നേഴ്സ് അല്ല, അവിടെ എന്തായി? അപ്പനും മോളും. തിരിച്ചു പറയാം, ഈ വേസ്റ്റ് ഒന്നും കൊണ്ട് കളയാമോ എന്ന് ചോദിച്ചാൽ ആരായി? അമ്മയും മോനുമായി. ഞാൻ അമ്മയും, നീ ആരാണ്? മോനുമായി. ഏതേ സമയം തിരിച്ചു ചോദിച്ചു നോക്കിയാൽ, മോളെ എനിക്ക് ഒരു ചായ ഇട്ട് തരാം മതി. അതെന്തായി? റിക്വസ്റ്റ് ആണോ ഡിമാൻഡാണോ? ഈ ഡിമാൻഡ് എന്തോ പറ്റുമെന്ന് അറിയാമോ? ഡിമാൻഡ് സ്നേഹത്തെ ബ്ലോക്ക് ചെയ്യും. റിക്വസ്റ്റ് എന്ത് ഒരു ചായ ഇട്ട് തരാം മക്കളെ എന്ന് ചോദിച്ചാൽ 1000 വട്ടം എന്നാ വേണം തന്നെ ഇട്ട് കുടിക്കാൻ പറയൂ. ഒരു ചായ തരാം, ഇച്ചിരി കഴിയട്ടെ, ഞാൻ കൊടുക്കാം. മനപൂർവ്വം ഒരു പറ്റും. കാരണം നമുക്ക് അങ്ങനെ ഇപ്പൊ ഞാൻ ഇരിക്കണം വന്നാലേ ഉള്ളൂ. ക്ഷീണമെന്നറിയാം, എന്നാലും എൻ്റെ കാര്യമില്ല. ഒരു ചായ ചുമ്മാ നിങ്ങളൊക്കെ പറയുന്നത് ഒരു നട്ടം ഉണ്ടോന്നേ. ഒരു കാര്യം ഞാൻ ഓർത്തോളാം, ഇത് രണ്ടും ഒരു നാടകമാണ്. അതിനകത്ത് ശരിക്കും എന്ത് ചെയ്യണം? പിന്നെ ഇപ്പൊ അഭിനയം നാടകമൊന്നും അല്ല, പക്ഷെ എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ? നമ്മുടെ റോൾ അഭിനയിക്കണം, വേണ്ടേ? സത്യമല്ലേ? അപ്പം ഈ വാക്കുകൾ ഹമ്പിൾ ആയിരിക്കണം, ഹമ്പിൾ വേർഡ്സ് ആയിരിക്കണം. 1, 2 റിക്വസ്റ്റ് ആയിരിക്കണം. എന്താകരുത്? ഡിമാൻഡ് ആകരുത്. 3 ഇത് കൈൻഡ് ആയിരിക്കണം. കൈൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഐ ലവ് യു. അതെന്തായി? അതെന്ത് പറ്റോൺ ചെയ്ത് നീ അവിടെ കിട്ടച്ച് പോയി മാത്രം ഞാൻ കഴിയിക്കോളും. ഞാൻ എന്റെ മാത്രം കഴുകുന്നത്, ഞാൻ എന്റെ മാത്രം കഴുകുമോ? അതെന്തായി? ചിലപ്പോ പറയത്തില്ല, അത് നീ കഴിയുമ്പോ ഞാൻ കഴുകുന്നു. അവരെ സഹായിക്കാം. സത്യത്തിൽ ആ വാക്കെന്താ പറയുന്നത്? അത് കേൾക്കുമ്പോ നമുക്ക് എന്താ പിടി കിട്ടിയത്? കൈൻഡ് ആണോ? അതൊക്കെ എനിക്ക് കഴിയാൻ ഇഷ്ടമാണ്. ഞാൻ നിന്നെ എനിക്ക് നിന്നോടൊക്കെ സ്നേഹമാണ്. സത്യത്തിൽ അവിടെ എന്താ ഉണ്ടായത്? നമുക്ക് എന്തോ ആ വാക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്താ? അല്ലേ? അപ്പൊ വാക്കുകൾ എന്തായിരിക്കണം? കൈൻഡ് ആയിരിക്കണം. ആ വാക്കുകളിൽ കൂടെ സ്നേഹം പ്രകടിപ്പിക്കണം. 1 എന്താണ്? സംഭാഷണം. ശ്രദ്ധിക്കണേ. 2 സമയം. ശ്രദ്ധിച്ചേ, സമയം. ഈ സമയം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്ത് കിട്ടാനാണ്? സമയം കിട്ടാനാണ്. ഈ സമയം എന്ന് പറയുമ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചോളി, നമ്മളെ കോളേജിൽ നോക്കിയാലേ നമ്മൾ വന്നത്. ഈ കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഈ ചില പറഞ്ഞ ലവ് ഈസ് ആൻ ഇമോഷൻ ദാറ്റ് എൻഡ്സ് വിത്ത് മാരേജ്. ചിലപ്പോൾ നമുക്ക് സത്യമാണ്, കല്യാണം കഴിക്കുന്നതോടെ എന്തോ തീരും, പ്രേമം. പ്രേമിച്ച് കെട്ടി, പക്ഷേ എന്തോ തീർന്നു? പ്രേമം. പക്ഷെ ഈ പ്രേമിക്കുന്നവരെ നോക്കിക്കേ, ഇവർ രണ്ടുപേരും കൂടെ രാവിലെ വന്നിരിക്കും, പിന്നെ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുക, പിന്നെ 4 മണിയാകുമ്പോൾ നടന്ന് ബസ് സ്റ്റാൻഡ് വരെ വരും, പിന്നെ അവിടുന്ന് കണ്ണി നോക്കിയിട്ട് പിന്നെ കയറി. സത്യത്തിൽ ഇവരെന്തോ ഈ പറയുന്നേ? എന്ത് സംസാരിക്കും? ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെയുള്ള വലിയ തിയറികളാണ്. ഒന്നുമല്ല, ഒന്നും സംസാരിക്കുന്നില്ല. ഇവർ തമ്മിൽ എന്ത് ചെയ്യാം നോക്കി? 2 പ്രേമിക്കുന്നവര് കഴിക്കാൻ പോയാൽ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി പോകത്തില്ലേ? കഴിക്കാൻ പോകുമ്പോൾ ഈ പ്രേമിക്കുന്നവർ കഴിക്കാൻ പോയാൽ അവർ രണ്ടുപേരും അങ്ങോട്ട് ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ആരെ നോക്കിയിരിക്കും? കണ്ണി നോക്കിയിരിക്കും. നമ്മൾ കഴിക്കാൻ പോയ നാട്ടുകാരെ നോക്കിയിരിക്കും. നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇതാ വേണ്ടിയാ? സത്യം. നിങ്ങൾ കഴിക്കാൻ പോയിട്ട് ആരെ നോക്കി? അവൾ കണ്ടോ സ്പൂൺ പിടിച്ചേക്കുന്ന കണ്ടോ? അപ്പോട്ട് പോകുന്നതാണ്.
സത്യത്തിൽ കഴിക്കാൻ പോയതാണോ സമയം ഇരിക്കാൻ പോയതാണോ? നമ്മൾ ചിന്തിക്കുക. തിന്നാൻ വേണ്ടിയാണോ പോയത്? സമയം ഇരിക്കാൻ വേണ്ടി പോയാണോ? സമയം ഇരിക്കാൻ പോയത്. പക്ഷെ നമ്മൾ ആരെ കഴിയും? മറ്റുള്ളവർ. പക്ഷെ പ്രേമിക്കുന്നവർ നോക്കണം, അവർ ചുമ്മാ ഇങ്ങോട്ട് നോക്കി, എങ്ങോട്ട് നോക്കിയാ? കണ്ണി നോക്കി. അടുത്തിരിക്കല്ലേ, അത് കണ്ണി നോക്കി. നമ്മുടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദമ്പതികൾ ഉടമ്പടി ചെയ്യത്തില്ലേ, സുഖത്തിലും ദുഃഖത്തിലും, തമ്പുരാനെ ഓർത്ത് അന്നേരം ഉപദേശിയുടെ കണ്ണി നോക്കിയാ പറയുന്നത്. ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഞാൻ നിന്നെ സ്നേഹിച്ചു, പാവം കളവൻ എത്ര കല്യാണം കഴിക്കട്ടെ, കുട്ടികളെ ഉടമ്പടി കഷ്ടമുണ്ട്. ഞാനൊരു പ്രത്യേകം പറയും, നിങ്ങൾ എവിടെ നോക്കണം? നിങ്ങൾ തമ്മിൽ നോക്കണം. സത്യമാണ്. അന്നേരം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണി നോക്കാൻ. ഒന്ന് കണ്ണു നോക്കി, അടുത്തിരിപ്പുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നോക്കരുത്. കണ്ണു നോക്കി. കണ്ണി നോക്കുന്നത് ഭയങ്കരമാണ്. നമ്മൾ കണ്ണും കൂടെ എന്ത് ചെയ്തു, ഇടഞ്ഞു എന്നൊക്കെ പറയുന്നത്. അത് ഭയങ്കരമാണ്. ഈ പ്രേമം വരുമെന്ന് കണ്ണി നോക്കിയാൽ. ഒളിഞ്ഞു പോയതൊക്കെ ഇങ്ങനെ തിരിച്ചു വരുമെന്ന് ആരാ പറഞ്ഞ മുതുക്കായെന്ന്? നല്ല നമ്മൾ കണ്ണി നോക്കിക്കേ, സംഭവം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ എവിടെ നോക്കണം? കണ്ണി നോക്കണം. അപ്പൊ നമ്മൾ ഈ കണ്ണി നോക്കി കുറെ നേരം ഇരിക്കുമ്പോൾ ശരിക്കും എന്താണ് ക്വാളിറ്റി ടൈം. അവിടെ നമ്മൾ കൊടുക്കുന്നത്, നമ്മളിപ്പോ 20 മിനിറ്റ് ഇങ്ങനെ കണ്ണി നോക്കിയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ 20 മിനിറ്റ് ആർക്ക് കൊടുക്കുക? നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കുക. സത്യല്ലേ? നമ്മുടെ ലൈഫാണ്. വി ആർ ഗിവിംഗ് ദ. ആ 20 മിനിറ്റ് പിന്നെ കിട്ടുമോ? കിട്ടത്തില്ല. സോ വി ആർ ഗിവിംഗ് അവർ ലൈഫ് ടു അവർ പാർട്ട്ണർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? കണ്ണു നോക്കി. അതിന്റെ അർത്ഥം എപ്പോഴും കണ്ണു, ഈ അൺഡിവൈഡഡ് അറ്റൻഷൻ ആയിരിക്കും. നോക്കിക്കേ, നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോ രണ്ടുപേരും ഒന്നിച്ചിരിക്കുക. ടി വി കണ്ടോണ്ടിരുന്നാൽ സത്യത്തിൽ നമ്മുടെ ശ്രദ്ധ ടി വിയിലാണോ നമ്മളിലാണോ? ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടോണ്ട് രണ്ടുപേരും കൂടി ഇരിക്കാം, എന്തോ ഇല്ല. അല്ല, നിങ്ങൾക്ക് അവിടെ ഒരു നല്ല അൺഡിവൈഡഡ് അറ്റൻഷൻ ആണോ കൊടുക്കുന്നത്? നമ്മൾ ഒന്നിച്ചിരിക്കുന്നു, പക്ഷെ ക്വാളിറ്റി ടൈം ആയോ? ഇല്ല. നമ്മൾ ഒന്നിച്ചിരിക്കുന്നു, പക്ഷെ ഫോണിൽ വർത്താനം പറയാം. വർത്താനം പറഞ്ഞോണ്ട് ഒന്നിച്ചിരിക്കുക, ക്വാളിറ്റി ടൈം ആയോ? ഇല്ല. ആയോ? ഇല്ല. നമ്മള് ഇപ്പൊ കുഞ്ഞുമായിട്ട് പന്ത് കളിക്കാം, കൊച്ചു കുഞ്ഞുമായിട്ട് പന്ത് കളിക്കാം. പന്ത് കളിക്കുമ്പോൾ നമ്മൾ പന്ത് കളിച്ചുകൊണ്ട് കുഞ്ഞിന്റെ കൂടെ നിന്നാല് നമ്മൾ കുഞ്ഞ് ശ്രദ്ധിക്കുന്നു, കുഞ്ഞിനെ ശ്രദ്ധിക്കും. പക്ഷെ അതിനിടയ്ക്ക് പന്ത് അടിക്കുന്നുണ്ട്, ഫോണിൽ വർത്താനം പറയുന്നുണ്ട്. അത് ക്വാളിറ്റി ടൈം ആണോ? അല്ല. കാരണം നമ്മൾ ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രദ്ധ എവിടാ? ഫോണിലാണ്. കൂട്ടത്തിൽ പന്ത് കളിക്കുന്നുണ്ട്. അപ്പം പങ്കാളിക്ക് എന്തോ കൊടുക്കണം? ടൈം കൊടുക്കണം, ക്വാളിറ്റി ടൈം കൊടുക്കണം. മൂന്ന് വഴിക്ക് ഈ ക്വാളിറ്റി ടൈമിനകത്ത് ടൈം പോരാ, അതെന്തായിരിക്കണം? ക്വാളിറ്റി ടൈം. എൻ്റെ അടുത്ത് കണ്ണു നോക്ക്. നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ ടുഗദർനെസ് ഉണ്ടാകും, നമുക്കൊരു ഒരുമയുണ്ടാകും. ഈ ഒരുമ ഉണ്ടാകാൻ പല മാർഗങ്ങളുണ്ട്. രണ്ടുപേർക്ക് ഇഷ്ടമുള്ള കാര്യം ഒന്നിച്ച് എന്ത് ചെയ്യാം? ഇപ്പൊ രണ്ടുപേർക്കും കൂടെ ഗാർഡനിങ് ഇഷ്ടമാണ്, രണ്ടുപേരും കൂടെ ഗാർഡനിൽ ഇറങ്ങിയിട്ട് ഒന്നിച്ച് കുറെ നേരം പൂവൊക്കെ ഇടുവാണെങ്കിൽ അവിടെ എന്തോ ആയി? ക്വാളിറ്റി ടൈം. ശരിക്കും പറഞ്ഞാൽ ഗാർഡനിങ്ങിന് വേണ്ടി ഗാർഡനിങ് ചെയ്യാണോ, ഒന്നിച്ചൊരു കാര്യം സമയം കൊടുക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാണോ? ഒന്നിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യാം. രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടക്കാൻ പോകും. വർത്തമാനമൊക്കെ പറഞ്ഞു രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടക്കാൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നടക്കുക എന്നുള്ള ഉദ്ദേശത്തെക്കാൾ കൂടുതൽ മറ്റൊരു ഉദ്ദേശമുണ്ട്. ഞാൻ എൻ്റെ പങ്കാളിക്ക് എൻ്റെ എന്ത് കൊടുക്കുക? സമയം കൊടുക്കുക. അപ്പം യേശു നോക്കിക്കേ, യേശു തൻ്റെ പിതാവിന് പകല് മുഴുവൻ തിരക്കായിട്ടും രാത്രിയിൽ ഇച്ചിരി സമയം കിട്ടിയ ഓടി എവിടെ പോകും? മലയുടെ മുകളിൽ പോകും. എന്ത് കൊടുക്കാനാ? സമയം കൊടുക്കാൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് കൊടുക്കണം? സമയം. 2, 3 ഏറ്റവും വലിയ അടുത്ത ഒരു ലാംഗ്വേജ് ഉണ്ട്, സമ്മാനം എന്ന് പറയുന്നത്. ഈ സമയം കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സമയം കൊടുക്കാൻ നോക്കുന്ന സമയമുണ്ട്. ഭാര്യയുടെ അച്ചായൻ മരിച്ചിട്ട് 2ാമത്തെ ആണ്ട് അല്ലെ 1ാമത്തെ ആണ്ട്, അന്ന് ഇവർക്ക് എന്തായിരിക്കും? വിഷമായിരിക്കും. അന്ന് പറയാ, ഇന്ന് ഞാൻ അവധി എടുത്ത് അച്ചായന്റെ കൂടി ഇരിക്കുക, എങ്ങോട്ടും ഞാൻ പോകുന്നില്ല. ഈ നമ്മുടെ വിഷമമുള്ള സമയത്ത് നമ്മളെ കൂടി ഇരിക്കുകയാണെങ്കിൽ അത് ഒരു സന്ദേശം കൊടുക്കുകയാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവളാ. ക്വാളിറ്റി ടൈം കൊടുക്കുക, അല്ലേ? ക്രൈസിസിന് ടൈം കൊടുക്കുക. 3ാമത്തെ ലാംഗ്വേജ് സമ്മാനം. സമ്മാനം എല്ലായിടത്ത് പറഞ്ഞേ, സമ്മാനം. ഈ സമ്മാനം എന്ന് പറയുന്നത് ശരിക്കും ജീവിതമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വ്യക്തിയെ ഓർക്കുന്നത് പലപ്പോഴും നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ ചില സമ്മാനം കിട്ടിയത് നമ്മൾ എപ്പോഴെങ്കിലും മറക്കും. സമ്മാനം ഭയങ്കര. ഈ ഓ ഹെൻറി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു കവിതയുണ്ട്, ലോക പ്രശസ്ത, ക്രിസ്മസ് ഗിഫ്റ്റ്. നിങ്ങൾ വായിച്ചിട്ട് ആരെങ്കിലും? ക്രിസ്മസ് ഗിഫ്റ്റ്. ഒരു ദമ്പതികൾ. അപ്പൊ ക്രിസ്മസ് വന്നപ്പോൾ അവര് പരസ്പരം സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. സമ്മാനം കൊടുക്കാനായിട്ട് പാവം പിടിച്ച ദമ്പതികൾ, അവരുടെ സ്നേഹത്തെ കുറിച്ച് കാണിക്കുന്നതാണ്. സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഭർത്താവ് ആലോചിച്ച്, ഇവക്ക് എന്ത് ഞാൻ കൊടുക്കണം?
അപ്പൊ ഭർത്താവ് നോക്കിയപ്പോ അവക്ക് നല്ല നീണ്ട മുടിയുണ്ട്. നീണ്ട മുടിയെ ഇടാൻ വേണ്ടി ആമത്തോട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ലൈഡ് അയാൾ എവിടെയോ കണ്ടു. അത് നല്ല സമ്മാനം കഴിക്കും, നല്ല മുടി. അപ്പൊ ഇയാൾ പോയിട്ട് ഈ ആമത്തോട് കൊണ്ടുള്ള സ്ലൈഡ് മേടിക്കണം. അതിന് കാശില്ല. അയാൾ എന്ത് ചെയ്തു? നോക്കിയപ്പോ അയാളെ വാച്ച് വിറ്റിട്ട് സ്ലൈഡുമായിട്ട് ഓടിച്ചു. ക്രിസ്മസിന്റെ ദിവസമായി ഇയാളെ സ്ലൈഡ് മേടിച്ച് വാച്ച് വിറ്റ് സ്ലൈഡ് മാറ്റിയില്ല. സ്ലൈഡും കൊണ്ട് അവിടെ ചെന്നപ്പോ കുത്താൻ നോക്കിയപ്പോ മുടിയില്ല. അവള് നിൽക്കുകയാണ്. അവളെന്ത് ചെയ്യുന്നറിയാമോ? മുടി കൊണ്ട് മുറിച്ച് വിറ്റിട്ട് ഇവന്റെ വാച്ചിന് മേടിക്കാൻ വേണ്ടി പഴയ ഒരു സ്റ്റാഫാ മുടി മുറിച്ചിട്ട് ഒരു സ്റ്റാഫ് മേടിച്ചു കൊടുത്തിരിക്കുക. അപ്പം രണ്ടുപേർക്കും സമ്മാനം കൊണ്ടുവന്നു. അവൻ കൊണ്ടുവന്നു മുടിയെ വെക്കാൻ വേണ്ടി ക്ലിപ്പ്, പക്ഷെ എന്തില്ല, മുടിയില്ല. അവള് കൊണ്ടുവന്ന് വാച്ചെ കെട്ടാൻ സ്റ്റാഫ്, പക്ഷെ എന്തില്ല, വാച്ചില്ല. ദമ്പതികളുടെ സേവനം. പ്രിയപ്പെട്ടവരെ, സമ്മാനം ഭയങ്കര. വല്ലപ്പോഴും എന്ത് മേടിച്ചു കൊടുക്കാം? സമ്മാനം മേടിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ഒരു സമ്മാനം എന്താ പറയുക? ഏറ്റവും വലിയ സമ്മാനം ടൈമാണ്. നമ്മുടെ ക്രൈസിസിൽ നമ്മളൊരു വ്യക്തിയുടെ കൂടി ഇരിക്കുമ്പോൾ എന്ത് കൊടുക്കുക? സമ്മാനം കൊടുക്കുക, അല്ലേ? നമ്മുടെ സമയം അവർക്ക് സമ്മാനമായിട്ട് സമ്മാനം. അടുത്ത ഞാൻ വേഗം മുമ്പോട്ട് പോട്ടെ. അടുത്തത് സമ്മാനം. അപ്പൊ എത്രയായി? 3 അടുത്തത് നമ്മൾ ശ്രദ്ധിച്ചേക്കണം. സേവനം, സർവീസ്, ആക്ട്സ് ഓഫ് സർവീസ്. ഏറ്റവും കൂടുതൽ കൊടുക്കാൻ ഒക്കുന്ന ഒന്നാണ് സർവീസ് എന്ന് പറയുന്നത്, സേവനം. ഞാൻ പറഞ്ഞില്ല മുമ്പേ ഒരു സാധനം നമ്മുടെ അകത്തിരിപ്പുണ്ട്. ഏതാ? നമ്മുടെ അച്ചാൻ. നമ്മൾ ഈ ഭാര്യ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കൊച്ചപ്പി ഇട്ടു. ഇവിടെ പിന്നെ പാമ്പറാണല്ലോ ഇപ്പൊ കൊട. അപ്പി ഇട്ടെങ്കിൽ ഇവിടെ വിളിക്കാം, എടീ കൊച്ചപ്പിട്ടടി എന്ന് പറയുമ്പോ ഇവിടെ പറഞ്ഞു, മുതുകാലം ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ലോ, ഇയാളുടെ വിളിക്കാൻ കിടന്ന് എടുത്ത് എല്ലാം പറ്റുമോ? അപ്പൊ കൊച്ചപ്പി ഇട്ടു. സത്യമായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറയാം. ഈ അപ്പി ഇടുമ്പോൾ നിങ്ങളൊരു പേപ്പറൊക്കെ എടുത്ത് കോരുന്ന പോലൊക്കെ കാണിച്ചാൽ മതി. നിങ്ങൾ കോരണ്ടെന്ന് പറയും. പക്ഷെ കോരുന്ന പോലെ കാണിച്ചാൽ എന്തുകൊണ്ട് സന്തോഷമായിരിക്കും അറിയാം. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. 4 ഓരോ വേണ്ട, കോര സമ്മതിക്കില്ല. ഞാൻ മുമ്പേ പറഞ്ഞൊരു സാധനമുണ്ട്, ഏതായാലും ഇറങ്ങി എന്ത് ചെയ്യോ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒക്കുന്ന ഒന്നാണ് എന്ത്? സേവനം. അല്ലേ? ചിലപ്പോ പിള്ളേരുടെ ഡയപ്പർ ഒന്ന് മാറി കൊടുത്തു. ശരിക്കും അവിടെ കാണിക്കുന്നത് എന്താ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുക, സഹായിക്കും. അല്ല ഭർത്താവ് വാക്കുകളും എടുത്തോണ്ടൊന്ന് വാക്ക് ചെയ്യാം. സത്യത്തിൽ ഭാര്യയുടെ ഹൃദയം സന്തോഷിക്കാം. കാരണം ഇയാൾ എന്നെ എന്ത് ചെയ്യുക? സേവിക്കുക. തിരിച്ചു നോക്കി. അല്ല പാത്രം ഇടക്കിടക്കുന്ന ഒന്ന് കഴുകി വെക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇതൊന്നും ആരും ചെയ്യത്തില്ല. അപ്പൊ ചെയ്യത്തില്ല. സത്യമാണ്. എന്തോ ചെയ്യാൻ? അപ്പൊ ചെയ്യത്തില്ല. ഈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ മനഃപൂർവ്വം ചെയ്യുമ്പോഴാണ് അതെന്താകുന്നത്? സ്നേഹം. കാരണം ഐ ആം ലേണിംഗ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് മൈ പാർട്ട്ണർ. ഐ ആം എക്സ്പ്രസിംഗ് മൈ ലവ്. അപ്പൊ സേവനം കൊടുക്കാനായിട്ട് കഴിയും. യേശു കാണിച്ച ഒരു മാർഗമുണ്ട്. യേശു ഒരു പന്തിയിൽ ഇരിക്കുമ്പോ യേശു ഉടുപ്പൂരിയിട്ട് തോർത്തെടുത്തെടുത്ത് ശിഷ്യന്റെ എന്ത് കഴുകി? പാദം കഴുകി. അന്നത്തെ കാലത്ത് ആരും എന്ത് കഴുകത്തില്ല, അടിമ മാത്രമേ പാദം കഴുകത്തുള്ളൂ. യേശു കാണിച്ചതെന്ന് പറയും, നിങ്ങളിൽ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ ആരാകട്ടെ? ദാസനാകട്ടെ. അപ്പൊ സ്നേഹം കാണിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് എന്തെന്ന് പറയുന്നത്? സേവനം. എല്ലാവരും പറയും സേവനം എന്ന് പറയും. സേവനം. 5ാമത്തെ ഒന്നുണ്ട്, സ്പർശനം എന്ന് പറയും. സ്പർശനം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം. സ്പർശനം. ബാഡ് ടച്ച് ഉണ്ട്, ഗുഡ് ടച്ച് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ബാഡ് ടച്ച് നമ്മളെ നശിപ്പിച്ചു കളയും. നമ്മുടെ പിള്ളേർക്കൊക്കെ അബ്യൂസ് ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അബ്യൂസ് ഉണ്ടാകുമ്പോൾ ഒരു ബാഡ് ടച്ചാണ് ഉണ്ടാകും. നമ്മുടെ അച്ഛന്മാർ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലെ ഒരു ബസ്സാണ്, തിരക്കുള്ള ട്രാൻസ്പോർട്ട് ബസ്സിന്റെ മുമ്പിൽ കയറി നിന്നിട്ട് 45 ഡിഗ്രി ചരിഞ്ഞൊരു നിപ്പുണ്ട്. ആ സ്പർശനമല്ല ഞാൻ ഈ പറയുന്നത്, അത് ബാഡ് ടച്ചാണ്. അതെന്തോ ഉണ്ടാക്കും? അബ്യൂസ് ഉണ്ടാക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെ തൊടുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് ആരില്ല? നമ്മുടെ ശരീരത്തിലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ ഒരു വ്യക്തി സ്നേഹപൂർവ്വം തൊടുമ്പോൾ ആരെ തൊടുക? നമ്മളെ തൊടുക. സ്പർശനം. ഇത് ഭയങ്കര മർമ്മമാണ്. ഒരു സൈക്കോളജിസ്റ്റ് പ്രൂവ് ചെയ്തിട്ടൊരു കാര്യമുണ്ട്. 20 കുട്ടികളിൽ 10 തിരിച്ചു. 10 കുട്ടികളെ എന്നും എടുത്തു, ഹഗ് ചെയ്തു, ഉമ്മ കൊടുത്തു, കുളിപ്പിച്ചു. അവർക്കും മറ്റേ കുട്ടികളെ എടുത്തില്ല. 2 പേർക്കും സെയിം ഭക്ഷണം കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയത്, എടുത്തുമ്മ വെച്ച് താലകൊളിച്ച് ലാളിച്ച കുഞ്ഞുങ്ങൾ ആരോഗ്യവരായിരുന്നപ്പോൾ തൊടാതെ അതേ ഭക്ഷണം കൊടുത്തതിൽ 3 പേര് ന്യൂമോണിയ വന്ന് മരിച്ചു. 2 പേർക്ക് ചിക്കൻ പോക്സ്. ചുരുക്കത്തിൽ ആരും ആരോഗ്യമില്ലാത്തവരായി മാറി. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് കാണുന്നു, യേശുവിന്റെ അടുക്ക കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. എന്തിനാണെന്ന് അവിടെ പറയുന്നുണ്ട്? അവൻ അവരെ തൊടേണ്ടതിന് കൊണ്ടുവന്നു. യേശു അവരെ എന്ത് ചെയ്തു? അണച്ചു.
അങ്ങനെയാണ്. അവൻ അവരെ അണച്ച് അവിടെ തലയിൽ കൈവച്ച് അവരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്ക് വന്നിട്ട് പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ എന്നെ എന്താക്കുക? സൗഖ്യമാക്കാൻ പറയും. യേശു അവനെ എന്ത് ചെയ്തു? തൊട്ടു. അവനെ തൊടാതെ യേശുവിന് സൗഖ്യമാക്കാം. പക്ഷെ യേശുവിന് അറിയാം സ്പർശനം ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പൊ നമ്മളൊരു പങ്കാളിയെ തൊടുമ്പം, സ്നേഹത്തോടെ സ്പർശിക്കുമ്പോൾ എവിടെ ചെല്ലുക? നമ്മൾ അവരുടെ അകത്തേക്ക് ചെല്ലുക. നമ്മുടെ മലയാളിക്ക് ഒരു കുഴപ്പമുണ്ടേ. ഈ മലയാളിക്ക് സ്പർശിക്കണമെങ്കിൽ പാതിരാത്രിക്ക് അറിയത്തുള്ളൂ. പകല് മുഴുവൻ മണ്ടേ പോത്തെ ആലുവാമണപ്പുറത്ത് കണ്ട പരിചയം കാണിക്കത്തില്ല. അവൻ ഇങ്ങനെ കാണുമ്പോഴെല്ലാം മണ്ടേ പോത്തെ നിന്റെ അമ്മയുടെ തല, നിന്റെ അച്ചായന്, നിന്റെ വീട്ടുകാരെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രസംഗിച്ചിട്ട് പാതിരാത്രി ആകുമ്പോൾ ഒരു ഒലിപ്പിലുണ്ട്, ചക്കരെ വന്നെ പാലല്ലേ തേനല്ലേ. അപ്പൊ ഇവള് പറയുന്നത് എന്നായിരിക്കും? മൊണ്ണം നിങ്ങ വാ, ഞാൻ തരാം, നിങ്ങ വാടാ. ഒടുക്കത്തെ തലവേദന കണ്ടില്ലേ? അയ്യോ പൊട്ടിപ്പോവാ. സത്യത്തിൽ തലവേദന ഇല്ല കുഞ്ഞെ. എന്താ പറ്റിയത്? പാതിരാത്രി ആയപ്പോഴാണ് സ്നേഹം കയറുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊടുക്കേണ്ടത് അപ്പോഴല്ല. കാരണം അടിസ്ഥാനപരമായി മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുരുഷൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവന്റെ ജനറ്റിക്കൽ പാർട്ടുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു വികാരമാണ് സെക്സ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തൊന്നുമില്ല. ജനറ്റിക്കൽ പാർട്ടിന് അപ്പുറത്തേക്ക് അവന്റെ സെക്ഷൽ ഫീലിംഗ് ബോധമില്ല. അത് എന്ന് തീരുന്നു, അതോടുകൂടി അവന്റെ ആവേശം നശിക്കും. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് അതല്ല. അവളൊരു ശാന്തമായ തിരയാണ്. അവളെ സ്നേഹം കൊണ്ട് ഉണർത്തണമെങ്കിൽ അവളെ പതുക്കെ പതുക്കെ ഉണർത്തിക്കൊണ്ട് വരാൻ കഴിയുന്നവര് മാത്രമേ അവളെ മനസ്സിലേക്ക് കയറാനായിട്ട് ഒക്കത്തുള്ളൂ. ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ സ്നേഹമുള്ള സ്പർശം അത് എങ്ങനെ ഇഷ്ടപ്പെടും? നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അല്ല സ്പർശിക്കേണ്ടത്, അവരിഷ്ടപ്പെടുന്ന പോലെ സ്പർശിക്കണം. അതെങ്ങനെ? അതൊരു കലയാണ്. മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു കല. സ്നേഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കും. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാധ്യമമാണ് എന്തെന്ന് പറയുന്നത്? സ്പർശനം എന്ന് പറയും. 5 സാധകൾ എന്ന് പറയും: സമയം, സംഭാഷണം, സമ്മാനം, സേവനം, സ്പർശനം. ഇനി ഞാൻ ഒന്ന് നിർത്തി പറയട്ടെ. ഇതില് ഓരോ വ്യക്തിയുടെയും പ്രൈമറി ലവ് ലാംഗ്വേജ് വ്യത്യാസമായിരിക്കും. എന്റേത് സമയമാണെങ്കിൽ എന്റെ പങ്കാളിയുടെ എന്തായിരിക്കത്തില്ല? സമയമായിരിക്കും. ചിലപ്പോൾ അവിടെ ഒരു സ്പർശനായിരിക്കും, ചിലപ്പോൾ അവിടെ ഒരു സേവനമായിരിക്കും. ഇതെങ്ങനെ തിരിച്ചറിയാം? ഇത് തിരിച്ചറിയാൻ ഒരു മാർഗമുണ്ട്. എന്താണോ നമ്മളെ ഹർട്ട് ചെയ്യുന്നത്, എന്ത് ചെയ്തപ്പോഴാണോ ചെയ്യാതിരുന്നപ്പോഴാണോ ഞാൻ ഹർട്ടാക്കപ്പെട്ടത്, ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ എന്താണോ ഏറ്റവും കൂടുതൽ എന്റെ പങ്കാളി കംപ്ലൈന്റ്, ഈ മനുഷ്യനാണെങ്കിൽ എന്നെ ഒരു കാര്യം സഹായിക്കത്തില്ല, ഞാനാണെങ്കിൽ ഏറ്റവും ഇങ്ങനെ വന്ന് കഴിക്കാൻ ഇതൊന്നും എടുത്ത് വെച്ചാൽ എന്താ പറ്റുന്ന ഈ പറയുന്നത്, ഇതൊക്കെ ഒന്ന് വർക്കാക്കി പിള്ളേരുടെ കാര്യം നോക്കിയാൽ അപ്പൊ അവിടെ ലാംഗ്വേജ് എന്താ? സേവനം. ഞാനൊന്ന് വർത്താനം പറയാനായിട്ട് ചെല്ലുമ്പോൾ തന്നെ പിന്നെ നടക്കാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ കയ്യെ നിന്ന് പിടിക്കാൻ നോക്കുമ്പോഴത്തേന് ഇയാളുടെ ഒരു പോപ്പുണ്ട്. ഇയാൾ 500 അടി മുമ്പില്. സത്യത്തിൽ ഏറ്റവും സ്പർശനശേഷി ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഭാര്യമാർ എവിടെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നത്? കൈകൊള്ളും. അങ്ങനത്തെ അങ്ങ് നാണമല്ലേ? കാരണം നമ്മുടെ അച്ഛൻ്റെ പൂത വിളിപ്പോൾ ആരെങ്കിലും കാണുന്നത് പുള്ളി അത് മുമ്പിൽ പോവാ. അപ്പൊ നോക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ തൊടാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ലൗലാവേ എന്തായിരിക്കും? സ്പർശനായിരിക്കും. ചിലർക്ക് ഇതൊന്നും വേണ്ട, ചുമ്മാ അടുത്ത് കുറേ നേരം ഇരുന്നാൽ മതി. എനിക്ക് ഏറ്റവും ആഗ്രഹമുണ്ട് ഒന്നും ചെയ്ത് കഴിഞ്ഞു ആ മനുഷ്യൻ ഒന്നും ജോലിക്ക് പോയാലും ഒന്നും വേണ്ട, എൻ്റെ അടുത്ത് 10 മിനിറ്റ് ഇരുന്നാൽ. ഈ 10 മിനിറ്റ് ഇരിക്കാൻ വലിയ പാടാണ്. നമ്മുടെ ഈ പ്രശ്നമാണ്. നമ്മൾ അതിൻ്റെ അട്ടയ്ക്ക് അന്ന് ഇരിക്കണമെന്ന് എങ്ങനെ? കാരണം ആർക്ക് വേണ്ടി? എന്നെ കൊണ്ട് ഒക്കത്തില്ല, പക്ഷെ ഞാൻ ഒക്കുകയാണ്. ആർക്ക് വേണ്ടി? സ്നേഹം ത്യാഗമല്ലേ? അപ്പൊ നോക്കുക, നമ്മുടെ വ്യക്തിയുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കി അത് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇവരുടെ ടാങ്ക് എന്തായിരിക്കും? ഫില്ല് ചെയ്യും. ഈ ലവ് ടാങ്ക് ഫുൾ ആണെങ്കിൽ പിന്നെ ജീവിതം എന്തോ ഒരു സന്തോഷമായിരിക്കും. ഒരു 99% ലൈംഗിക പ്രശ്നങ്ങൾ ശാരീരികമല്ല, മാനസികം. ഈ മാനസിക ടാങ്ക്, വൈകാരിക ടാങ്ക് ഫുള്ളായാൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പൊ ഒരു കാര്യം, സ്നേഹം പ്രകടിപ്പിക്കണം. കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ ഇത് വളരെ സത്യമാണ്. ശ്രദ്ധിക്കണേ, കുഞ്ഞുങ്ങളുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് ആർക്കും അറിയത്തില്ല. കാരണം കുഞ്ഞാണ്. പക്ഷെ കുഞ്ഞിനപ്പൊ ഈ 5 ലാംഗ്വേജ് എന്ത് ചെയ്യണം? കൊടുക്കണം. കുഞ്ഞിന് സംഭാഷണം കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിനെ എടുത്ത് എന്ത് ചെയ്യുന്നത്? വേർഡ്സ് ഓഫ് അഫർമേഷൻ. ചക്കരക്കൊട്ട അവൻ നടക്കാൻ തുടങ്ങിയാണ്, പറയണം. നമ്മൾ പറയും എന്താണ് നടക്കണം? നടക്ക്. അപ്പൊ ഇവൻ എന്ത് കിട്ടി? പുരോഗതി കിട്ടി, നടക്കാവുന്ന ഒരു ബോധ്യമായി. അവൻ മാർക്ക് മേടിച്ചു. വെരി ഗുഡ്, ഒരു അവന് ഇഷ്ടമായി. അപ്പം ശരിക്കും പറഞ്ഞ ഈ കുഞ്ഞ് ഇത് കൊണ്ട കാണിക്കുന്ന എന്തിനാണെന്നറിയാമോ? അവൻ എന്തോ കിട്ടണം, ഒരു അപ്രീസിയേഷൻ കിട്ടണം. സത്യല്ലേ? പക്ഷെ ഈ തിരക്കുള്ള ലോകത്ത് നമുക്കത് കഴിയുന്നില്ല. എന്റെ ചങ്ക് മുറിച്ചൊരു സംഭവമാണ്. ഞാനൊരു ഈ അടുത്തിടയ്ക്ക് എന്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടിയ സംഭവം. അത് പറയാൻ എനിക്ക് സത്യത്തിൽ വിഷമമാണ്.
എൻ്റെ മൂത്ത മോള് ഇപ്പം 10-11 വയസ്സായി. ഞാനിങ്ങനെ രാവിലെ ഇറങ്ങിപ്പോൾ പാതിരാത്രി ചർച്ച മിനിസ്ട്രി എന്നെ അറിയുന്നവർക്കറിയാം. വീട്ടിൽ വന്നാലും നിറച്ചാളെ പേര് എപ്പോഴെങ്കിലും കിടന്നുറങ്ങുന്നു, ഒന്നിച്ചിറങ്ങുന്നു പോകുന്നു വരുമ്പോൾ ആകെ വേണം. എൻ്റെ കുഞ്ഞിനെന്തോ ഒരു അസ്വസ്ഥത. അപ്പൊ എനിക്ക് പിടികിട്ടി അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായി, സ്നേഹിക്കപ്പെടുന്നൊരു ചിന്ത, വല്ലാത്തൊരു ബന്ധനം, ഒരു മനപ്രയാസം. സ്കൂളിലൊക്കെ അങ്ങ് മോശമാകുന്നു, ആകെ അവളങ്ങ് മിണ്ടാതാകുന്നു, ബ്ലൂമിയാകുന്നു. അപ്പൊ ഞാൻ എന്തോ ഒന്ന് വായിച്ചു. ഒരു സന്ധ്യക്ക് എനിക്കങ്ങ് തോന്നി എൻ്റെ കുഞ്ഞിനോടൊപ്പം ഇരിക്കണം. ഞാൻ ആ യോഗത്തിന് പോകണം. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. ഒരാളെ പറഞ്ഞു വിട്ടു. ഞാൻ ഡിസൈഡ് എന്തെങ്കിലും ചെയ്യാം. ഞാൻ എൻ്റെ മോളെ കൊണ്ട് പോവുക. എൻ്റെ മനസ്സിൽ വല്ലാതെ വിഷമം തോന്നിയില്ല. ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് പറഞ്ഞു, മോളെ ഇന്നത്തെ വൈകിട്ട് പപ്പ മോളെ കൊണ്ട് പോവാം, മറ്റൊരിടൊന്നും പറയണ്ട, മോളെ കൊണ്ട് പോവാം. ഞാൻ എൻ്റെ കുഞ്ഞിനെ വണ്ടിയിൽ എടുത്തിട്ടുണ്ട് പോവാം. പോയി ഞാനൊരു ഹോട്ടലിൽ ചെന്നു. നമുക്കൊക്കുന്ന ഒരു നനയില്ല, വലിയ കൂടിയൊന്നും വേണ്ട. പറഞ്ഞ പപ്പായ്ക്ക് മോക്ക് എന്താണോ വേണ്ട പപ്പായോട് പറഞ്ഞാൽ മതി. പപ്പായ്ക്ക് ഒക്കുന്നത് ആണെങ്കിൽ പപ്പ ഇന്ന് ചെയ്തു തരാവുന്നതാണെങ്കിൽ പപ്പ ചെയ്തു തരാം. അപ്പൊ അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാം. ഞാൻ ചത്തോങ്കര എന്ന് പറയുന്ന ആദ്യം ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് നല്ലൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അവിടോട്ട് ഞാൻ കയറി കുഞ്ഞിനെ കൊണ്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞു, മോക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം പറ. ഐസ്ക്രീം മോളെ മേടിച്ച് കഴിച്ചു, പപ്പയും തരാൻ പോകും. ഞാൻ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരിക്കുക. ഇവിടെ ഒന്നും ഓർഡർ ചെയ്യുന്നില്ല. ഇവിടെ എന്നെ ഇങ്ങനെ നോക്കുക. ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം, എനിക്ക് എന്നോട് ലജ്ജ തോന്നിയ കാര്യം, എൻ്റെ കൊച്ചിനെ വിറക്കിയ. ശരിക്കും അവിടെ കൈ ഇങ്ങനെ വിറക്കിയ. അവിടെ വിറച്ചോണ്ട് ചോദിച്ചു, അപ്പ ഫോണും തരാം. പക്ഷെ എന്തിനാ മോളെ, അമ്മയൊന്ന് വിളിക്കണം, എനിക്ക് അപ്പടി പേടി വരും. ഞാൻ ചെന്നാ എന്തിനാ മോളെ പേടിക്കുന്നേ? അല്ല എനിക്ക് അമ്മയെ വിളിക്കണം, എനിക്ക് പേടി. അപ്പൊ നമുക്ക് പോവാം, അപ്പൊ എനിക്ക് ഐസ്ക്രീം വേണം, നമുക്ക് പോവാം. അപ്പൊ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ കൊച്ചു കത്ത് കിടക്കുന്ന ഈ കൊച്ച അല്ല എന്തിനാ ഐസ്ക്രീം പോകുന്നത്? എന്റെ പല്ലല്ലേ, എന്നാ മതി. അല്ല അപ്പൊ എനിക്ക് പേടിയാ, അപ്പ പോവാം, വീട്ടിൽ പോയാൽ എനിക്കൊന്നും വേണ്ട, അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ കൊച്ചിനെ വിറക്കിയ. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കൊച്ചിനോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് പേടിയാണ്. ഞാൻ ചെന്നെ പറ്റി ഒരിക്കലും ഇല്ലാതെ അപ്പ എന്നോട് ചോദിക്കുക, ഐസ്ക്രീം വേണോ എന്നൊക്കെ. എൻ്റെ അപ്പയ്ക്ക് ഭ്രാന്താണോ? സത്യം എൻ്റെ കൊച്ചിനോട് ചോദിക്കുക, അപ്പയ്ക്ക് ഭ്രാന്താണോ? മക്കളെ, കൊച്ചിൻ്റെ ആഗ്രഹമില്ല. എനിക്ക് ലജ്ജ തോന്നി എന്നോട്. നാട് തന്നൊക്കെ നടക്കുക. വേറൊന്നും വേണ്ടെന്നേ, സ്നേഹത്തോടൊരു വാക്ക് ഒരേ സമയം കൊടുക്കാൻ കഴിയണം, നല്ല വാക്കുകൾ കൊടുക്കാൻ കഴിയണം, സമ്മാനങ്ങൾ കഴിവ് ഒന്നും വേണ്ട. നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കണ്ടില്ല, അവർ ഈ ബർത്ത്ഡേക്കൊക്കെ അവർ തന്നെ എന്തുണ്ടാക്കിക്കൊണ്ട് വരും, കാരണം അപ്പൊ ഓർത്തോണം ഇവന്റെ ലാംഗ്വേജ് എന്താ. ചില കുഞ്ഞുണ്ട് പിച്ചാത്തി എടുത്തിട്ട് അമ്മ എടുക്കുക, അമ്മ ഞാൻ പച്ചക്കറി അരിയാൻ പോവാം. അപ്പം അവന്റെ ഒരു ലാംഗ്വേജ് വളർന്നു വരിക, പാട്ടിന് ഒന്നും വേണ്ട, ഒരു പ്ലാസ്റ്റിക് പിച്ചാത്തി എടുത്ത് കൊടുക്കണം അന്നേരം. കാരണം അവന്റെ ലാംഗ്വേജ് എന്താ, അവൻ അമ്മ എന്ത് ചെയ്യാൻ പോവാ, സേവിക്കാൻ പോവാ. സത്യല്ലേ? അപ്പൊ എന്താണോ നമ്മുടെ ഭാഷ, ആ ഭാഷ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ലവ് ടാങ്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫില്ലാകാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലാംഗ്വേജിലൂടെ സ്നേഹം കൊടുക്കുമ്പോൾ നിന്റെ പങ്കാളിയുടെ ഇമോഷണൽ ലവ് ടാങ്ക് ഫില്ലാകും. ഇത് ശൂന്യമാണ് ഭയങ്കര പ്രശ്നം. രണ്ട് കൂട്ടർക്കില്ല അവിടെ ലവ് ലാംഗ്വേജ് മനസ്സിലാകത്തില്ല. ഒന്ന് അത് ഫില്ലാണ് മനസ്സിലാക്കുന്നത്, രണ്ട് ഇത് കുറെ നാളായിട്ട് പറ്റി കിടക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്കത് ഈസിയാണ് നമ്മുടെ ലവ് ലാംഗ്വേജ്. ഇന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ഒരു എക്സസൈസ് ചെയ്ത് നോക്കണം, എൻ്റെ ലാംഗ്വേജ് എന്താണ്. ചിലർക്ക് ഇപ്പോഴേ പറയുന്നുണ്ട് ഒന്നും അല്ല വർത്തമാനമാണ്, അടിച്ച് പൊളിച്ച് അത് കേട്ടോണ്ട് എന്ത് ചെയ്താൽ മതി. ഇതാ പിള്ള പ്രശ്നം കേൾക്കണം. ഈ കേൾക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യാതാണ്, കേട്ടാ മതിയെന്ന് സംഭവം ഒക്കെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 5 ലാംഗ്വേജ്. ഈ 5 ലാംഗ്വേജ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമ്പോൾ അവിടെ വ്യക്തിത്വം എന്ത് ചെയ്യപ്പെടുക, വളർത്തപ്പെടുക. നമ്മുടെ പുറത്തേക്ക് കുഞ്ഞുങ്ങോട്ട് നടന്നു വരുമ്പോൾ വേർഡ്സ് ഓഫ് മറ്റൊരു വിഷയം. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കുഞ്ഞങ്ങോട്ട് വണ്ടിയിലോട്ട് ഇന്നലെ 5 സ്ട്രോക്ക് കൊടുത്തിട്ടില്ലേ? സത്യത്തിൽ ഇത് എന്തിനാ ഈ സ്ട്രോക്ക് മേടിക്കുന്ന അറിയാമോ? ഇത് പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടാൻ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. പിന്നെ ഇവിടെ മനഃപൂർവ്വം ഒരു അടി മേടിക്കും. അതൊരു വലിയ സൈക്കോളജിയാണ്. എന്തെങ്കിലും ഒരു സ്ട്രോക്ക് മതി, പോസിറ്റീവ് കിട്ടത്തില്ല, എന്നാൽ ഇരിക്കട്ടെ, നെഗറ്റീവിലാണ്. അപ്പൊ നമ്മൾ പറയും കിട്ടേണ്ടത് കിട്ടിയാലേ ഇതിനെന്താ തരത്തുള്ളൂ. തൃപ്തിയാണ്, അത് സത്യമാണ്. കാരണം ഒന്നീ പോസിറ്റീവ് വേണം, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ആയിട്ട് നെഗറ്റീവ് ആണെങ്കിലും എന്ത് ചെയ്യണം, വേണം. അപ്പൊ സ്ട്രോക്സ് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്നേഹം കൊടുക്കാനായിട്ട് കഴിയാം, സമയം കൊണ്ടുപോകും. 5 കൂട്ടം കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കും. ദമ്പതികൾ അവര് പ്രവാചകരാണ്. ദമ്പതികൾ ആരാണ്? പ്രവാചകരാണ്. ഒരു കാര്യം നിങ്ങൾ നോക്കിക്കേ,
നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഏത് സംഭവങ്ങളും ദൈവം ആരെ കാണിക്കും? നിങ്ങളെ കാണിക്കും. ഞാൻ ഒത്തിരി സ്ഥലത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് അത് എന്റെ സാക്ഷി ആയതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. എന്നെ കറണ്ടടിച്ച സാക്ഷി ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നെ 88 കറണ്ടടിച്ച് ഞാൻ താഴെ വീഴുന്ന സമയത്ത് അതിന് തലേദിവസം ഉണ്ടായൊരു സംഭവമാണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. ഞാൻ SSLC പാസ്സായി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അമ്മ റോഡെ നടന്നു വരികയാണ്. നടന്നു വരുന്ന സമയത്ത് എൻ്റെ അമ്മ വല്ലാതെ വിഷമിച്ച് നടന്നു വരും. ഞാൻ ചോദിച്ച അമ്മ എന്ത് പറ്റി? എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ എനിക്കറിയാൻ വയ്യ, നിന്റെ മുമ്പിൽ എന്തോ വലിയൊരു പ്രശ്നം കാണുന്നത്. അന്ന് എൻ്റെ അമ്മ ഉറങ്ങിയിട്ടില്ല, കഴിച്ചിട്ടില്ല, പായെന്ന് എഴുന്നേറ്റിട്ടില്ല, കരച്ചിലോട് കരച്ചില്ല. അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു, എടാ നീ താഴെ പോയി നോക്കിക്കേ, അവിടെ പോലീസുകാർ നിൽക്കുന്നു. ഞാൻ അവിടെ പോയി നോക്കി, ഒരു പോലീസുകാരെയും കണ്ടില്ല. ഞാൻ തിരിച്ചു കയറി വന്നു, അപ്പൊ അവിടെ പോലീസുകാരൊന്നും ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയതാണ്. വീണ്ടും എന്നോട് പറഞ്ഞു, അല്ലടാ അവിടെ നിൽക്കുന്നു, നോക്കി ഒന്നും നോക്കി. ഞാൻ പോയി നോക്കി, കണ്ടില്ല. അത് കഴിഞ്ഞ് എന്നെ കണ്ടടിക്കുന്നു, അത്ഭുതകരമായിട്ട് ഞാൻ രക്ഷപ്പെടുന്നു. ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നെ കണ്ടടിച്ച് ഞാൻ മരിക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് എൻ്റെ അമ്മ അത് മനസ്സിലാക്കി. എൻ്റെ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ദമ്പതികൾ ആരാണ്? പ്രവാചകരാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു സഹോദരൻ, അവനൊരു ഹോമോസെക്ഷലായിരുന്നു. അവനെന്നെ ഹോമോസെക്ഷൽ ബന്ധത്തിന് വേണ്ടി നിർബന്ധിച്ചു. ആഴ്ചകളോളം പലവട്ടം ഹോമോസെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടായി. ചുരുക്കത്തിൽ ഒരു കുഞ്ഞായിരുന്ന ഞാൻ അത് എൻജോയ് ചെയ്യാനായിട്ടുള്ള, എനിക്ക് എൻ്റെ തീക്ഷ്ണത അറിയത്തില്ല, എനിക്കതിന് തെറ്ററിയത്തില്ല. എനിക്കുണ്ടായ ആദ്യത്തെ ലൈംഗിക അനുഭവം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. ഞാനത് ഒരു പരിധി വരെ എൻജോയ് ചെയ്തു. പക്ഷെ ഒരു പക്ഷേ ഞാനങ്ങനെ നശിച്ചു പോയതേ. ഒരു രാത്രി എൻ്റെ അമ്മ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് ഒരു വെളിപ്പാട് കിട്ടി. അമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, മോനെ അപ്പുറത്തെ ഇന്നാര് വന്നിട്ട് മോനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതെനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, എനിക്കിഷ്ടമാണ്, നല്ല രസമാണ്, കുഞ്ഞല്ലേ, ആറായിട്ടില്ല, ഒരു നല്ല ചെറിയ പ്രായം. എൻ്റെ അമ്മ അത് മനസ്സിലാക്കി എന്നെ കെട്ടിപ്പിടിച്ചു, പ്രാർത്ഥിച്ചു, എനിക്കതിന് ദോഷം പറഞ്ഞു തന്നു. അതുകൊണ്ട് ഇന്ന് നല്ലൊരു കുടുംബസ്ഥനായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിന്റെ പ്രവാചകൻ നീയാ, നിന്റെ കുടുംബത്തിന്റെ പ്രവാചകൻ നീയാ, നീ നിന്റെ കുടുംബത്തിന്റെ പ്രവാചകനാണ്. മനസ്സിലായ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. ഈ അടുത്തിലേക്ക് ഒരു രാത്രി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ 3ാമത്തെ കുഞ്ഞ് അതുവഴി പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്തു. ദൈവനോട് പറഞ്ഞ പെട്ടെന്ന് അവനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചിട്ട് ഞാൻ അവൻ്റെ തലയിൽ കൈവച്ചു. എന്നോട് കർത്താവ് പറഞ്ഞൊരു വചനം അവനെ ചൊല്ലി പറയുക, പൈതൽ വളർന്നു, ഞാനും നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഞാൻ ആ വചനം പറഞ്ഞ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. അവനെ കൊണ്ട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഇവൻ വളരട്ടെ, ഇവന്റെ വളർച്ചയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന പോരുകൾ അഴിയട്ടെ, ഇവൻ വളരട്ടെ, ഞാൻ നിറയട്ടെ, ആത്മശക്തി ഇവനിലേക്ക് ഉണ്ടാകട്ടെ. ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ വൈഫ് ഞാൻ പറഞ്ഞു, എന്നോട് കർത്താവ് പറയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസം ഞാൻ എവിടെയോ പോയി. ഞാൻ പോയിട്ട് ഞങ്ങൾ രാത്രി തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. എൻ്റെ പപ്പ 2 ദിവസം വീട്ടിലില്ലായിരുന്നു. പപ്പ അത് തിരിച്ചു വന്നു. ഞങ്ങൾ ഒന്നിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക്, അർദ്ധരാത്രി പ്രാർത്ഥനയ്ക്ക്, ഒരു അർദ്ധരാത്രി പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ പപ്പ കരയാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞെ കേഫ എന്ത് ചെയ്യും? 3ാമത്തെ പേര് കേഫ എന്നാ. ഞാൻ പറഞ്ഞു, കേഫ ഇവിടെ ഉണ്ട്, എന്താ പറ്റി? ബസ്സിൽ വിളിച്ചു, എടി അവൻ വീണായിരുന്നോ? അപ്പൊ അവളങ്ങ് പേടിച്ചു. എന്നെ അപ്പൊ അങ്ങനെ ചോദിച്ചത്. പപ്പ കരയാൻ തുടങ്ങി. ഞാൻ കാണുകയാണ്, അവൻ നടുപിടിഞ്ഞ് കിടക്കുന്ന കുഞ്ഞെ തളർന്നു പോകുന്നു. അവളും കരയാൻ തുടങ്ങി. സംഭവിച്ച കേൾക്കണോ? അന്ന് രാവിലെ ഇവരൊരു വീട്ടിലേക്ക് പോയി, സുവിശേഷം പറയാനായിട്ട് പോയി കളിച്ചു. ഒരു വലിയ വീടാണ്. ആ വീടിന്റെ ടെറസിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെയർ കേസ് വഴി കുഞ്ഞ് ഉരുണ്ട് വീണു. അവന്റെ സ്റ്റെയർ കേസ് ഉരുണ്ടി കുഞ്ഞ് വന്ന് നിലത്തടിച്ച് വീണു. അവൾ ഓടിച്ചെന്നപ്പോൾ അവളോട് കുഞ്ഞ് അനക്കമില്ല കിടക്കുക. അവൾ പെട്ടെന്നെടുത്ത് കുടഞ്ഞു. ഒരു നിമിഷം കൊണ്ട് കുഞ്ഞു ഓക്കെയായി. പ്രിയപ്പെട്ടവരെ, നട്ടുകുടിഞ്ഞ് കിടക്കാൻ പിശാച് പദ്ധതി ഇട്ടപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, കുഞ്ഞിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. എന്താണ്? നിങ്ങൾ പ്രവാചകരാണ്. നിന്റെ ദമ്പതിയുടെ ഭർത്താവെ, നീ നിന്റെ ഭാര്യയുടെ പ്രവാചകനാ. ഭാര്യയെ, നീ നിന്റെ ഭർത്താവിന്റെ പ്രവാചകീയ. നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രവാചകർ നീയാ. എത്രയോ പ്രാവശ്യം ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നതിന് മുമ്പ് ദൈവം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അറിയിക്കോ. തന്റെ ദാസന്മാരെ അറിയിക്കാതെ അവനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ അടുത്തിരിക്കുന്ന നിങ്ങളുടെ പങ്കാളിയുടെ കൈ പിടിച്ചിട്ടൊന്ന് പറഞ്ഞ്, നീ നിന്റെ ഭാര്യയുടെ പ്രവാചകനാ. ഒന്ന് പറഞ്ഞ്, നിങ്ങൾ പരസ്പരം പറഞ്ഞ് ധൈര്യമായിട്ട് പറ, വിശ്വാസത്തോടെ പറ, നിങ്ങൾ പ്രവാചകരാണ്. നിങ്ങൾ ആരാണ്? പ്രവാചകനാണ്. സ്തോത്രം ചെയ്താട്ട്. നിങ്ങൾ പ്രവാചകരാണ്. ദൈവത്തിന് ഒരു പ്രവാചക അഭിഷേകം തന്നിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ പോകട്ടെ. 2, നിങ്ങൾ വൈദ്യരാണ്. ദമ്പതികൾ പരസ്പരം വൈദ്യരാണ്. ഭർത്താവിന്റെ ഡോക്ടറാണ് ഭാര്യ, ഭാര്യയുടെ ഡോക്ടറാണ് ഭർത്താവ്. അതിന് കാരണം എന്താണെന്നറിയാമോ? ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ദൈവത്തിന്റെ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെപ്പോലിരിക്കുകയില്ല. അപ്പൊ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ നമ്മൾ വേദവസം കാണുന്നു. ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ആർക്കത്തെ അധികാരം? ഭാര്യയ്ക്ക്. ഭാര്യയുടെ ശരീരത്തിന്മേൽ ആർക്കല്ല? അവക്കല്ല, ആർക്കത്രേ? ഭർത്താവിനത്രേ അധികാരം. മക്കളുടെ മേൽ ആർക്ക് അധികാരം? മാതാപിതാക്കൾക്ക് അധികാരം. അധികാരത്തിന്റെ ഒരു ശ്രേണി ദൈവം വെച്ചതാണ്. അതിനെ ഉദരിക്കരുത്, അതിനെ തെറുക്കരുത്.
അപ്പം ഭർത്താവും ഭാര്യയും ആരാണ്? അവർ വൈദ്യന്മാരാണ്, ഡോക്ടർമാരാണ്. നിന്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ടായെങ്കിൽ അതിന്മേൽ പ്രാർത്ഥിക്കാനുള്ള അധികാരം ദൈവം ആർക്കാ കൊടുത്തിരിക്കുന്നത്? ഭർത്താവിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരു 2001 ഞങ്ങളുടെ ചർച്ച വളരാനായിട്ട് തുടങ്ങി. പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് എന്നെ കൂടി നടക്കാൻ തുടങ്ങി. അധികം ആർക്കും അറിയാൻ വയ്യാത്ത ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് ആ സംഭവം എന്ന് പറയാം, എന്റെ പോകാൻ കഴിഞ്ഞു, അധികം നാൾ മുമ്പോട്ട് പോയില്ല. എനിക്ക് സോറിയാസിസ് എന്ന് പറഞ്ഞ അസുഖം എന്നെ വേട്ടയാടി. ഞാൻ അന്നും ഈ ഷർട്ട് കൊണ്ടോ എടുക്കത്തുള്ളൂ, ആർക്കെ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ നടക്കും. പക്ഷെ ദൈവത്തിന്റെ കൃപ, എൻ്റെ ശരീരത്തിൽ സോറിയാസിസ് ഇല്ല, എൻ്റെ കൈകളിൽ സോറിയാസിസ് ഇല്ല, പക്ഷെ എൻ്റെ കഴുത്തിന് താപ്പോട്ട് മുഴുവൻ സോറിയാസിസ്. എന്നിട്ട് പൊട്ടി ഒലിക്കാനായിട്ട് തുടങ്ങി. നീണ്ട നാളുകൾ ഞാൻ ജുബ ഇടാൻ തുടങ്ങി. എന്തിന്? എനിക്ക് ഇന്നർ വയറേഴ്സ് ഇടാനൊക്കത്തില്ല. അതുപോലെ എൻ്റെ ശരീരം അണിഞ്ഞു. എൻ്റെ ഭാര്യ അല്ലാതെ ആരും കണ്ടിട്ടില്ല. എനിക്ക് പല മെഡിസിൻ എടുക്കാൻ തുടങ്ങി. ആയുർവേദം എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ട് ആയുർവേദം എടുത്ത് അത് കിഡ്നി അഫക്റ്റ് ചെയ്യും. അപ്പൊ അവർ തന്നെ പറഞ്ഞു, ഇതിനി എടുക്കണ്ട, കിഡ്നി ഒന്നിനും ഇത് സാരമില്ല, അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് എടുക്കണം. സ്റ്റിറോയിഡ്സ് എടുത്താൽ അത് വേറെ കുഴപ്പമുണ്ടാകും. ഞാൻ ആകെ ഭാരപ്പെട്ടു. പക്ഷെ ഒന്ന് ഞാൻ പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഒത്തിരി ലോകപ്രശസ്ത ദൈവദാസന്മാരെടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് സൗഖ്യം ഉണ്ടായില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അനുഭവിച്ചൊരു വിടുതലുണ്ട്. എന്താ കാര്യം? എൻ്റെ ശരീരത്തിന്മേൽ എൻ്റെ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഇന്ന് പകരം നീ മനസ്സിലാക്ക്, നിന്റെ ഭാര്യയുടെ വൈദ്യരാണി, നിന്റെ ഭർത്താവിന്റെ വൈദ്യരാണി. അവന്റെ മനസ്സിന്റെ മുറിവുകളെ കരിക്കുവാൻ, അവരുടെ മനസ്സിന്റെ ഗതമാവാന മുറിവുകളെ കരിക്കുവാൻ ദൈവം നിനക്കൊരു വൈദിക അഭിഷേകം തന്നിട്ടുണ്ട്. കിരയാതി സുഗന്ധതൈലം ഇല്ലയോ? അവിടെ വൈദ്യനില്ലയോ? നിന്റെ കുടുംബത്തിന്റെ വൈദ്യൻ നീയാണ്, നിന്റെ ഫാമിലിയുടെ വൈദ്യൻ നീയാണ്, നിന്റെ ഭർത്താവിന്റെ വൈദ്യൻ നീയാണ്, നിന്റെ ഭാര്യയുടെ വൈദ്യൻ നീയാണ്, നിന്റെ കുഞ്ഞുങ്ങളെ മുറിവ് കെട്ടേണ്ട നീയാണ്. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ഈ ലാസ്റ്റ് സെക്ഷനിൽ നീ ഒരു വൈദിക അഭിഷേകത്തോടെ മടങ്ങണം. ഒരു വൈദ്യന്റെ നിന്റെ കയ്യിൽ ദൈവം മുറിവ് തന്നിട്ടുണ്ട്. നിന്റെ കൈകളിൽ മുറിവുണക്കുന്ന ഗിതയാതിന് സുഗന്ധ തൈലം വന്നിട്ടുണ്ട്. ഈ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഇത് നിന്റെ പങ്കാളുടെ മേൽ വെക്കണം. ഞാൻ നിങ്ങൾ ഉറപ്പായിട്ട് പറയുന്നു, രോഗത്തിന്റെ കാഠിന്യം ഞങ്ങൾ അനുഭവിച്ചവരാ, തീവ്രമായ വേദനകളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയവരാ. ഞങ്ങൾ കടന്നുപോയ വഴികൾ താഴെകൾക്ക് കയ്യും കണക്കുമില്ല. കർത്താവെ, ഒരു നിമിഷം പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത മേഖലകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇന്ന് പ്രഭാതത്തിൽ ഈ യോഗത്തിന് വരുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഒരു വാക്ക് നീ പ്രാർത്ഥിച്ച്. എൻ്റെ അപ്പ അഭിഷിക്ത ദൈവദാസന, ഞാൻ അപ്പയെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. എന്നാൽ അതിനൊരു കംഫോർട്ട് ഞാൻ അനുഭവിക്കുന്ന ഒന്നുണ്ട്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ കാര്യം? ഒരുവനേക്കാൾ ഇരുവനേറെ നല്ലത്, ഒരുവനേക്കാൾ ഇരുവനേറെ നല്ലത്. ഒരുവൻ തളർന്നു വീണാൽ മറ്റവൻ അവനെ എഴുന്നേൽപ്പിക്കത്തില്ലയോ? വൈദിക അഭിഷേകം ഇന്ന് രാത്രി വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ അതിന്റെ പകൽ രാത്രി വ്യാപരിക്കും. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ്. ശവന ഹതന റിഗന അന്തർ കടവന ശവന നിഗാ ഈ സെക്ഷന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഒരു വലിയ ആത്മീയ പകർച്ച ഇതിനകത്ത് ദൈവം അയക്കുകയാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാണ്. നിന്റെ കുടുംബത്തിന്റെ പ്രവാചകൻ നീയ. ആ പ്രവാചക അഭിഷേകം ഇന്ന് രാത്രി പങ്കെടുത്തുകൊണ്ട് മാറാവോ? അന്ധകാര ശക്തികൾ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പദ്ധതിയിടുമ്പോ നിന്നെ അറിയിക്കാതെ, അബ്രഹാമിനെ അറിയിക്കാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ കുടുംബത്തിന്റെ പ്രവാചകൻ നീയാണ്. അവിടെ നീ ഒരു വൈദ്യനാണ്. നിന്റെ ഭാര്യയ്ക്ക് അസുഖമാണോ? നീ പ്രാർത്ഥിക്കുക. നിന്റെ ഭർത്താവിന് രോഗമാണോ? യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ തളർന്നു കിടക്കുകയാണോ? ഹല്ലേലൂയ. കരം കോർത്തുപിടിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അതിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങും. എല്ലാവരും ശ്രദ്ധിച്ചാണ്. സമയം പോയെന്ന് അവിടെ ചിന്ത ഇരിക്കരുത്. ഈ സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകരുത്. ദയവായി ആരും ഇറങ്ങി നടക്കരുത്. ദൈവത്തിന്റെ ആത്മീയ അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് കത്തട്ട് അന്ത രഗജ റിഗജ ഹസ്ത റിഗജ രവന ശകന അടക രഗജ രവന ഹസ്ത റിഗജ രവന ശകന രഗജ അടക രാജ ഹസ്ത റിഗജ റിഗജ ഹസ്ത റിഗജ ശകന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ വൈദികനാണ്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. മൂന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ വൈദികരാണ്. നിങ്ങൾ ആരാണ്? വൈദികരാണ്. എന്താണ് വൈദികർ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചു കേൾക്ക്. വൈദികർ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ അഭിഷേകമാണ്. എപ്പിസ്കോപ്പൽ സഭകളിൽ വൈദികർക്ക് ഒരു എപ്പിസ്കോപ്പൽ അഭിഷേകമുണ്ട്. വൈദികർക്ക് മാത്രമേ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അധികാരമുള്ളൂ എപ്പിസ്കോപ്പൽ സഭയുടെ പ്രമാണം അനുസരിച്ചാണ്. കാരണം എപ്പിസ്കോപ്പൽ സഭകൾ പോലും അനുവദിക്കുന്ന ഒരു അനുവാദമുണ്ട്. എന്താണ്? പങ്കാളികൾക്ക് പരസ്പരം കൈവച്ച് പ്രാർത്ഥിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? പങ്കാളി നിന്റെ പുരോഹിതനാണ്. നീ ആ വീടിന്റെ പുരോഹിതനാണ്. അതാണ് ഇസ്രായേലിന്റെ കുടുംബം എന്ന് പറയുന്നത്. അപ്പനാണ്
അപ്പനാണ് പുരോഹിതൻ, അപ്പനാണ് പെസഹായാഗം അർപ്പിക്കുന്നത്, അപ്പനാണ് കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തുന്നത്, അപ്പനാണ് തോറ ചൊല്ലിക്കൊടുക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? നീ നിന്റെ കുടുംബത്തിന്റെ പുരോഹിതനാണ്. പലരും പറഞ്ഞോട്ടെ, നീ നിന്റെ കുടുംബത്തിന്റെ പുരോഹിതനാണ്. പുരോഹിതന്റെ ജോലി എന്താ? അനുഗ്രഹം ആശീർവദിക്കപ്പെടുന്ന പുരോഹിതനിലൂടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കരങ്ങൾ വെച്ചിട്ട് നിന്റെ ഭാര്യയുടെ ദേഹത്ത് വെച്ചിട്ട് മുഖത്ത് നോക്കി അനുഗ്രഹിച്ച് തുടങ്ങ്. നിന്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ കാണാൻ തുടങ്ങുക. എത്ര പേർക്ക് രാത്രി മനസ്സിലാകുന്നുണ്ട്? ഇതുപോലെ നിങ്ങൾ തുടങ്ങണം. നിങ്ങളുടെ ഭാര്യയുടെ കൈവെക്കണം. ഹല്ലേലൂയ. കണ്ണി നോക്കണം. അദ്ദേഹം പറ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നമുക്ക് വലിയ മടിയാ. ഒന്ന് നോക്കിക്കേ, അടുത്തിരിക്കുന്ന ആള് മകളുടെ മുഖത്തോട്ട് നോക്കിക്കേ. എന്നിട്ട് നോക്കെന്ന് കണ്ണി നോക്കാൻ ഇപ്പോഴും മടിയാ. എത്ര ഇരുട്ടത്ത് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ടല്ലേ കണ്ണ് അടയ്ക്കുന്നത്? കണ്ണ് തുറന്നൊന്ന് കാണാം. നോക്കിക്കേ, കണ്ണോട്ട് നോക്കിക്കേ. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പറ, യേശുവിന്റെ നാമത്തിൽ മോളെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറ. ആ കരമൊന്ന് വെച്ച് ഒരു പുരോഹിത അഭിഷേകം അവനവന്റെ താടിയിൽ ഒഴുകുന്ന അനുഗ്രഹത്തിന്റെ അഭിഷേകം നിന്നിലൂടെ നിന്റെ പങ്കാളിലേക്ക് വരും. ആ കരങ്ങളൊന്ന് ഉയർത്തിക്കുക, കരങ്ങളൊന്ന് ഉയർത്തിക്കുക, കരങ്ങളൊന്ന് ഉയർത്തിക്കുക. എന്തിനുള്ളതാ? നിന്റെ പങ്കാളിയെ അനുഗ്രഹിക്കാനുള്ളതാ. ഇന്ന് മുതൽ നിങ്ങൾ അനുഗ്രഹിച്ചു തുടങ്ങണം, അനുഗ്രഹിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. ഇതുപോലെ നിങ്ങൾ ഒന്നിച്ച് എന്ത് ചെയ്യണോ? കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, അവർ വരുമ്പോൾ, സമയം കിട്ടുമ്പോൾ, ഒരുമിച്ചുള്ളപ്പോൾ അവരെ വിളിക്കണം. അപ്പനും അമ്മയും കൂടെ കുഞ്ഞുങ്ങളെ തലേ കൈവെക്കണം. എന്നിട്ട് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അതിന് ഒരു വലിയ മാറ്റമുണ്ട്. എത്രയോ ദൈവദാസന്മാർ എന്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ ഞാൻ അനുഭവിക്കുന്ന ഒന്നുണ്ട്. എനിക്കൊരു കുഞ്ഞുനാളിൽ എത്രയോ രാത്രികളിൽ ഞാൻ ഉണർന്നിട്ടുണ്ട്. എന്റെ അപ്പച്ചൻ എനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ മരിച്ചുപോയി. അപ്പച്ചന് 50-58 വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ഭയങ്കര സീലായിരുന്നു. കുറച്ചാളെ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞു. പക്ഷെ ഭയങ്കര സീലായിരുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ അടുത്ത് കിടക്കുമ്പോ എന്റെ അപ്പച്ചന്റെ അടുത്താണ് ഞാൻ കിടക്കുന്നത്. അപ്പച്ചൻ എഴുന്നേറ്റിരിക്കും, കർത്താവേ എനിക്ക് പ്രായമായി, സുവിശേഷം ചെയ്യാൻ ആരോഗ്യമില്ല, എനിക്ക് എത്ര നാൾ ഉണ്ടെന്ന് അറിയത്തില്ല, ഇവനെ അനുഗ്രഹിക്കണമേ, ഇവനെ സുവിശേഷകനാക്കണമേ. എനിക്ക് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് അനുഗ്രഹം അതാണ്. എന്റെ അപ്പന്റെ അനുഗ്രഹം. നിങ്ങൾ കരം വെക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കരം വെക്കുക. നിന്റെ ദമ്പതികളുടെ മേൽ കരം വെക്കുക. കർത്താവിന്റെ മേൽ കരം വെക്കുക. നിങ്ങളുടെ മേൽ ദൈവിക അഭിഷേകം വ്യാപരിക്കാൻ തുടങ്ങുക. നിങ്ങൾ പുരോഹിതനാണ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് ദൈവത്തെ പഠിപ്പിച്ച വലിയൊരു സത്യം, അത് നിങ്ങൾ മതിലുകളാണ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ്? മതിലാണ്. അതുകൊണ്ടല്ലേ ശത്രുവിന്റെ ആ അസ്ത്രങ്ങൾ ആ ശക്തിയോട് അടുക്കുമ്പോൾ നീ എളിവനൊരു ദുർഗമാണ്, കഷ്ടകാലത്തിലൊരു അഭയമാണ്, മതിലാണ്. എന്താണ് ഈ മതിലെന്ന് പറഞ്ഞ? മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മതിലാണ്, ഭർത്താവ് ഭാര്യയുടെ മതിലാണ്, ഭാര്യ ഭർത്താവിന്റെ മതിലാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, എനിക്ക് എന്റെ സഹോദരി കഴിഞ്ഞ 20 വർഷമായിട്ട് കിഡ്നി പേഷ്യന്റ് ആണ്. കിഡ്നി ഫെയിലായി. ഏത് ദിവസവും ഡയാലിസിസ് വരാം. ഏതാണ്ട് 10 വർഷമായി ഡോക്ടേഴ്സ് പറയുന്നു ഇന്ന് ഡയാലിസിസ് ചെയ്യണം, നാളെ ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ചെല്ലു. ഒന്നുകൂടെ ബ്ലഡ് ചെക്ക് നോക്കോ, അപ്പം ക്രിയാറ്റിൻ 6 എന്താ കാര്യം? എന്റെ അമ്മ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇല്ല മക്കളെ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ കൊച്ചിന് ഡയാലിസിസ് നടക്കത്തില്ല. ഈ അമ്മ ഇരിക്കുമ്പോൾ നടക്കത്തില്ല. എന്റെ അമ്മ പോയി 3 മാസം കഴിയുന്നതിന് മുമ്പ് ദൂരെ നിന്ന് ഡയാലിസിസ് അടുത്ത് വന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ കാര്യം? അമ്മയൊരു മതിലാ, അപ്പനൊരു മതിലാ. ഇന്ന് രാത്രി നീ മനസ്സിലാക്ക്, നിന്റെ കുടുംബത്തിന്റെ മതിലാ. മതില് കെട്ടി പ്രാർത്ഥിക്കാം. ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. ഉടനെത്തുന്ന രാത്രി ഒരു മതിലായിട്ട് എഴുന്നേൽക്കുവാൻ എത്ര പേര് കൊതിക്കുന്നുണ്ട്. ആ അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുക. ഒരു ആത്മീയ ദൈവിക ആ അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ ഒരുങ്ങുകയാണ്. ഇത് ഞാനൊരു വൈകാരിക ആവേശത്തിൽ പറയുകയല്ല, ഹൃദയത്തിന്റെ മുറിവ് കെട്ടുന്ന ഒരു വൈദിക അഭിഷേകം കൊണ്ട് ഇന്ന് രാത്രി എത്ര പേര് മടങ്ങാൻ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ശാന്തമായി ദൈവസന്നിധി എഴുന്നേറ്റ് നിന്നാട്ട്, ദമ്പതികൾ കുടുംബമായി നിൽക്കാത്തവർ കുടുംബമായി നിന്നാട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആ വൈദിക അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. പുരോഹിത അഭിഷേകം വ്യാപരിക്കട്ടെ. സ്നേഹത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. സ്നേഹം വറ്റിപ്പോയിടത്ത് പുതുവി ഇന്ന് രാത്രി കത്തട്ടെ. കനായിലെ വീട്ടിലെ വീഞ്ഞ് പറ്റിപ്പോയി. എന്നാൽ യേശു വന്ന് അപ്പോൾ എന്ത് പറ്റി? നേരത്തരമായ വീഞ്ഞുണ്ടായി. എത്ര പേര് രാത്രി ആഗ്രഹിക്കുന്ന കർത്താവേ ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ പണിയണമേ. പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്, പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്, പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. ശകാന റീഗാന അധുരിയ രഗന ഹന്തര വിമല ഹർഷര രഗന അന്തര മധുര വക്ഷണ മധുര മന്ധര മന്ധര മധുര വക്ഷണ അധുര രന്ധന രക്ഷണ മധുര വൈണവ രന്ധന അന്തര രക്ഷണ മധുര വൈണവ രന്ധന. നീ ഒരു മതിലാണ്.
നീ ഒരു വൈദികനാണ്, നീ ഒരു വൈദ്യനാണ്, നീ ഒരു പുരോഹിതനാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞ എല്ലാവരും ചേർന്നാണ് ഞങ്ങൾ ആരാണ്? ഞങ്ങൾ മതിലുകളാണ്, ഞങ്ങൾ പുരോഹിതരാണ്, ഞങ്ങൾ പരസ്പരം വൈദികരാണ്, ഞങ്ങൾ പ്രവാചകരാണ്. കർത്താവ് ഇന്ന് രാത്രി ആ അഭിഷേകം എന്നിലേക്ക് വ്യാപരിക്കണമെന്ന് ആഗ്രഹമുള്ള ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് ദമ്പതികൾ പോലെ മുമ്പോട്ട് വരാൻ താല്പര്യമുള്ളവര് കുടുംബമായി വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർ മുമ്പോട്ട് വന്നാട്ട് ഈ രാത്രി ദൈവിക വിടുതലുകൾ വ്യാപരിക്കട്ടെ, ദൈവിക വിടുതലുകൾ വ്യാപരിക്കട്ടെ. ഞാൻ നിങ്ങളെ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വെറുതെ വിളിച്ചതല്ല. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവദാസൻ എന്റെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിന് ചിലർ മുമ്പോട്ട് വരോ, ചിലർ മേലെ ഒരു അഭിഷേകത്തിന്റെ അഗ്നി കത്തോ, ഒരു പ്രവാചക അഭിഷേകം, ഒരു വൈദിക അഭിഷേകം, ഒരു വൈദിക അഭിഷേകം, ഒരു മതിലായി മാറുന്ന അനുഭവം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം വിളിക്കുക, ദൈവം വിളിക്കുക. കണ്ണടി പോലെ നിങ്ങൾ ആരും അടിച്ചു നിൽക്കേണ്ട, ആരുമാരെ നോക്കരുത്, ആരുമാരെ നോക്കാതെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് ആ വൈദിക അഭിഷേകം നീ ഏറ്റെടുത്തുകൊണ്ടേ തുടങ്ങാവൂ. ദൈവം ഇന്ന് രാത്രി ഇവിടെ ആ ശക്തി വ്യാപരിക്കുക. മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുക. ആത്മാവ് നിയോഗമുള്ളവർ വേഗത്തിൽ മുമ്പോട്ട് വന്നാൽ കുടുംബമായിട്ട് എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. ഇതാ 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 ഇവർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമോ, എത്ര മനോഹരോ. ഹല്ലേലൂയ. എണ്ണി എണ്ണി സ്തുതിക്കുക. എണ്ണമില്ലാത്ത കൃപകളിലോ ഇന്നയോളം തൻ ഭുജത്തോ എന്നെ താങ്ങിയ നാമമേ, ഉന്നത വൈരിയുടെ കണ്ണിൻ മുമ്പിൽ പകരാ